നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. പൊന്നുഗുരുവായൂരപ്പ സർവേശ്വര, എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഭഗവാൻ ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രഭാഷണം ചെയ്യണമെന്ന് നിശ്ചയിച്ച 3 ദിവസമായിരുന്നു. ഭഗവാന്റെ കൃപ നമുക്കത് പുറത്തേക്കാക്കി കിട്ടി. കാരണം ഇന്ന് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന പ്രഭാഷണങ്ങളൊന്നും നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ പറ്റില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ്. പ്രകാശേട്ടനീ പ്രഭാഷണത്തിന് വിളിക്കുന്നതിന് മുമ്പ് എന്നോട് പരമേശ്വര സാർ വിളിച്ചിട്ട് പറഞ്ഞു, ശരത്തെ ഇങ്ങനെ 3 ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാതിരി ഒരു ഒഴിവുണ്ടോ എന്ന് ചോദിച്ചു. കറക്റ്റ് 3 ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം വള്ളിയൂർ 8 ദിവസം ഗണേശപുരാണം യജ്ഞം. അപ്പോൾ ഇന്നലെ വരെയും ഒരു നിവൃത്തിയില്ലാതെ, അപ്പോൾ കറക്റ്റ് ഭഗവാന്റെ ഒരു പ്ലാൻ പോലെയാണ് വാസ്തവത്തിൽ ഈ പ്രഭാഷണം വന്നുപെട്ടത്. അപ്പോൾ പ്രകാശേട്ടൻ പറഞ്ഞ പോലെ തന്നെ സാധാരണ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് മമ്മിയൂരെപ്പോഴും അവിടുത്തെ എല്ലാ പ്രഭാഷണങ്ങളുടെയും വിഷയം പ്രകാശേട്ടൻ പറയും, ശരത്തെ ഇങ്ങനെ ആവാം എന്ന് പറയും. അത് പറയുക പതിവ്. പക്ഷേ ഇതുവരെ പറയാത്ത ഒരു വിഷയം മേൽപ്പത്തൂരാണ്. ഞാൻ മേൽപ്പത്തൂർ ഇതുവരെ നാരായണീയത്തിലെ 36 ശ്ലോകങ്ങൾ എടുത്തിട്ട് നാരായണീയ രത്നമാല എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അദ്വൈതത്തിൻ്റെ ചാറ് ഏറ്റവും കൂടുതലുള്ള പ്രധാനപ്പെട്ട 36 ശ്ലോകങ്ങൾ 1036 ശ്ലോകങ്ങളിൽ നിന്ന് എടുത്ത് മുമ്പ് പറയുണ്ടായിട്ടെന്നല്ലാണ്ട് മേൽപ്പത്തൂർ എന്നുള്ള മഹാത്മാവിൻ്റെ ജീവിതത്തെക്കുറിച്ചോ ഗുരുവായൂരപ്പനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചോ ഒന്നും ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല. പൂന്താനം പല പ്രാവശ്യം പറയാൻ സാധിച്ചു. ജ്ഞാനപ്പാന മുഴുവൻ എറണാകുളം കരയോഗത്തിൽ വിസ്തരിച്ച് പറയാൻ സാധിച്ചു. വില്ലുമംഗല അനുസ്മരണ പ്രഭാഷണങ്ങളിലും കൂടെ വില്ലുമംഗലത്തിൻ്റെ തിരുനാവായ അടുത്തുള്ള ഇല്ലപ്പറമ്പിൽ അത് സാധിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കുറൂരമ്മടിയും ഭഗവാൻ പറയിപ്പിച്ചു. എല്ലാവരും എന്താ കുറൂരമ്മ പറയാത്തതെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നിരുന്നത്. ആരും ശ്രദ്ധിച്ചില്ല. മേൽപ്പത്തൂർ പറഞ്ഞിട്ടില്ല. അപ്പോൾ കറക്റ്റ് അത് കഴിഞ്ഞ് വിത്തിൻ ഒരാഴ്ചയുടെ ഉള്ളിലാണ് ഇതിനുള്ളൊരു അവസരം തരണം. അത് ഗുരുവായൂരപ്പൻ്റെ കൽപ്പനയാണ് എന്ന് കരുതിയിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാം. 3 ദിവസം കൊണ്ട് നമുക്ക് പറയാവുന്നത് പോലെ പറയാം. ബാക്കിയൊക്കെ ഭഗവാന്റെ കയ്യിലാണ്. ഞാൻ സാധാരണ പറഞ്ഞ മാതിരി എന്തെങ്കിലും നല്ലത് പറഞ്ഞത് ഗുരുവായൂരപ്പൻ പറഞ്ഞാണ്. അപ്പോൾ മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനെ കാണാൻ വന്ന ഉടനെ ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചിട്ടില്ല. മേൽപ്പത്തൂർ പുറത്തിരുന്നിട്ടാണ് അകത്തേക്ക് എത്തിയത്. അകത്തെത്തിയാണോ ഒരിക്കലും പിന്നെ പുറത്തേക്ക് പോയതുമില്ല. അത് ക്ഷേത്രം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയണത്. ഗുരുവായൂരപ്പൻ്റെ ഹൃദയത്തിലേക്ക് മേൽപ്പത്തൂർ പ്രവേശിച്ചിട്ട് പിന്നെ മേൽപ്പത്തൂരിന് തിരിച്ചൊരു മടക്കം വന്നില്ല. കാരണം മേൽപ്പത്തൂരിന് 2 ഗുരുനാഥന്മാരുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. ഒന്ന് മനുഷ്യ ഗുരുനാഥൻ, എല്ലാവർക്കും അറിയാം, തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി. പക്ഷേ ഗുരുക്കന്മാരുടെ ഗുരുനാഥൻ ഗുരുവായൂരപ്പൻ. ആ ഗുരുനാഥൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് മേൽപ്പത്തൂരിൻ്റെ പിന്നീടുള്ള ജീവിതം മുഴുവൻ. നമുക്കറിയുന്ന മേൽപ്പത്തൂർ ഒരു ഭക്ത പണ്ഡിതൻ. വിഭക്തിയും ഭക്തിയും അപൂർവമായിട്ടേ ഒന്നിച്ച് ചേരുള്ളൂ. അതൊരു മോശം കാര്യമല്ല. വിഭക്തിയും ഭക്തിയും ഒന്നിച്ച് ചേരുക എന്നുള്ളത് ഒരിക്കലും മോശം കാര്യമില്ല. പലരും പറയും പൂന്താനത്തിൻ്റെ എന്താ പറയുക, മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയെക്കാട്ടിലും എനിക്ക് പൂന്താനത്തിൻ്റെ ഭക്തിയാണ് ഇഷ്ടമെന്ന് ഭഗവാൻ പറഞ്ഞു എന്ന് മേൽപ്പത്തൂരിനെ ചവിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഞാൻ പറയും. ധാരാളം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പറഞ്ഞിട്ട് വേണം ഈ കഥയിലേക്ക് കിടക്കാൻ. അതിൽ നമ്മുടെ മനസ്സിൽ മേൽപ്പത്തൂരിനോടുള്ള നമ്മുടെ ആ ചിന്തയുടെ ആംഗിളെ മാറിപ്പോകും. ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടിട്ടോ അശരീരി ഉണ്ടായിട്ടോ അല്ലാതെ പറഞ്ഞത്. മേൽപ്പത്തൂരിന് സ്വപ്ന ദർശന കാണിച്ചു കൊടുത്തു. നാരായണീയം എഴുതാൻ വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ താമസിക്കുന്ന കാലത്ത് ആരോഗ്യം വീണ്ടെടുത്തു. ഒന്ന് നേരായി വരണ സമയത്താണ് പൂന്താനം പരിചയപ്പെടുന്നത് മേൽപ്പത്തൂരിനെ. പൂന്താനത്തിന് പ്രായം കൂടും. മേൽപ്പത്തൂരിനെക്കാട്ടിലും ചുരുങ്ങിയത് 20-25 വയസ്സ് കൂടും അദ്ദേഹത്തിന്. പക്ഷെ ആ മഹാത്മാവിൻ്റെ വിനയം, തൻ്റെ കൃതിക്ക് എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടോ എന്ന് അന്നൊന്ന് എഴുതി കൊണ്ടേ കാണിക്കും. എല്ലാ ദിവസവും ഒരാൾ ഇങ്ങനെ കുറച്ച് ജപിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ചോദിക്കുന്ന സമയത്തുള്ളൊരു നീരസം വെച്ചിട്ട് ആകെ ചോദിച്ചത് ഒറ്റ ചോദ്യമാണ്, ഇത് ഞാൻ തന്നെ നോക്കണം എന്നുണ്ടോ ഈ ഭാഷയിലുള്ള കവിതയൊക്കെ എന്ന് നാരായണീയ കർത്താവായിട്ടുള്ള
ആ മഹാത്മാവ് ചോദിച്ചു. കാരണം മേൽപ്പത്തൂരിന് മലയാളത്തിനോട് വലിയ പ്രതിപത്തി ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ശ്ലോകം, ഒരൊറ്റ പദ്യശകത പോലും അദ്ദേഹം മലയാളത്തിൽ എഴുതിയിട്ടില്ല. അത് മേൽപ്പത്തൂരിൻ്റെ ഒരു രസകരമായ അഹങ്കാരമാണ്. ഒരു രസകരമായ അഹങ്കാരമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് എന്താ സംഭവിച്ചത് വെച്ചാൽ, പൂന്താനത്തിന് മനസ്സ് നൊന്നു. ഭക്തൻ്റെ മനസ്സ് നൊന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇടപെടുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ അക്കാലത്ത് ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ ചുറ്റി നടന്ന് കാതോർത്ത് നടക്കുന്ന വ്യക്തികളെ പോലെ അല്ല. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പറയാത്തതും പറഞ്ഞു എന്ന് പറയും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ, ഗുരുവായൂർ പ്രദേശത്ത് തന്നെ അങ്ങനെയാണ്, പറയാത്തത് പറഞ്ഞു, നടക്കാത്തത് നടന്നു എന്ന് പറയുന്ന രസകരമായ ഭഗവാന്റെ മായയുടെ ഏറ്റവും വലിയ പവർ നിൽക്കുന്ന സ്ഥലമാണ്. അത് അദ്ദേഹം തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ട്രാപ്പാണ് അവിടെ. വേണ്ടവൻ മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് കരുതിയിട്ട്. കാരണം ഒന്നാം ദിവസം വന്നിട്ട് കഷ്ടപ്പെട്ട് ക്യൂവിൽ നിന്ന് തൊഴും, മാറി നിൽക്കും. രണ്ടാം ദിവസം ഒരുത്തനെ പരിചയപ്പെടും. മൂന്നാം ദിവസം ക്യൂ നിയന്ത്രിക്കാൻ നിൽക്കും. നാലാം ദിവസം കച്ചവടം തുടങ്ങും. അഞ്ചാം ദിവസം ഇങ്ങനെ ഉള്ള ഒരു സംസ്കാരം ഭഗവാൻ ജീവിച്ചിരുന്ന കാലത്തെ ഭഗവാന്റെ ചുറ്റും ആൾക്കാർ ചെയ്തിരുന്നത് അദ്ദേഹം ഇന്നും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയാണ്. ആ ഹോബി കാരണം ഭഗവാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേൽപ്പത്തൂരിനോട് എന്താ ഭഗവാൻ പറഞ്ഞതെന്ന് നമുക്ക് ആർക്കും കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല. വാസ്തവത്തിൽ മേൽപ്പത്തൂര് പറഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത് പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്ക് നിൻ്റെ വിഭക്തിയെക്കാട്ടിലും പ്രിയം എന്ന്. ആര് പറഞ്ഞിട്ടാണ് അറിയുന്നത്? മേൽപ്പത്തൂര് പറഞ്ഞിട്ടാണ് അറിയണത്. മേൽപ്പത്തൂരിന് സ്വപ്നത്തിലാണ് കാണിച്ചു കൊടുത്ത ഭഗവാൻ. അഹങ്കാരിയായിരുന്നു ആ മഹാത്മാവ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത് പറയാതിരിക്കാം. അഹങ്കാരിയായിരുന്നു അദ്ദേഹം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത് പറയാണ്ടിരിക്കാമായിരുന്നു. ഒരാളോട് പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്ന് നമ്മളെല്ലാവരും അറിയണത്. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. ഭഗവാൻ പറഞ്ഞു തന്ന എത്രയോ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് അതിനെതിരായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ നമ്മളൊക്കെ. ഭഗവാൻ അകത്തും പുറത്തും തെളിവ് സഹിതം പറഞ്ഞു തന്നിട്ടും ആത്മവഞ്ചന ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നമ്മളെക്കാട്ടിലൊക്കെ എത്രയോ ഉയരത്തിലുള്ള മേൽപ്പത്തൂരിൻ്റെ സ്ഥാനം. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ താൻ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തത് അവൻ സത്യസന്ധമായിട്ട് പറയുമോ എന്ന് പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷയിൽ ജയിച്ചവനാണ് മേൽപ്പത്തൂർ. ഇല്ലെങ്കിൽ ഈഗോ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാതിരിക്കും. അതുകൊണ്ട് മേൽപ്പത്തൂരിൻ്റെ ഭക്തി വിഭക്തി ഒന്നും തുലാസിലിട്ട് നോക്കാൻ നമ്മളാരുമല്ല. അത് ഗുരുവായൂരപ്പൻ തുലാസിലിട്ട് നോക്കിയിട്ടുണ്ട്. ഭക്തിയും വിഭക്തിയും അപൂർവമായിട്ട് ചേരുള്ളൂ. അത് മേൽപ്പത്തൂരിൽ വേണ്ടോളം ഗുരുവായൂരപ്പൻ ചേർത്തുകയും ചെയ്തിട്ടുണ്ട്. പണ്ട് കേട്ടുകേഴ്വിയുള്ളൊരു കഥ, മേൽപ്പത്തൂരിൻ്റെ ഒരുപക്ഷെ ജനനത്തിന് തന്നെ കാരണമാകാൻ ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഗുരുവായൂരപ്പൻ ഒരിക്കൽ ഉണ്ണിയായിട്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉൾവശത്ത് ഇങ്ങനെ ആ ചുറ്റമ്പലത്തിൽ കളിച്ച് നടക്കുന്ന സമയത്ത് നല്ല രസമായിട്ടുള്ള സംസ്കൃതത്തിലുള്ള ചില പദ്യങ്ങളൊക്കെ കേട്ടു അത്ര. ശിവശക്തിയായുക്തോ യതിഭവതി ശക്തപ്രഭവിതും എന്ന് പറഞ്ഞിട്ടൊക്കെ തുടങ്ങുന്ന ശ്ലോകങ്ങൾ കേട്ടപ്പോൾ ഇത് നല്ല രസമുള്ള ശ്ലോകമാണല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇങ്ങനെ ആ ഇടത്തിരിത്താവിലെ ഭഗവതർ വാതിൽമാടത്തിൻ്റെ അഴിക്കൂടെ ഉള്ളിക്ക് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഒരാൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഇങ്ങനെ സൗന്ദര്യലഹരിയിലെ ശ്ലോകങ്ങൾ ചൊല്ലി. അത് കേട്ട് കുറേ നേരം ലയിച്ചു നിന്നു, സന്തോഷമായി. പക്ഷെ തിരിച്ച് ശ്രീകോവിലേക്ക് നടക്കുമ്പോൾ ഇങ്ങനെ സങ്കടമായിട്ട് ആലോചിച്ചു അത്ര, എന്നെക്കുറിച്ച് ഇങ്ങനെ ആരെങ്കിലും എഴുതിയിരുന്നെങ്കിൽ. ആ ഒരൊറ്റ ഇച്ഛയിൽ അനന്തൻ ഭൂമിയിൽ ജനിച്ചതാണ് മേൽപ്പത്തൂരായിട്ടെന്ന്. അനന്താവതാരം എന്നാ പറയുക തമിഴ് സമ്പ്രദായങ്ങളിലൊക്കെ. മേൽപ്പത്തൂരിനെ മനസ്സുകൊണ്ട് വന്ദിക്കുമ്പോൾ തന്നെ വന്ദിക്കേണ്ട മറ്റൊരാളാണ് കേരളത്തിൻ്റെ പുറത്ത് നാരായണീയത്തിന് ഇത്രയും എത്തിച്ച സാക്ഷാൽ ശേങ്കാളിപുരം അനന്തരാമ ദീക്ഷിതരെ. ഒരിക്കലും ഗുരുവായൂരിനോ ഗുരുവായൂരുകാർക്കോ ഗുരുവായൂരപ്പ ഭക്തർക്കോ അവരെ മറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഞാൻ കഴിയുന്നത്ര ചുരുക്കി ഇന്നത്തെ ദിവസം മേൽപ്പത്തൂരിൻ്റെ ജീവിതം, ജന്മം തൊട്ട് അദ്ദേഹത്തിൻ്റെ
ഒരുപക്ഷെ നാരായണീയ രചന കാലം വരെയും കാലത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഒന്ന് ചുരുക്കി പറഞ്ഞ് നാളത്തെ ദിവസം നാരായണീയ രചന മാത്രം പറഞ്ഞ് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ മോക്ഷം വരെയുള്ള കാലം, അല്ലെങ്കിൽ ആ മോക്ഷത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു എന്ന് പറയണം എന്നാണ് മനസ്സിൽ വിചാരിക്കണം. ബാക്കിയൊക്കെ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്താ നിശ്ചയിക്കണം. അതുപോലെ നമ്മൾക്കൊക്കെ 27 വയസ്സിൽ ഗുരുവായൂർ എത്തിച്ചേർന്ന് 100 ദിവസം കൊണ്ട് ഒരു ചിങ്ങമാസത്തിൽ തുടങ്ങി ഒരു വൃശ്ചിക മാസത്തിൽ എഴുതി അവസാനിപ്പിച്ച നാരായണീയത്തിൻ്റെ ആ കാലയളവിലുള്ള മേൽപ്പത്തൂരിൻ്റെ കഥയെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ജനത്തിന് അറിയുള്ളൂ, അതേ പറയാറുള്ളൂ. പക്ഷേ ഈ നാരായണീയത്തിന് മുൻപും നാരായണീയത്തിന് ശേഷമുള്ള ഒരു അതിവിശാലമായിട്ടുള്ള ജീവിതഭൂമിക മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്കുണ്ട്. അതൊരു ചില്ലറക്കാരൻ്റെ ജീവിതഭൂമികയല്ല. ചില ഹൈലൈറ്റുകൾ മാത്രം പറഞ്ഞിട്ട്, ട്രെയിലർ മാത്രം പറഞ്ഞിട്ട് വിശദാംശങ്ങളിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാരായണി അവിടെ മാറ്റിവെക്കുക, അത് ഒരു വിശേഷം അക്ഷര രൂപത്തിലുള്ള ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പനൊരു സ്വഭാവമുണ്ട്, പുസ്തകം പോലും തൻ്റെ പേരിൽ വേണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. ഒരു ക്ഷേത്രത്തിന് സ്വന്തമായിട്ടൊരു ബുക്ക്, തൻ്റെ പേരിൽ ഒരു പുസ്തകം വേണം, അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നാരായണ. അതൊരു ലീഗ് അപ്പാർട്ടാണ്. നാളെ നമ്മൾ ആ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ അതിന് മാത്രം നമ്മൾ മാറ്റിവെക്കുന്നത്. ഭട്ടതിരിപ്പാടിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കൃതി പ്രക്രിയാ സർവസ്വം എന്ന് പറയും. സംസ്കൃത വ്യാകരണത്തിൽ ഏറ്റവും ഉയർന്ന ഒരു ഗ്രന്ഥമാണ്. അത് ഭട്ടതിരി എഴുതുന്നത് ഈ നാരായണി എഴുതി കഴിഞ്ഞതിന് ശേഷമാണ്. പ്രക്രിയാ സർവസ്വത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണഗതിയിൽ പാണിനി പറഞ്ഞതും പാണിനി പഠിപ്പിച്ചതും പാണിനിയുടെ വ്യാഖ്യാനങ്ങളും മാത്രമാണ് സംസ്കൃതം ഗ്രാമർ എന്ന് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് വിശ്വസിച്ച് വരുന്ന ഒരു ജനതയുടെ ഇടയിലേക്ക് ഇതാ പുതിയ വ്യാകരണത്തിൻ്റെ ഒരു വഴി എന്ന് പറഞ്ഞിട്ട് സ്വതന്ത്രമായൊരു വ്യാകരണ ഗ്രന്ഥം എഴുതാൻ നട്ടലുണ്ടായ ഏക പണ്ഡിതൻ, അതിലുള്ള ധൈര്യം കാണിച്ച പണ്ഡിതൻ. പാണിനിയുടെ ഗ്രന്ഥങ്ങൾ അവസാന വാക്കല്ല എന്ന് ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ച ഒരുപക്ഷെ ഇന്ത്യയിലെ എക്കാലത്തിൽ ഏക പണ്ഡിതൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുണ്ട്. ആ ഭട്ടതിരിയുടെ പ്രക്രിയാ സർവസ്വത്തിൻ്റെ മാതൃകയാക്കിയിട്ടാണ് ഭട്ടോജി ദീക്ഷിതൻ സിദ്ധാന്ത കൗമുദി എഴുതിയത്. സംസ്കൃതം പഠിച്ചവരൊക്കെ പഠിക്കണ്ടാവും. സിദ്ധാന്ത കൗമുദി വാസ്തവത്തിൽ എങ്ങനെയാണോ പുടയൂർ നാരായണൻ 14-ാം നൂറ്റാണ്ടിൽ എഴുതിയ പുടയൂർ ഭാഷ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിനെ സാമൂതിരിയുടെ സഹായം കൊണ്ട് മാത്രം പൊളിറ്റിക്കൽ ശക്തി കൊണ്ട് മാത്രം തന്ത്രസമുച്ചയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രന്ഥം അതിക്രമിച്ച് അതിൻ്റെ അങ്ങനെ കോപ്പിയുണ്ട്, അങ്ങനെ കോപ്പി എടുത്തു വെച്ചിട്ടുള്ളതാണ് തന്ത്രസമുച്ചയം. അതിൻ്റെ യഥാർത്ഥ കർത്താവ് പുടയൂർ വാസുദേവനാണ്. ആ പുടയൂർ വാസുദേവൻ്റെ ഗ്രന്ഥത്തിന് എങ്ങനെയാണോ അതേപോലെ പ്രക്രിയാ സർവസ്വത്തിന് ഓൾമോസ്റ്റ് അതേപടി എടുത്തു വെച്ച പോലെയാണ് സിദ്ധാന്ത കൗമുദി. അതുകൊണ്ട് എന്തുണ്ടായി, ഭട്ടതിരിക്ക് കിട്ടേണ്ട റെക്കഗ്നിഷൻ ഭട്ടതിരിക്ക് ഇന്നും കിട്ടിയിട്ടില്ല ആസ് എ ഗ്രമേറിയൻ. അത് ചെറിയൊരു കോൺട്രിബ്യൂഷൻ അല്ല. 2, ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണം ഒത്തിട്ടുള്ള ഒരു യാത്രാവിവരണം സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ളത് ഭട്ടതിരിപ്പാടാണ്. ഗോശ്രീ നഗര പ്രശസ്തി എന്നാണ് അതിൻ്റെ പേര്. കൊച്ചി നഗരത്തിൻ്റെ വർണ്ണന. ഗോശ്രീ നഗരച്ച കൊച്ചി, ഗോശ്രീ എന്നുള്ള സംസ്കൃത വാക്കാണ് ഗോച്ചി കൊച്ചി ഇങ്ങനെ ആയി മാറിയത് നാടൻ ഭാഷയിൽ. ഇത് 2 കൃതികളെ ഞാൻ ആകെ പറഞ്ഞു. ഭട്ടതിരി എഴുതി കൂട്ടിയിട്ടുള്ള ഒറ്റ ശ്ലോകങ്ങളും പ്രബന്ധങ്ങളും എണ്ണമറ്റ പാഞ്ചാലി സ്വയംവരവും രാജസൂയും അത് ഓരോന്നും എത്രമാത്രം ലക്ഷണയുക്തമായിട്ടുള്ള രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷ ഇങ്ങനെ കയ്യിൻ്റെ ഉള്ളിലിട്ട് അമ്മാനാടിയിട്ടുള്ള ആളായിരുന്നു. ഒരു ലളിതമായിട്ടൊരു എക്സാമ്പിൾ മറ്റൊരു മഹാത്മാവിൻ്റെത് വെച്ചിട്ട് പറഞ്ഞു തരാം. ഭട്ടതിരിയുടെ ഭാഷ കൊണ്ടുള്ള കളികൾ നമുക്കെല്ലാം തൊട്ടുപോകാൻ സമയമില്ല. കൈക്കുളങ്ങര രാമവാര്യർ ഒരിക്കൽ ബ്രാഹ്മണരിരുന്ന് ഊണ് കഴിക്കണം, പന്തിയിലിരുന്ന് ഊണ് കഴിച്ചിട്ട് അദ്ദേഹം ഇലയെടുക്കാണ്ട് എണീച്ചു. ഈ കുന്നംകുളത്തിൻ്റെ അടുത്തുണ്ടായ സംഭവം. അദ്ദേഹം എഴുന്നേറ്റപ്പോൾ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയാൾ ഇരുന്ന സ്ഥലത്ത് ചാണകവെള്ളം തെളിക്കുന്നു. അദ്ദേഹം ഉടനെ തന്നെ കിണ്ടിയിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വട്ടത്തിൽ വെള്ളം വീഴ്ത്തി, ഒരു ചാണകത്ത് വെള്ളം വീഴ്ത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ചാണകത്തിന് ചാണകം എന്ന് പേര് വരുന്നത് എങ്ങനെ വീണാലും ഒരു ചാൺ അകത്തിൻ്റെ ഉള്ളിൽ വീഴുന്നത് കൊണ്ടാണ്. അതാണ് സംസ്കൃത വാക്കാണ്. ഇത്രയ്ക്കും മണ്ടേനായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു വാക്കിൽ പോലും
അർത്ഥം കണ്ടെത്തി അതിനെ പിടിക്കാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ കാക്കശ്ശേരിയെ പോലെ ഉദണ്ഡശാസ്ത്രികളെ തോൽപ്പിക്കാൻ 8 വയസ്സുള്ള കാക്കശ്ശേരി സാക്ഷാൽ എന്താ പറയുക, രേവതി പട്ടത്താന സദസ്സിലേക്ക് കയറി വന്നപ്പോൾ കളിയാക്കിയിട്ട് ശാസ്ത്രികൾ പറഞ്ഞു ആകാരോ ഹ്രസ്വഹ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നഹി നഹി അകാരോ ഹ്രസ്വഹ ആകാരോ ദീർഘ. അകാരമാണ് ഹ്രസ്വം, എന്നുള്ളത് ദീർഘമാണോ, ശരിയല്ലേ? ഇദ്ദേഹം ശരീരത്തിനെ പറഞ്ഞത്, കുട്ടി അക്ഷരത്തിനെ പറയണത്. അങ്ങനെ കൊടുത്തു വാങ്ങാനുള്ള ബുദ്ധികൂർമ്മത ഭട്ടതിരിപ്പാടിൽ വളരെ നേരത്തെ ഉണ്ടായിരുന്നു. സകല കർമ്മങ്ങളും, താൻ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും കൃഷ്ണന് അർപ്പിക്കപ്പെടട്ടെ, അഘാസുരനെ വധിച്ച നിന്റെ കഥകളിൽ എൻ്റെ ബുദ്ധി എപ്പോഴും രമിക്കട്ടെ എന്ന് എഴുതിയവനായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. മറ്റെത്രയോ അസുരന്മാരെ കൊന്ന കഥ വേണമെങ്കിൽ പറയാം. എന്തിനാ അഘാസുരൻ്റെ കഥ പറഞ്ഞത്? അത് മനസ്സിലാക്കിയാലേ ഭട്ടതിരിയുടെ മനസ്സെന്താന്ന് നമുക്ക് കിട്ടും. അഘം ചാൽ പാപം. വേദത്തിലൊരു മന്ത്രമുണ്ട്, അഘമർഷണ സൂക്തം എന്ന് പറയും. അഘമർഷണ സൂക്തം ചെല്ലും, വേദം പഠിച്ചവർക്കൊക്കെ അറിയാം അഘമർഷണ സൂക്തം. പാപം പോകാൻ വേണ്ടിയിട്ട് ചെല്ലുന്നതാണ്. അഘാസുരൻ പാപരൂപിയാണ്. പാപത്തെ നശിപ്പിച്ച് കളഞ്ഞവനാണ് അഘാസുരനെ വധിച്ചവൻ. അവനിൽ എൻ്റെ ബുദ്ധി രമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 27 വയസ്സിൽ നാരായണി എഴുതി. 30 വർഷം കഴിഞ്ഞ് 57ാമത്തെ വയസ്സിൽ പ്രക്രിയാസർവസ്വം എഴുതി. ഭക്തിയുടെ പടി ചവിട്ടി കയറിയിട്ടാണ് വലിയ സ്കോളർലി ഗ്രന്ഥങ്ങൾ എഴുതുന്നത്. വ്യാസമഹർഷിക്ക് പോലും കിട്ടാത്ത ഭാഗ്യമുണ്ട്. വ്യാസമഹർഷി പാണ്ഡിത്യത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അതൃപ്തി വന്നിട്ടാണ് പിന്നെ ഭക്തിയുടെ ഗ്രന്ഥങ്ങൾ എഴുതിയത്. അപ്പോൾ വ്യാസമഹർഷിയെക്കാട്ടിലും ഭാഗ്യം ചെയ്ത ആളാണ്. കാരണം ചെറുപ്പത്തിലേ ഭക്തി രുചിക്കാൻ സാധിച്ചു. സകലതും കൃഷ്ണാർപ്പണമായിട്ട് ചെയ്തു. അദ്ദേഹത്തിനെ ഒരു പണ്ഡിത കവി എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ എപ്പോഴും എഴുന്നള്ളിച്ച് പറയാറ്. വിദ്വാൻ മച്ചാട്ടളയത് എഴുതിയിട്ടുള്ള ഒരു ശ്ലോകം ഒന്ന് പറയാം. ആ ശ്ലോകം കേട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. മേൽപ്പത്തൂരിൻ്റെ കൃഷ്ണഭക്തി മനസ്സിലാകാതെ പൂന്താനത്തിൻ്റെ കൃഷ്ണഭക്തി മനസ്സിലാക്കാൻ ആരും മെനക്കെടണ്ട. പൂന്താനത്തിലേക്കുള്ള ഗേറ്റാണ് ഗുരുവായൂരപ്പൻ വെച്ചിട്ടുള്ളത് മേൽപ്പത്തൂരിൽ. മേൽപ്പത്തൂരിനെ അറിഞ്ഞാലാണ് പൂന്താനത്തിൻ്റെ ഹൈറ്റ് മനസ്സിലാവുക. പൂന്താനത്തിനെ മനസ്സിലാക്കിയാലാണ് കുറൂരമ്മയുടെ ഹൈറ്റ് മനസ്സിലാവുക. നേരെ നമ്മൾ കരുതുന്ന നേരെ റിവേഴ്സിലാണിത് കിടക്കുന്നത്. ഭക്തി സജ്ജന സംഗമാത്ര സുലഭാ തത്വാർത്ഥബോധപ്രദ സർവേഷാം ഗുണവൃദ്ധി കൃദ്വിജയതേ നൈവം വിഭക്തി വിഭോ ലഭ്യാശാസ്ത്ര പരിശ്രമാദിതനുദേ സാചാർത്ഥവേദാൻ ബഹു വൃദ്ധിം ക്വാപി ഗുണം ജഗത്രചിതദേ സ്വദ്ഭക്തിമേവാശ്രയ. സ്തോത്രപഞ്ചാശിക എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മച്ചാട്ടളയത് എഴുതിയതാണ്. ഭക്തി എന്ന് പറയുന്നത് സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട് എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടില്ല. സജ്ജന സംസർഗം ഉണ്ടായാൽ ശാസ്ത്രം പഠിച്ചിട്ടുള്ള വിഭക്തി വളരെ ചുരുക്കം പേർക്കേ കിട്ടുള്ളൂ. ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഭക്തിയും വിഭക്തിയും ഒരാളിൽ വരുള്ളൂ. ഇത് രണ്ടും ഒരാളിൽ വരിക എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. എന്നിട്ട് പറയുക, ഭാഗവതത്തിൽ ഉദ്ധവരെ പോലെ അറിവ്, പാണ്ഡിത്യവും ഭക്തിയും ഒന്നിച്ചൊരാളിൽ കാണുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള ഒരാൾ ആ അനന്തൻ്റെ അംശസംഭവനായിട്ടുള്ള ഈ മഹാത്മാവ് തന്നെയാണ് എന്ന് ഉള്ളൂരും പറഞ്ഞു വെച്ചിട്ടുണ്ട്, മച്ചാട്ടളയെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നാരായണീയ ഗ്രന്ഥത്തിൻ്റെ രചനടി അതേപോലെ പ്രക്രിയാസർവസ്വം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം എഴുതുന്നതിൻ്റെ ആ കാലഘട്ടത്തിൽ ഇടയിലുള്ള ഒരു കാലഘട്ടത്തിൽ എവിടെയോ വെച്ചിട്ടാണ് കുന്താനത്തിൻ്റെ ജ്ഞാനപാന ഭട്ടതിരി പരിശോധിച്ചിട്ടുള്ളത്. നമ്മുടെ ഉള്ളൂരിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കേരള സാഹിത്യ ചരിത്രത്തിൽ അനവധി ഭാഗങ്ങളാണ് ഭട്ടതിരിക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുള്ളത്. ഉള്ളൂർ സാധാരണ എഴുതുമ്പോൾ ഉള്ളൂർ പരമേശ്വരയ്യർ മഹാത്മാവ്
അദ്ദേഹം ഓരോ വരി എഴുതുമ്പോഴും വളരെ വിമർശന ബുദ്ധിയോട് കൂടിയിട്ടും സൂക്ഷ്മമായിട്ടും എഴുതും. ഇന്നത്തെ മാതിരി ചാറ്റ് GPT ഗൂഗിളോ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഒരു സൗകര്യമില്ലാത്തൊരു കാലത്ത് തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് അദ്ദേഹം കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ജനിച്ച എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇരുന്നവരുടെ വരെ അറിവുകൾ ശേഖരിച്ച് അതിനെ മുഴുവൻ ക്രോഡീകരിച്ച ഒരു അതിബൃഹത്തായിട്ടുള്ള ഗ്രന്ഥാവലിയാണ് ആദ്യകാലത്ത് 5 വോളിയത്തിലോട്ട് പബ്ലിഷ് ചെയ്ത കേരള സാഹിത്യചരിത്രം. അതിൽ മേൽപ്പത്തൂരിന് മാത്രമായിട്ടൊരു വലിയ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഈ പ്രഭാഷണം ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരും ഇനി ഇതിൻ്റെ റെക്കോർഡിംഗ് നാളെ കേൾക്കുന്നവരും അല്ലെങ്കിൽ ഇപ്പോൾ ലൈവ് കാണുന്നവരും താല്പര്യമുള്ളവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിക്കേണ്ടതാണ്. അത് തുടങ്ങുന്നത് തന്നെ അതിഗംഭീരമായിട്ടുള്ളൊരു ശ്ലോകത്തോട് കൂടിയിട്ടാണ്. ഭട്ടതിരിപ്പാടിനെ നമസ്കരിക്കുന്നത്, ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്ന പോലെ ഭട്ടതിരിയെ നമസ്കരിക്കുകയാണ്. മോക്ഷാക്തിസാരതര ഭാഗവതാഖ്യമഗ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഘ പരിതപ്ത ജനായ യോധ നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. മോക്ഷത്തിന് എന്തൊക്കെ അറിവുണ്ടോ അതിൻ്റെ മുഴുവൻ സാരമായിട്ടുള്ള ആ ഭാഗവതത്തിനെ പാൽക്കടൽ കടഞ്ഞതുപോലെ കടഞ്ഞ് അതിന്ന് നാരായണീയമായുള്ള ആ അമൃതെടുത്തിട്ട് മായയുടെ പിടിയിൽ നിന്ന് നമ്മളെയൊക്കെ മോചിപ്പിച്ചിട്ടുള്ള നാരായണ അവനിസുര, ഭൂമിയിലുള്ള ദേവനെ, ഭൂദേവന്മാരെ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ, ഭൂമിയിലുള്ള ദേവൻ ഭൂദേവൻ, അവനിസുര പിന്നെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ചിട്ട് ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കും, ശങ്കര ഭഗവത്പാദർ കഴിഞ്ഞാൽ പിന്നെ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ, അത് നെൽപ്പത്തൂരാണ്. വേണമെങ്കിൽ ഇടയിൽ ഒരാളെ പറയാം, അത് വില്ലുവങ്കലാണ്. സംസ്കൃതം കൊണ്ട് ഭഗവാനെ ഉപാസിച്ചിട്ടുള്ളവരിൽ ആചാര്യസ്വാമികളുടെ മുകളിൽ ഒരാളില്ല. അത് ആകാശമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാനം. അതിനെ നമുക്ക് ഒരിക്കലും അതിന് തുല്യം എന്ന് പറയാൻ ഒരാളില്ല. പരമാചാര്യർ പറഞ്ഞ പോലെ, ചന്ദ്രശേഖര സരസ്വതി സ്വാമികൾ പറഞ്ഞ പോലെ, കാഞ്ചി പെരിയവ ആചാര്യൻ എന്ന് പറഞ്ഞാൽ അത് ശങ്കരൻ, വേറെ ആരും ആചാര്യൻ എന്ന് പറയാൻ പാടില്ല. ബാക്കിയുള്ളവരൊക്കെ പേര് ചേർത്തിട്ട് ആചാര്യൻ എന്ന് പറയാം. സുരേശ്വരാചാര്യർ, ഭാസ്കരാചാര്യർ എന്നൊക്കെ പേര് ചേർത്ത് പറയാം. ആചാര്യൻ എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ടോ അത് ഭഗവത്പാദരായിരിക്കും, വേറെ ആരുമല്ല. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കർണാമൃതത്തെ കൊണ്ട് ലീലാശുകൻ എന്ന നാമത്തിൽ വില്ലുമംഗലം ഭഗവാനെ സേവിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഭട്ടതിരിയാണെന്നാണ്. അതിമാനുഷനായിട്ടുള്ള ഒരാളാണ് ഭട്ടതിരി എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് നെൽപ്പത്തൂർ. കൊല്ലം 735 കൊല്ലവർഷം 16-ാം നൂറ്റാണ്ടിൽ വെട്ടത്ത് രാജാവിൻ്റെ ഭരണത്തിൽ ഉണ്ടായിരുന്നൊരു പ്രദേശത്ത്, വെട്ടത്ത് നാട്, വെട്ടം ച പ്രകാശം, അറിവിൻ്റെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന നാട് എന്ന് വെട്ടത്ത് നാടിൻ്റെ അർത്ഥം. സാക്ഷാൽ തുഞ്ചത്താചാര്യനും ജനിച്ചത് അവിടെ തന്നെയാണ്. ആ വെട്ടത്ത് രാജവംശമാണ് ആചാര്യനെ, തുഞ്ചത്താചാര്യൻ്റെ ജീവൻ രക്ഷിച്ചിരുന്നത്. അവരുടെ എഴുത്തുപള്ളിയിൽ എല്ലാവർക്കും അക്ഷരം പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അത് സാമൂതിരിപ്പാടിന് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് വെട്ടത്തെ കോവിലകം കത്തിക്കും, എഴുത്തച്ഛൻ്റെ കുടുംബത്തിനെ വേര് പറിച്ച് രാജ്യത്തു നിന്ന് നിഷ്കാസനം ചെയ്യുകയൊക്കെ ചെയ്തത്. പണ്ട് മഹാന്മാരായിട്ടുള്ള പല ആചാര്യന്മാരും ഭാഗവതം പറയുമ്പോൾ, ഗുരുവായൂരൊക്കെ കഥകൾ പറയുമ്പോൾ അവർ ഭക്തിയുടെ പരകോടിയിൽ അവർ ചില കഥകൾ പറയും. ഭട്ടതിരിപ്പാട് 99 ദിവസം നാരായണീയം എഴുതി കഴിഞ്ഞ് 100ാമത്തെ ദിവസം രാവിലെ എഴുതാനിരിക്കുന്ന സമയത്ത് എഴുത്തച്ഛൻ വന്നു എന്നും എന്തായി എന്ന് ചോദിച്ചു. അപ്പോൾ അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് എഴുതാറുണ്ട്. പക്ഷെ ചരിത്രത്തിൽ പൊന്നു ഗുരുവായൂരപ്പനെ കാണാനുള്ള ഭാഗ്യം തുഞ്ചത്താചാര്യന് ജീവിതകാലത്ത് ഉണ്ടായിരുന്നില്ല, കുറൂരമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല. ഇവർ 2 കൂട്ടരും ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കണ്ടിട്ടില്ല. കുറൂരമ്മയെ കൊണ്ടുവരാൻ ആരുമില്ലായിരുന്നു. ഏകാന്തയായിട്ട് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തനിച്ച് ജീവിതമുള്ള ഒരു അവസ്ഥ. ആചാര്യൻ സാമൂതിരിയുടെ നാട്ടിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ തല വെട്ടും. 8 കൊല്ലം കാലിൽ ചങ്ങലക്കിട്ടിട്ടാണ് ചമ്രവട്ടത്തിട്ടത്. അന്ന് ചക്കിൻ്റെ ശബ്ദം ശിവശിവ രാമരാമ എന്ന് കേട്ടിട്ടാണ് അധ്യാത്മരാമായണം മലയാളത്തിൽ എഴുതുന്നത്. കാലിൽ മലമൂത്ര വിസർജനത്തിന് പോലും പോകാൻ പറ്റില്ല, ആ ചങ്ങല കടയ്ക്കാൻ. അതറിഞ്ഞിട്ട് അദ്ദേഹത്തിനെ വധിക്കാൻ വീണ്ടും കൽപ്പന വന്നപ്പോഴാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഇടപെട്ടിട്ട് നാട് കടത്തിച്ചിട്ട് ജീവൻ രക്ഷിച്ചത്.
തിരുവാവാടുതുറ ആധീനത്തിലേക്ക് പോയി താൻ പഠിച്ച സ്ഥലത്തേക്ക്. അവിടെ നിന്നാണ് ഈ അടുത്ത കാലത്ത് പാർലമെൻറ്റിലേക്ക് ആ ചെങ്കോല് കൊണ്ടുവച്ചത്. അത് എഴുത്തച്ഛൻ്റെ ഗുരുകുലമാണ്. അവിടുന്ന് വന്ന് പാലക്കാട് കൊച്ചി രാജാവിൻ്റെ സ്ഥലമായതുകൊണ്ട് ചിറ്റൂർ വന്ന് ഒരു പഠനാശ്രമം കെട്ടി കേരളത്തിലുള്ള എല്ലാ കേരള ബ്രാഹ്മണർക്കും കത്തയച്ചു, ഞാനൊരു എഴുത്തുപള്ളി തുടങ്ങുകയാണ്, ഇവിടെ വന്ന് പഠിപ്പിക്കണം. സാമൂതിരിയെ പഠിച്ചിട്ട് ആരും വന്നില്ല. അവസാനം തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് ബ്രാഹ്മണരെ കൊണ്ടുവന്നിട്ട് ചിറ്റൂർ അഗ്രഹാരം സ്ഥാപിക്കുകയും അവിടെ ഹരിയെയും ഹരനെയും പ്രതിഷ്ഠിക്കുകയും സ്വന്തം ശ്രീചക്രം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആചാര്യൻ. അങ്ങനെ പ്രതിഷ്ഠിച്ച് നാളെ സ്കൂളിൻ്റെ ഇനോഗ്രേഷനാണ്. ഇന്ന് രാത്രി സാമൂതിരിയുടെ പട ഗായത്രിപ്പുഴ കടന്നു വന്ന് കത്തിച്ചു. ഭാഗവതം മലയാളത്തിൽ കിളിപ്പാട്ടായിട്ട് എഴുതി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവൻ കത്തിപ്പോയി. പിന്നെ അപൂർണമായിട്ട് ഓർമ്മയെന്ന് എടുത്ത് എഴുതിയതാണ് ഇന്ന് ഭാഗവതം കിളിപ്പാട്ട് എന്ന് പറയുന്നത്. ഇപ്പം തെക്കൻ നാടുകളിലൊക്കെ ഭാഗവതം കിളിപ്പാട്ടാണ് കൂടുതൽ പ്രചാരം. വാസ്തവത്തിൽ അതൊരു അപൂർണ കൃതിയാണ്. അതിന് പൂർണ്ണതയില്ല. പാട്ടായിട്ട് പാടാം, ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റിന് കൊള്ളാമെന്നേ ഉള്ളൂ. സംസ്കൃത ഭാഗവതത്തിൻ്റെ പൂർണ്ണത അതിനില്ലാണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത് തുഞ്ചത്ത് എഴുത്തച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എന്തിനാണ് ആചാര്യനിലേക്ക് ഇത് പോയതെന്ന് വെച്ചാൽ, ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഭട്ടതിരി എത്തിച്ചത് എഴുത്തച്ഛനാണ്. അത് ഈ ചിറ്റൂരിലെ ജീവിതകാലത്താണ് സംഭവിക്കുന്നത്. ഈ ഭാഗവതം ഓർമ്മയെന്നെടുത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഒരു ദിവസം ഭട്ടതിരിയുടെ ദൂതം വരുന്നതും വാദമാണെന്ന് പറയുന്നതും മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞയക്കുന്നതും ഒക്കെ ഈ കാലയളവിലാണ് സംഭവിക്കുന്നത്. അപ്പം ഭട്ടതിരിപ്പാടിൻ്റെ ജനനകാലത്തേക്ക് തന്നെ വരാം. വെട്ടത്ത് രാജാവിൻ്റെ ഭരണത്തിൽ ഉൾപ്പെട്ടിരുന്ന മലബാർ ജില്ലയിൽ അക്കാലത്ത് പൊന്നാനി താലൂക്കിൽ കുറുമ്പത്തൂർ അംശം, ഇന്ന് തിരുനാവായ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരമാണ്, വളരെ അടുത്താണ് ഈ സ്ഥലം. ചന്ദനക്കാവ് എന്നൊക്കെ പറയും ആ പ്രദേശം. ഇന്ന് ഗുരുവായൂർ ദേവസ്വം അവിടെ ഒരു സ്മാരകമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഗൃഹം നിന്നിരുന്നത് ഈ ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു നാഴിക നടന്നാൽ എത്തിച്ചേരാവുന്ന ദൂരത്തിൽ കിഴക്ക് വശത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. അത് പിൽക്കാലത്ത് ഭട്ടതിരിപ്പാടിൻ്റെ കാലത്തിന് ശേഷം ഭട്ടതിരിപ്പാട് വിവാഹിതനായിരുന്നോ ഇല്ലയോ എന്ന് ഇന്നും നമുക്ക് ഒരു ഐഡിയയും ഇല്ല. പൂന്താനത്തിന് പത്നി ഉണ്ടായിരുന്നു നമുക്കറിയാം, കുറൂരമ്മ വിധവയായിരുന്നു എന്നറിയാം, വില്ലമംഗല സ്വാമിയാർ സന്യാസിയായിരുന്നു എന്നറിയാം. ഭട്ടതിരിപ്പാട് വിവാഹിതനായിരുന്നോ അല്ലയോ നിത്യബ്രഹ്മചാരിയായിരുന്നോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ ഇല്ലം അന്യം നിന്ന് മറവഞ്ചേരി ഇല്ലത്തിൽ ലയിക്കുകയും ചെയ്തു. അവരുടെ സ്വത്തുക്കളൊക്കെ അതോട് കൂടിയിട്ട് അന്യാധീനപ്പെട്ടുപോയി. പ്രക്രിയാസർവസ്വത്തിൻ്റെ അവസാനത്തിൽ ഗുരുവായൂരപ്പ ഭട്ടതിരി തൻ്റെ ഇല്ലത്തിനെ പറ്റിയിട്ടൊരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. ഭൂഖണ്ഡേ കേരളാക്യേ സരിതമിഹ നിളാമുത്തരേണൈവനാവാ ക്ഷേത്രേ ഗവ്യൂതി മാത്രേ പുനരുപരിനവ ഗ്രാമനാംനി സ്വധാംനി. ഉപരിനവഗ്രാമം എന്ന് പറയുന്നത് തിരുനാവായ. സ്വധാംനി ധർമ്മിഷ്ടാത് ഭട്ടതന്ത്രാദ്യഖില മതപടോ മാതൃദത്തദ്വിജേന്ദ്ര ജാതോ നാരായണാഖ്യോ നിരവഹതുതലാം ദേവനാരായണാജ്ഞം എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ദേവനാരായണൻ എന്ന് പറയുന്നത് അമ്പലപ്പുഴ രാജാവിനെയാണ്. ആ രാജാവിൻ്റെ കൽപ്പനപ്രകാരം ഞാൻ എഴുതുന്നു. ഞാൻ ആരാ? ഞാനിങ്ങനെ തിരുനാവായ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഉപരിനവഗ്രാമത്തിൻ്റെ അടുത്ത് മേൽപ്പത്തൂർ എന്ന് പറയുന്നത് ഉപരിനവം. ഉപരിനവമാണ് മേൽപുത്തൂർ. മേൽപുത്തൂരാണ് ശരിക്കും, മേൽപ്പത്തൂരല്ല, മേൽപുത്തൂർ എന്ന ഗൃഹത്തിൽ മാതൃദത്തൻ എന്ന് പറയുന്ന പണ്ഡിതൻ്റെ പുത്രനായിട്ടാണ് എൻ്റെ ജനനം. ആ ഞാൻ നാരായണനാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് പറയണു. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഭട്ടവിദ്യയിൽ അതീവ നിഷ്ണാതനായിരുന്നു. എന്താ ഭട്ടവിദ്യ? പൂജ കഴിക്കുക. പഴയ കാലത്ത് നമ്പൂതിരിമാരിൽ യാഗം ചെയ്യുന്നവരാണ് ഏറ്റവും ഉയർന്ന ആൾക്കാർ. അവർ ഭട്ടവൃത്തി ചെയ്യില്ല, പൂജ കഴിക്കില്ല. കാരണം പൂജയിൽ ആവാഹനമുണ്ട്, ഉദ്വസനമുണ്ട്. ഉദ്വസനം ഹിംസയാണ്. കൂടുതൽ വിസ്തരിക്കുന്നില്ല, അവിടെ ഇരിക്കുന്നവർക്കൊക്കെ അത് എന്താണെന്നറിയും. ഭഗവാനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ ജന്മം കൊടുക്കുന്നതിന് തുല്യം. ഉദ്വസിച്ച് കളഞ്ഞാൽ അത് ഹിംസയ്ക്ക് തുല്യമായതുകൊണ്ട് അതുപോലും ഹിംസ ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് യാഗം ചെയ്യുന്നവർ ഭട്ടവൃത്തി ചെയ്യില്ലേ. അതുകൊണ്ട് ഭട്ടവൃത്തി ചെയ്യുന്നവർ രണ്ടാം കടയിൽ. വേദം പഠിപ്പിക്കുന്ന മൂന്നാം വിഭാഗം ഉണ്ടായിരുന്നു, ഓദിക്കന്മാർ. നാലാമത്തെ വിഭാഗം വേദം പഠിപ്പിക്കാൻ പാടില്ല, ഓത്തില്ലാത്ത നമ്പൂതിരിമാർ. അതിൽ ആ നാലാമത്തെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ പെട്ടവരായിരുന്നു പൂന്താനം. അവർക്ക് പുരാണം വായിച്ചേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൂന്താനത്തിൻ്റെ ഉപജീവനം എന്ന് പറയുന്നത് ഭാഗവതവും രാമായണവും ഒക്കെ വായിച്ചിട്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കൊട്ടിയൂരെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? കർക്കിചിത അധ്യായത്തിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ട്.
അപ്പോൾ യാഗം ചെയ്തിരുന്ന വ്യക്തികളായിരുന്നില്ല, ഭട്ടവൃത്തി ഉള്ളവരായിരുന്നു തൻ്റെ കുടുംബം. അതിൽ മഹാപണ്ഡിതനായിരുന്നു തൻ്റെ അച്ഛൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാതൃദത്തൻ എന്നായിരുന്നു പേര്. മാത്രമല്ല ഈ മാതൃദത്തൻ്റെ മൂത്ത മകനായിരുന്നു. മുത്തശ്ശൻ്റെ പേരാണ് തനിക്കിട്ടിരിക്കണമെന്നൊരു സൂചന മറ്റൊരു കൃതിയിൽ വരുന്നുണ്ട്. നാരായണൻ എന്നായിരുന്നു പേര് മുത്തശ്ശൻ്റെ. തൻ്റെ അച്ഛൻ്റെ പേര് തൻ്റെ അനിയനുണ്ട്, ആണ് ഒരു അനിയൻ മാതൃദത്തനുണ്ട്. ഈ മാതൃദത്തനാണ് നിഴല് പോലെ നടന്നിരുന്നത്. നാരായണ പിഷാരടി മാഷ് ഒരിക്കൽ പറഞ്ഞത് ഒരു ഓർമ്മ, എവിടെയോ വായിച്ചൊരു ഓർമ്മ. ബ്രഹ്മദത്തൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ടായിരുന്നു പട്ടതിരിക്കുന്നു, അതോ ഒരു കസിൻ ബ്രദറോ. ഇദ്ദേഹത്തിനെ പുച്ഛമായിരുന്നു. ഇദ്ദേഹം ഒന്നിനും കൊള്ളാത്തവനാണെന്നും ബ്രാഹ്മണന് വേണ്ട ഒരു ഗുണമില്ലാത്തവനാണെന്നും ഇവനെ കണ്ടാൽ തല്ലി ഓടിക്കണം എന്നുള്ള അർത്ഥം വരുന്ന ഒറ്റ ശ്ലോകങ്ങൾ ഇയാൾ എഴുതി പ്രചരിപ്പിച്ചിരുന്നു ആ കാലത്ത്. അന്നങ്ങനെയാണല്ലോ, ഒരാളെ മോശം പറഞ്ഞെങ്കിലും പാണ്ഡിത്യം ഉപയോഗിക്കും. അങ്ങനെ ഒറ്റ ശ്ലോകങ്ങൾ എഴുതിയിട്ട് ഇദ്ദേഹത്തിനെ ഭർഷിച്ചിരുന്നു. അപ്പോൾ മേൽപ്പത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പമൊന്നും അത്ര സുഖകരമായിട്ടുള്ള ഒരു കാലമായിരുന്നില്ല. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താന്തോന്നിയായിരുന്നു മേൽപ്പത്തൂർ. പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാതെ, യാതൊരു അച്ചടക്കവും ഇല്ലാതെ, പകൽ നേരത്ത് കിടന്നുറങ്ങിയും രാത്രി നേരത്ത് ഉറക്കൊഴിച്ചിരിക്കുന്ന, അപ്പോൾ മൊബൈൽ ഫോണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മൂപ്പരുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് തന്നെ അത്രയും മനസ്സൊരു സ്ഥലത്ത് നിൽക്കാതെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നടന്ന ഒരാളാണ്. നാരായണീയത്തിൻ്റെ 400-ാം വാർഷികത്തിന് ഈ സത്രം ഹാളിൽ സാക്ഷാൽ പൂമുള്ളി 6-ാം തമ്പുരാൻ പറഞ്ഞ ഒരു വാക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഭട്ടതിരിപ്പാടിൻ്റെ വാദം ശരീരത്തിനായിരുന്നില്ല, മനസ്സിനായിരുന്നു. നല്ലോണം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം ഭട്ടതിരിക്ക് ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ പോലും ഉറച്ചു നിന്നിട്ടില്ല, എവിടെയും ഉറച്ചു നിന്നിട്ടില്ല ജീവിതത്തിൽ. ആ രോഗത്തിൻ്റെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊഴിച്ചാൽ ഭഗവാനും അദ്ദേഹത്തിന് ഇവിടെ പിടിച്ച് കെട്ടിയിടാൻ ശ്രമിച്ചിട്ടുമില്ല. ഭട്ടതിരി ശരിക്കും ഗുരുവായൂർക്ക് പിന്നെ തിരിച്ചു വന്നതിന് പോലും രഹയില്ല. ഭട്ടതിരി ഇവിടെ ഇരുന്നിട്ടല്ല എഴുതിയത് നാരായണി എന്ന് വരുത്തി തീർക്കാൻ ഒരു മഹാത്മാവായിട്ടുള്ള ചരിത്രകാരൻ ഇൻ കോട്ട്സ് ഇവിടുത്തെ തന്നെ ഒരു വലിയ സംഘടനയുടെ പ്രോഗ്രാമിൽ ഇവിടെ വന്നിട്ട് സംസാരിച്ച് പോയിട്ട് ഉള്ള കഥയുണ്ട്. അദ്ദേഹത്തിനെ എതിർക്കാൻ ഇവിടെ ഒരാൾക്കും അന്ന് നട്ടലുണ്ടായിരുന്നില്ല. ഗുരുവായൂരല്ല നാരായണി എഴുതിയതെന്ന് അദ്ദേഹം അങ്ങോട്ട് സ്ഥാപിച്ചു. അത് മുഴുവൻ കേട്ട് കൈയടിച്ചു. ഒരു 3 കൊല്ലം മുമ്പുണ്ടായ തമാശയാണ്. ഞാനത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും പരസ്യമായിട്ട് ഞാൻ വെല്ലുവിളിച്ചിട്ടുള്ള കാര്യമാണ്. അതിന് ഉപോത്ബലകമായിട്ട് പറഞ്ഞ തെളിവ് എന്താ വെച്ചാൽ ഭട്ടതിരി ഒരു സ്ഥലത്തും അടങ്ങിയിരുന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഭട്ടതിരി അടങ്ങിയിരുന്നിട്ടില്ല, പക്ഷെ ഭട്ടതിരി 100 ദിവസം അടങ്ങി തന്നെ ഇരുന്നിട്ടുണ്ട്. ആ 100 ദിവസം ഇരുന്നത് കൊണ്ടാണ് നമുക്ക് നാരായണീയം കിട്ടിയത്. ഗുരുവായൂരപ്പന് ഇരുത്തേണ്ടവരെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്താൻ നന്നായിട്ട് അറിയണ ആളാണ്. അല്ല, അദ്ദേഹത്തിന് വിചാരിക്കണം അദ്ദേഹത്തിന് മാത്രം. അതാ കറക്റ്റായിട്ട് അദ്ദേഹം ഇരുത്തുകയും ചെയ്തു. ജീവിതത്തിലും പ്രശസ്തിയിലും ഒക്കെ ഉയർത്തി കൊടുക്കുകയും ചെയ്തു. ഭട്ടതിരി സാമ്പത്തികമായിട്ടൊക്കെ വളരെ പുരസ്കൃതനായിരുന്നു. വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ളൊരു ജീവിതമായിരുന്നു. ഭട്ടതിരിപ്പാട് ഒരു ബുദ്ധിമുട്ടും ഭഗവാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നീടുള്ള ജീവിതത്തിൽ. 106 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നാണ് ഒരു രേഖ പറയുന്നത്. അതും ഇൻ പെർഫെക്റ്റ് ഹെൽത്തിൽ. അത് മറ്റന്നാ പറയുമ്പോൾ ഞാനത് വിസ്തരിച്ച് പറയാം. അങ്ങനെ ഈ മാതൃദത്തൻ എന്ന് പറയുന്ന ഒരു അനിയനുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അദ്ദേഹം എഴുതിയൊരു കൃതി ഇന്ന് ഭട്ടതിരിയുടെ പേരിൽ ചാർത്തി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അടുത്തതിൻ്റെ ഒരു മലയാളം വ്യാഖ്യാനം വന്നിട്ടുണ്ട്, ഭക്തി സംവർദ്ധന ശതകം. അത് മേൽപ്പത്തൂരിൻ്റെ ആണ് എന്ന് പറഞ്ഞിട്ട് അച്ചടിച്ചിട്ടുണ്ട്. ശരിക്കത് മാതൃദത്തൻ എഴുതിയതാണ്, അനിയൻ എഴുതിയതാണ്. ചേട്ടൻ ഇവിടെ ഇത് നാരായണി എഴുതണ കാലത്ത് തന്നെ, ചേട്ടനെ സഹായിക്കുമ്പോൾ തന്നെ അനിയൻ എഴുതിയ ഒരു കൃതിയാണ് ഈ ഭക്തി സംവർദ്ധന ശതകം. വായിക്കേണ്ട 100 ശ്ലോകമാണ്. എങ്ങനെ ഭക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ചേട്ടനെ പോലെ തന്നെ അനിയനും അസലായിട്ട് അറിയാമെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ അതിൽ നമുക്ക് കാണാൻ പറ്റും. ചേട്ടൻ അന്നുണ്ടാക്കുന്ന നാരായണീയ ശ്ലോകങ്ങളെ കേട്ടെഴുതുക. 2 പേരാണ് നാരായണീയ ശ്ലോകങ്ങൾ ആദ്യം കേട്ടത്. ഒന്ന് അകത്തിരിക്കുന്ന ആൾ, ശ്രീലകത്തും നമ്മുടെ അകത്തും. 2ാമത്തെ ആൾ ഈ അനിയനാണ്. ആ അനിയൻ്റെ കൈപ്പടയിലാണ്
ഈ എഴുത്താണി പിടിക്കാൻ പറ്റാത്ത ഭട്ടതിരി പിടിച്ചാൽ കൈ പറയ്ക്കും ഇതെഴുതിയത്. അതുകൊണ്ട് നാരായണീയം എങ്ങനെയാണോ വ്യാസന് ഗണപതി, വ്യാസമഹർഷിക്ക് ഗണപതി ഭഗവാൻ എങ്ങനെയാണോ അതുപോലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് മാതൃദത്തൻ എന്ന് പറയുന്ന ആ അനുജനാണ് അത് എഴുതിയത്. നാരായണീയത്തിൻ്റെ ചില പഴയ ഗ്രന്ഥങ്ങളിൽ ഇന്നുള്ള പാഠത്തിൻ്റെ ഇല്ലാത്ത ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പം തിരുവിതാംകൂറിലാണ് നാരായണീയം ആദ്യമായിട്ട് 19-ാം നൂറ്റാണ്ടിൽ ഒരു പുസ്തകമായിട്ട് അച്ചടിച്ചത്. നാരായണീയത്തിൻ്റെ ആദ്യത്തെ കോപ്പി എവിടെ പോയി നിന്ന് ആർക്കും അറിയില്ല. ഒന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന് വന്ന മാറ്റങ്ങൾ, ഗുരുവായൂർ ക്ഷേത്രം അതിജീവിച്ച ആക്രമണങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീകോവിൽ ഭട്ടതിരി കണ്ട ശ്രീകോവിലല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നത്തെ ശ്രീകോവിൽ 17-ാം നൂറ്റാണ്ടിൽ മാനവേദൻ യുവരാജാവായിട്ട് ഏറാൾപ്പാടായിട്ടിരിക്കുമ്പോൾ പണി കഴിപ്പിച്ചാണ്. ഭട്ടതിരിപ്പാട് കണ്ട ശ്രീകോവിൽ മാനവേദൻ ജനിക്കുമ്പോൾ ഭട്ടതിരിപ്പാടിൻ്റെ കാലം ഏകദേശം കഴിയാറായി. ഒരുപക്ഷെ എനിക്ക് വേണം മാനവേദ രാജാവിന് 4 വയസ്സോറ്റ കാണും ഭട്ടതിരിപ്പാട് ശരീരം വിടുമ്പോൾ. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഈ ഇന്നത്തെ രൂപത്തിലുള്ളൊരു കാലത്തെ അല്ല ഭട്ടതിരി ഭഗവാനെ കണ്ടതും അഗ്രേ പശ്യാമി എന്ന് ചൊല്ലിയത്. അന്ന് ഇന്നത്തെ ആനക്കൊട്ടിലോ നമ്മുടെ നടപ്പരകളോ ഒന്നുമില്ല. ചുട്ടുപഴുത്ത വെയിലാണ് പുറത്ത്, ബലിക്കല്ല് പുറത്താണ്. ആ മണലിലാണ് കൊണ്ടുവന്ന് ഇരുത്തിയത് ആദ്യം. എന്തുകൊണ്ടാണ് പുറത്തിരുത്തിയതെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ആ പഴയ ചില ഗ്രന്ഥങ്ങളിൽ, ചില നാരായണീയ പാഠങ്ങളിൽ ഒരു സ്തോത്രം അവസാനിക്കുമ്പോൾ ദ്വേധാനാരായണീയം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിക്കണമായിട്ട് കാണുന്നത്. അതല്ലാതെ ഒരു ശ്ലോകം കാണാം. ഇത്തം ഭാഗവതം സ്തോത്രം സ്വാഗ്രജേന വിനിർമ്മിതം അലിഖൻ മാതൃദത്താഖ്യോ ഭഗവത് ഭക്തിഹേതവേ എന്നൊരു ശ്ലോകം കാണാൻ സാധിക്കും. എൻ്റെ അനിയൻ ഈ ഭാഗവത സ്തോത്രത്തിനെ എഴുതിയെടുത്തു എന്നും കൂടെ ഭട്ടതിരി പറഞ്ഞ് അവസാനിപ്പിച്ചതായിട്ട് കാണാം. അത് ഇന്ന് ഒരു ഗ്രന്ഥത്തിലും ഇന്നത്തെ അച്ചടിക്കണ ഗ്രന്ഥങ്ങളിലൊന്നും കാണും. ഈ ശ്ലോകം തപ്പിയെടുത്തത് ശരത്തേരദാസനല്ല, സാക്ഷാൽ ഉള്ളൂരെ പരമേശ്വരയ്യരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ പഴയ ഗ്രന്ഥങ്ങളിൽ 1036 കൂടുതലും ശ്ലോകങ്ങളുള്ളതും 1036 കുറവ് ശ്ലോകങ്ങളുള്ള നാരായണീയങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുകുന്ദമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലശേഖര പെരുമാൾ എഴുതിയിട്ടുള്ളത് എത്ര ശ്ലോകം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെറും 15 ശ്ലോകമുള്ള മുകുന്ദമാലയുണ്ട്, 150 ശ്ലോകമുള്ള മുകുന്ദമാലയുണ്ട്, 300 ശ്ലോകമുള്ള മുകുന്ദമാലയുണ്ട്. ഇതിലേത് മുകുന്ദമാലയാ യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പൻ എഴുതി സമർപ്പിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു വെച്ചാൽ കുലശേഖര പെരുമാളുടെ സമാധി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്തായിരിക്കുന്നു. ഇത് ഗുരുവായൂർ ഡോക്യുമെൻ്ററിയുടെ 1ാമത്തെ എപ്പിസോഡിൽ വിസ്തരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദേവസ്വത്തിൽ കിടപ്പുണ്ട്, ദേവസ്വം ചാനലിൽ. അതൊരു വിശേഷ സ്ഥാനമാണ്, നിങ്ങൾക്കൊക്കെ അറിയണ ഒരു സ്ഥലമാണ്. എവിടെയാണോ ഗുരുവായൂരപ്പൻ വന്ന് ശങ്കരാചാര്യസ്വാമികളെ ആദരവ് കൊടുത്ത് നിൽക്കുന്നത് അവിടെ തന്നെയാണ് കുലശേഖര പെരുമാളുടെ സമാധി. തമിഴ് ചരിത്രകാരന്മാർ അതിന് കരൂര് കൊണ്ടേ വെക്കുന്നുണ്ടെങ്കിലും കരൂരല്ല, അത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്താണ്. ആണ്ടാളിൻ്റെ കാലത്തിൻ്റെ അടുത്ത് ജീവിച്ച ആളാണ് പെരുമാൾ. അപ്പോൾ ആലോചിച്ച് നോക്കണം. ഇതിൻ്റെയൊക്കെ നമ്മളിന്ന് അറിയണതൊന്നുമല്ല ചരിത്രം. ഇന്ന് ഭഗവാനെ പൊക്കിക്കൊണ്ട് നടക്കണവരുടെ അല്ല ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ്റെ യഥാർത്ഥ അവകാശികൾ നമ്മളീ കരുതുന്ന ആൾക്കാരാരുമല്ല. ഗുരുവായൂരപ്പൻ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതും നമ്മൾ കരുതുന്നവരാരുമല്ല. അതൊക്കെ കാലത്തിൻ്റെ ഒഴുക്ക് വരുന്ന സമയത്ത് അതാത് സമയത്ത് പുറത്തേക്ക് വരും, വരേണ്ടതുമാണത്. എന്നിട്ട് പറയുന്നുണ്ട് തൃതീയ ഭ്രാതാച മാതൃദത്താഖ്യ എന്നും പറഞ്ഞിട്ട് എൻ്റെ 3ാമത്തെ അനിയനാണ്. വേറെ ചില ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. മറ്റ് സഹോദരന്മാരെ കുറിച്ചിട്ട് അദ്ദേഹം എവിടെയും പറയുന്നില്ല. പിന്നെ ചോദിക്കുന്നുണ്ട് തൻ്റെ ഗുരുനാഥന്മാരാരായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സ്ഥലത്ത് മീമാംസാദി സ്വതാത, മീമാംസ പഠിപ്പിച്ചത് എൻ്റെ അച്ഛൻ തന്നെയാണ്. മാധവാചാര്യനാണ് എന്നെ ആഗമങ്ങൾ പഠിപ്പിച്ച്. ദാമോദരൻ തുടങ്ങിയിട്ടുള്ള ഗുരുക്കന്മാരും എനിക്കുണ്ടായിട്ടുണ്ട്. ശാസ്ത്രങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് അവിടെയാണ്. അതേമാതിരി പദപദവിയും അച്യുതാഖ്യാത് ബുധേന്ദ്രാൽ, വ്യാകരണം പഠിച്ചത് അച്യുത പിഷാരരുടെ അടുത്താണ് എന്നും പറയുന്നുണ്ട്. പിഷാരടിയെ ഫസ്റ്റ് ആദ്യം കണ്ട സമയത്ത് ഭട്ടതിരി നമ്മൾ ഈ എക്സാമിനേഷന് പോയിട്ട് എൻട്രൻസ് എക്സാം എഴുതിയിട്ടാണ് പണ്ട് ചില സ്കൂളുകളിലൊക്കെ ഒരു ടെസ്റ്റ് എഴുതിക്കും ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ. അല്ല, ഇന്നും ഉണ്ട്, എൻട്രൻസ് എഴുതും. അതുമാതിരി അച്യുത പിഷാരടിയെ കണ്ടപ്പോൾ ഒരു ശ്ലോകം എഴുതി കൊടുത്തു. ഇവർ തമ്മിൽ നമ്മൾ കരുതുന്ന മാതിരി അച്യുത പിഷാരടിക്ക് കുറേ വയസ്സും ഭട്ടതിരിപ്പാട് ചെറുപ്പമൊന്നുമല്ല. 10 വയസ്സേ ഇവർ തമ്മിൽ വ്യത്യാസമുള്ളൂ.
10 വയസ്സ് 12 വയസ്സ് മാക്സിമം. ഭട്ടതിരിക്ക് രോഗം വരുന്ന കാലത്ത് അച്ചുവപ്പിഷാരുടെ രോഗം മാറി. ഭട്ടതിരിക്ക് 26 വയസ്സ്, അച്ചുവപ്പിഷാരിക്ക് 36 വയസ്സ്, അത്രേ ഉള്ളൂ. പക്ഷെ വളരെ ചെറുപ്പത്തിലെ അച്ചടക്കത്തോടു കൂടിയുള്ള ജീവിതം, ഉപാസന, ഇത് രണ്ടും വേണ്ടുവോളം ഉണ്ടായിരുന്നൊരു മഹാത്മാവായിരുന്നു അച്ചുവപ്പിഷാരടി. അതുകൊണ്ടാണ് പ്രായം ചെറുപ്പമാണെങ്കിലും ഭട്ടതിരി പോയിട്ട് അവിടെ ശിഷ്യപ്പെട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭട്ടതിരി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ചുവപ്പിഷാരുടെ അടുത്ത് ചെന്നതിന് ശേഷമാണ് മര്യാദയ്ക്ക് പഠിച്ചത്. ബാക്കിയൊക്കെ ക്ലാസ്സിലിരുന്നു, ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ പോലെയുള്ളൊരു ജീവിതം. അച്ചുവപ്പിഷാരടിയിൽ കൂടിയാണ് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിനെ അച്ചടക്കം പഠിപ്പിച്ചത്. അപ്പോൾ ഈ മാധവാചാര്യരും ദാമോദരനും ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സ്വന്തം അച്ഛനായിട്ടുള്ള മാതൃവത്തൻ എന്ന് പറയുന്ന ഭട്ടതിരിപ്പാടിന് പൂർവമീമാംസ, ഉത്തരമീമാംസ ഇത്തരം ശാസ്ത്രങ്ങളിലൊക്കെ വലിയ അറിവുണ്ടായിട്ടായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം അനവധി ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലേറ്റവും രസമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ അക്കാലത്ത് തിരുനാവായെ കൂടെ കടന്നു പോകുന്ന ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ഈ പ്രദേശത്തുള്ളവരൊക്കെ അറിവിൻ്റെ നിറകുടങ്ങളാണ്. സാക്ഷാൽ ഭട്ടതിരിപ്പാടിൻ്റെ അമ്മ പയ്യൂർ ഭട്ടതിരിമാരുടെ ഇല്ലത്തേയിരുന്നു. പയ്യൂർ ഭട്ടതിരിമാരെന്ന് പറഞ്ഞാൽ അക്കാലത്തെ ഏറ്റവും വലിയ മഹാപണ്ഡിതരും ഗുരുക്കന്മാർ. അപ്പം അമ്മ വഴിക്കും മോശമല്ല, അച്ഛൻ വഴിക്കും മോശമല്ല. അത്രയും മിടുമിടുക്കന്മാരുടെ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇതിൽ ഏറ്റവും രസമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കവി അതിൽ കടന്നു പോകുമ്പോൾ പറയാണ്, ഈ അച്ഛനായിട്ടുള്ള മാതൃദത്തൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ശ്ലോകങ്ങൾ ഇങ്ങനെ ഉരുവിട്ട് പഠിക്കുന്നത് തിരുനാവായ പ്രദേശം മുഴുവൻ മാറ്റുലിക്കൊള്ളുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ വേദജപം നടക്കുന്നത് എങ്ങനെയാണെന്ന്. അതിങ്ങനെ രാവും പകലും അവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. ആ പ്രദേശത്തു കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് ഒരു കവി ഒരിക്കൽ എഴുതിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഭട്ടതിരി ജനിച്ചു വീഴുന്നത് സരസ്വതിയുടെ മടിത്തട്ടിലേക്കാണ്. പക്ഷേ സ്വയം ചിട്ട അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു, നമ്മൾ ഇംഗ്ലീഷ് പറയും വേവേർഡ് ലൈഫ്. ചെറുപ്പം അങ്ങനെയാണ്, ഒരു വേവേർഡ് ലൈഫാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഈ ജീവിതകാലത്തിൽ നമ്മൾ കണക്കാക്കുന്നത് എപ്പോഴും ഈ ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്ന കരിദിന സംഖ്യ പുറകോട്ടേക്ക് എടുത്തിട്ടാണ്. ആ കലിയുഗ സംഖ്യ പ്രകാരം 762 വൃശ്ചിക മാസം 22 ഞായറാഴ്ചയും കൃഷ്ണചതുർദശിയും കൂടിയിട്ടുള്ളൊരു ദിവസം ഗുരുവായൂരപ്പന് നാരായണിയും സമർപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം അവിടെ അന്ന് 27 വയസ്സാണെങ്കിൽ അതിനു മുമ്പ് എത്ര വർഷം മുമ്പ് എന്ന് കണക്കാക്കിയിട്ടാണ് ഭട്ടതിരിപ്പാടിൻ്റെ കാലഗണന ഇന്ന് പണ്ഡിതന്മാരൊക്കെ ചെയ്യണത്. എത്ര വർഷം വരെ ജീവിച്ചു എന്നുള്ളത് നമുക്ക് ഏകദേശ ധാരണ കിട്ടുന്നത് ശ്രീപാദ സപ്തതി വായിക്കണ സമയത്താണ്, മുക്കോല വെച്ചിട്ട് എഴുതുമ്പോൾ. എന്നാലും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നേ വരെ. അത് ആറന്മുള നെടുമ്പയിൽ കൃഷ്ണനാശാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആറന്മുള തലപുരാണെന്ന് പറഞ്ഞിട്ട്. ആറന്മുള ക്ഷേത്രത്തിനെ കുറിച്ചാണ്. അതിൽ ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുന്നുണ്ട്. 53 വയസ്സ് ഇരട്ടിയിരുന്നുള്ള മേൽപ്പത്തൂർ പട്ടേരിക്കും ഗുരുവായുള്ള ദേഹം എന്ന് അച്യുതപിഷാരടിയെ പറ്റി പറഞ്ഞിരിക്കുന്നു. 53 വയസ്സ് ഇരട്ടി വയസ്സ് വരെ ജീവിച്ചിരുന്ന മേൽപ്പത്തൂർ പട്ടേരിക്കും ഗുരുവായിട്ടുള്ള ആള് എന്ന് അച്യുതപിഷാരടിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ 53ൻ്റെ ഇരട്ടി എത്രയാ? 106. ഇങ്ങനെ 106 വയസ്സ് വരെ ഭട്ടതിരിപ്പാട് ജീവിച്ചിരുന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ 735 കൊല്ലവർഷത്തിൽ ജനിച്ചു, 811 ശരീരം വെടിഞ്ഞു എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. അതിൽ വളരെ ചെറുപ്പത്തിൽ 106 വയസ്സ് വരെയുള്ളൊരു ജീവിതത്തിൽ എന്താ പറയുക, 76 വർഷം അദ്ദേഹം എത്രമാത്രം കൃതികൾ എഴുതി കൂട്ടിയിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ആ 30 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഗുരുവായൂരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം. അത് തന്നെ ഒരു 3 കൊല്ലം, അതിൽ കൂടില്ല. പക്ഷെ അദ്ദേഹം എല്ലാ കാലത്തേക്കും വേണ്ട ഒരു സംഭാവന നൽകിയിട്ടാണ് പോയത്. ഗുരുവായൂർ എന്ന പേരിട്ടത് ഭട്ടതിരിയാണ്. ഗുരുഭവനപുരം മാരുതാകാരനാഥൻ എന്നൊക്കെ വിളിച്ചത് ചരിത്രരേഖകൾ എടുത്തു കഴിഞ്ഞാൽ
വളരെ ഡിഫിക്കൽട്ടാണ് ഗുരുവായൂർ എന്നുള്ള പേര് ഭട്ടതിരിക്ക് മുമ്പ് കണ്ടെത്താൻ. സാധിക്കില്ല എന്ന് തന്നെ പറയാം. ഭട്ടതിരിപ്പാടിൻ്റെ രചനയാണ് അതവിടെ കൊള്ളിച്ചത്. ഭട്ടതിരി എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് മുമ്പും പല പ്രഭാഷണങ്ങളും ഞാൻ സൂചിപ്പിക്കാറുണ്ട്. ഗുരുവായ വായു, പ്രാണനാകുന്ന വായു, ഓടുന്ന പുരം, നമ്മുടെ ശരീരം, അവിടെ ബ്രഹ്മതത്വം പ്രകാശിച്ച് നിൽക്കുന്നത് മനസ്സിലാക്കലാണ് അവസാനം പരമാനന്ദ സന്തോഷലക്ഷ്മി കിട്ടാനുള്ള യാത്ര. അതാണ് നാരായണീയത്തിൽ ഉടനീളം കൊണ്ടുവന്ന് തിയറി പറഞ്ഞ് പ്രാക്ടിക്കലി അത് അനുഭവിപ്പിച്ച് തരിക എന്ന് പറയുന്നൊരു രീതിയുണ്ട് പഴയ കാലത്ത് ആചാര്യന്മാരുടെ. അങ്ങനെ ഭട്ടതിരിപ്പാട് ഈ ജ്യോതിഷം, വ്യാകരണം, ഇങ്ങനത്തെ ശാസ്ത്രങ്ങളിലൊക്കെ എതിരില്ലാത്ത പണ്ഡിതനായിട്ടുള്ള തൃക്കണ്ടിയൂർ അച്യുതപിഷാരൻ്റെ അടുത്ത് എത്തിച്ചേർന്നതോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്നറിയുന്ന തരത്തിലേക്കുള്ളൊരു പണ്ഡിതനായിട്ട് അദ്ദേഹം ഉയർന്നു വരുന്നത്. അച്യുതപിഷാരരുടെ ലീനിയേജ് വളരെ രസമാണ്. നമ്മൾ സാധാരണ ഒന്ന് കട്ടിയതോ ഉപകാരമായി. നമ്മൾ ശങ്കരാചാര്യസ്വാമികളെ പറ്റി പറയുമ്പോൾ സാക്ഷാൽ പതഞ്ജലി മഹർഷി വരെ കിടക്കുന്ന ഒരു ഗുരുപരമ്പര അദ്ദേഹത്തിനുണ്ട്. ഗോവിന്ദ ഭഗവത്പാദർ, ഗൗഡപാദാചാര്യൻ, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പോവും. അങ്ങനെ പോയി പതഞ്ജലി, സാക്ഷാൽ പതഞ്ജലി മഹർഷിയിൽ വരെ അത് ചെന്ന് നിൽക്കും. അതേപോലെ ചില്ലറക്കാരനൊന്നും വരുന്നില്ല ഭട്ടതിരിയുടെ ഗുരുനാഥൻ. അതുകൊണ്ട് തന്നെ ഭട്ടതിരിയുടെ ഗുരുപരമ്പര എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അച്യുതപിഷാരടി മാത്രം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി. 14-ാം നൂറ്റാണ്ടിൽ ഭാരതീയ ഗണിതത്തിന് സ്വതന്ത്രമായിട്ടുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു ഗണിതശാസ്ത്ര സമ്പ്രദായം കേരളത്തിലുണ്ടായി. ഈ ഇരിഞ്ഞാലക്കുട സംഗമഗ്രാമത്തിൽ മാധവൻ എന്ന പേരോട് കൂടിയിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരകളിൽ വരുന്ന മറ്റ് വ്യക്തികൾ, ഒരു ജ്യേഷ്ഠദേവനൊക്കെ എഴുതിയിട്ടുള്ള കൃതികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഗോളശാസ്ത്രമാണ് മുഴുവൻ. ഇന്നത്തെ മോഡേൺ അസ്ട്രോണമിയിൽ ഉപയോഗിക്കുന്ന പല തിയറികളും കേരളീയ ഗണിതശാസ്ത്ര പ്രകാരം ഏതോ ഒരു കാലത്തെ നിർണയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് എഴുതിയ ജ്യേഷ്ഠദേവൻ, ആ ജ്യേഷ്ഠദേവൻ്റെ സമകാലീനനായിട്ട്, എന്നാൽ നമ്മുടെ അച്യുതപിഷാരടിക്ക് കുറച്ച് സീനിയറായിട്ടുണ്ടായിരുന്ന ഒരാളാണ് സാക്ഷാൽ നീലകണ്ഠ സ്വാമിയാജി. നീലകണ്ഠ സ്വാമിയാജി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പട്ടാമ്പിഴ അടുത്ത് ഭാരതപ്പുഴയിൽ മണലിൽ പോയിട്ട് ആകാശം നോക്കി ഇങ്ങനെ കിടന്ന് സകല നക്ഷത്രങ്ങളിൽ കാൽക്കുലേഷൻ ഉണ്ടാക്കിയ ആളാണ്. ചില്ലറക്കാരനായിരുന്നില്ല. ഇവരുടെയൊക്കെ ആ പണ്ഡിത ഫൗണ്ടൻ, എന്താ പറയുക, ആ സ്രോതസ്സിലാണ് ഭട്ടതിരി എന്ന് പറഞ്ഞ താമര വിരിയണത്. ഒന്ന് ആലോചിച്ച് നോക്കണം അവരുടെയൊക്കെ ഗ്രേറ്റ്നെസ് എത്രമാത്രമായിരുന്നു. അച്യുതപിഷാരടിയുടെ 1-2 പുസ്തകങ്ങൾ ഞാൻ പറയാം. കാരണം ഗുരുനാഥനെ പറഞ്ഞിട്ട് വേണമല്ലോ ശിഷ്യനെക്കുറിച്ച് പറയാൻ. എങ്ങനത്തെ ഒരാളുടെ അടുത്താണ് ചെന്ന് കൂടിയത്. കാരണം ഭട്ടതിരിയുടെ ജീവിതം നമ്മളറിയുന്നതും തുടങ്ങുന്നത് തന്നെ അച്യുതപിഷാരന്റെ വീട്ടിൽ ചെന്ന് കയറുമ്പോഴാണ്. എങ്ങനെയാണ് വീട്ടിൽ ചെന്ന് കയറിയത്? പഠിക്കാനാണോ? അല്ല, കല്യാണം കഴിച്ചിട്ട് പോയതാണ്. അച്യുതപിഷാരടിക്ക് അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയ ഒരു മരുമകളുണ്ടായിരുന്നു. ആ പെൺകുട്ടി മൂപ്പരുടെ വീട്ടിൽ നിർത്തിയിട്ടാണ് താമസിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് നല്ല വീട്ടിൽ നിന്നൊന്നും പെണ്ണ് കിട്ടില്ല. മൂത്ത മകനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ അലഞ്ഞ് നടക്കുക, ഒരു വസ്തു സന്ധ്യാവന്തനമില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒക്കെ ചെറുപ്പം കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ അതേ അവസ്ഥയിലായിരുന്നു ഭട്ടതിരി. അങ്ങനെയാണ് ഭട്ടതിരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണ ഈ പെൺകുട്ടി. ഭട്ടതിരിക്ക് അവളല്ലാണ്ടൊരു ലോകം ഇല്ലാന്നായി. ഇനി അങ്ങനെ ഒരു ലോകം തനിക്കില്ലാന്നായി. 24 മണിക്കൂറും അവളുടെ ഒപ്പം ഇരിക്കുക, സമയം ചെലവഴിക്കുക, ഇങ്ങനെയുള്ളൊരു കാലമായിരുന്നു ഭട്ടതിരിയുടെ. ആ വിവാഹത്തോടു കൂടിയാണ് വാസ്തവത്തിൽ അദ്ദേഹം നമ്മൾ ഇന്ന് അറിയുന്ന, നമ്മളൊക്കെ ഇന്നിരുന്ന് അദ്ദേഹത്തിന് ഓർക്കുണ്ടല്ലോ. അല്ലെങ്കിൽ ഏതോ ഒരു ബ്രാഹ്മണൻ എവിടെയോ ഏതോ ഒരു വീട്ടിൽ ജനിച്ചു, ഒരു കല്യാണം കഴിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ ആയില്ല. അതിന് കാരണമായത് ആ പിഷാരരുടെ വീട്ടിലേക്ക് വിവാഹം ചെയ്ത് വന്നോടുകൂടിയിട്ടാണ്. രസം എന്താ വെച്ചാൽ ഭാര്യയുടെ വീട്ടിലാണ് താമസം, ഭാര്യ വീട്ടിലാണ് താമസം. അവിടെ നിന്ന് സ്വന്തം ഇല്ലത്തേക്ക് പോലും പോക്ക് അദ്ദേഹത്തിന് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അന്ന് 10-25 വയസ്സേ ഉള്ളൂ. എനിക്കൊണ്ട് 24-25 വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നത്.
എന്നാൽ ആ സമയത്ത് ഈ മഹാത്മാവാണെന്നുണ്ടെങ്കിൽ അച്യുത പിഷാരടി, നമ്മൾ സാധാരണ അസ്ട്രോണമിയിൽ റിഡക്ഷൻ ഓഫ് ദി എക്ലിപ്റ്റിക് എന്ന് പറയും. അതായത് ഗ്രഹണത്തിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വിദ്യയാണ്. അതാദ്യം കണ്ടുപിടിക്കുന്നത്, ആര്യഭട്ടൻ്റെ തത്വങ്ങളെ അനുസരിച്ച് കണ്ടുപിടിക്കുന്നത് തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയാണ്. നമ്മളറിയുന്ന അച്യുത പിഷാരടി ആരാ? ഒരു വാദം വന്ന് വയ്യാണ്ടായ ഗുരുനാഥനാണ്. മേൽപ്പത്തൂരൊരു ഛായാദാനോ എന്തോ സ്വീകരിച്ച് വാദം സ്വീകരിച്ചു. ഇതേ നമുക്കറിയുള്ളൂ അച്യുത പിഷാരടിയെ കുറിച്ച്. അച്യുത പിഷാരടി ആരായിരുന്നു എന്നറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ മഹാത്മാവിൻ്റെ യഥാർത്ഥ വിശ്വരൂപം എന്താണെന്ന് നമുക്ക്, പാണ്ഡിത്യം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല അദ്ദേഹം സംസ്കൃതത്തിന്, ഗ്രാമറിന്, സംസ്കൃത വ്യാകരണത്തിന് വേണ്ടിയിട്ട് പ്രവേശകം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം അത്ര പ്രസിദ്ധമല്ല. ഭട്ടതിരിപ്പാടിൻ്റെ പ്രക്രിയാസർവസ്വം പോലെ അത്ര പ്രസിദ്ധമായിട്ടൊരു ഗ്രന്ഥമല്ല, എന്നാലും അത് എഴുതിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. കരണോത്തമം എന്ന് പറയുന്ന ഒരു ജ്യോതിശാസ്ത്ര ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള ലോഞ്ചിറ്റ്യൂഡുകൾ, ഗ്രഹങ്ങളുടെ ലോഞ്ചിറ്റ്യൂഡുകൾ, ഗ്രഹണങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴും ലോഞ്ചിറ്റ്യൂഡുകളും ലാറ്റിറ്റ്യൂഡുകളിലേക്ക് ഇൻ്റർസെക്ഷൻ പോയിന്റുകളിലാണ് ഗ്രഹണങ്ങൾ വരുന്നത്. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻസ്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വ്യതിപാതങ്ങൾ, നമ്മൾ വ്യതിപാത പുണ്യകാലം എന്ന് പറയും. അതിപ്പോൾ ഇവിടെ വിസ്തരിക്കാൻ സമയമില്ല. വ്യതിപാതങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വിദ്യകൾ, ഇതൊക്കെ ഈ കരണോത്തമത്തിലാണുള്ളത്. ഉപരാഗക്രിയാക്രമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രന്ഥം 1593 അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് സൂര്യഗ്രഹണ ചന്ദ്രഗ്രഹണങ്ങളെക്കുറിച്ച് മാത്രമുള്ളൊരു പുസ്തകമാണ്. അതൊരു അവസാന വാക്കാണ് ഗ്രഹണങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്. അതേപോലെ സ്ഫുടനിർണയം, ഛായാഷ്ടകം, ഉപരാഗവിംശതി. ഈ ഉപരാഗവിംശതി ഗ്രഹണങ്ങളെക്കുറിച്ചാണ്. അതേമാതിരി തന്നെ ചന്ദ്രൻ്റെ യഥാർത്ഥ ഭ്രമണപഥം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, രസികഗോള സ്ഫുടനീതി എന്ന് പറയുന്ന, രാശിഗോള സ്ഫുടനീതി എന്ന് പറയുന്ന ഗ്രന്ഥം. അതുപോലെ അനവധി ഗ്രന്ഥങ്ങൾ. ഇതിനൊക്കെ പുറമെ അദ്ദേഹം നമ്മുടെ ഫലജ്യോതിഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജാതക പദ്ധതി, ശ്രീപതി എന്ന് പറയുന്ന ഒരു മഹാത്മാവിൻ്റെ ജാതക പദ്ധതിയെ ലഘൂകരിച്ചിട്ട് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും രണ്ടാണ്. പ്യുവർ അസ്ട്രോണമിയുടെ അനവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു മഹാത്മാവായിരുന്നു അച്യുത പിഷാരടി, അത്രയും ചെറുപ്പത്തിൽ. അങ്ങനെയുള്ള ഒരു ആളുടെ അടുത്തേക്കാണ് ഈ മഹാത്മാവ് പഠിക്കാൻ വന്നു കയറിയത്. അങ്ങനെ ഈ പ്രദേശങ്ങളിൽ ആരും കേട്ടുകേൾവി ഇല്ലാത്തത്രയ്ക്ക് അറിവുള്ള ഒരാളാണ്. തൻ്റെ ഭാര്യയുടെ അമ്മാവൻ അറിഞ്ഞിട്ട് പോലും ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് അങ്ങയുടെ കീഴിൽ എന്തെങ്കിലും പഠിക്കണം എന്ന് പറയാനുള്ള സൽബുദ്ധി ഭട്ടതിരിപ്പാടിനുണ്ടായിരുന്നില്ല. ആഞ്ഞം തിരുമേനി സ്വന്തം അമ്മാവൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നതെന്ന് നമുക്കൊക്കെ അറിയാം. അമ്മാവൻ മേൽശാന്തിയായിരുന്നു, സഹായിയായിട്ട് മേൽശാന്തി ശിഷ്യനായിട്ടാണ് വന്നത്. പക്ഷെ തികഞ്ഞ സോഷ്യലിസ്റ്റായിരുന്നു തിരുമേനി. അതുകൊണ്ട് ഒരിക്കൽ പോലും ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് തൊഴാൻ കൂട്ടാക്കിയിരുന്നില്ല. അടുത്ത വയറുവേദന ബാധിച്ച് ബുദ്ധിമുട്ടി നടക്കുമ്പോഴും പരാതി പറയുമ്പോഴും ഒരിക്കൽ പോലും അപൂർവ വൈദ്യൻ്റെ അടുത്ത് എന്നെ രക്ഷിക്കണമെന്ന് ചോദിക്കാനുള്ളൊരു സൽബുദ്ധി അദ്ദേഹം കാണിച്ചില്ല. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അമ്മാവൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് വിഷമം പറഞ്ഞു അത്രേ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ, അകത്തേക്കൊന്ന് നോക്കി പറഞ്ഞൂടെ. അങ്ങനെയാണത്രേ ആദ്യമായിട്ട് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് ഒന്ന് തൊഴുതതും കുടുങ്ങിപ്പോയതും. പിന്നെ രക്ഷ കിട്ടിയില്ല അദ്ദേഹത്തിനെ ഭഗവാൻ എങ്ങനെയാണ് പുറത്ത് കടത്തിയത് എന്നുള്ളത് കാലം പിന്നീട് നമ്മുടെ മുന്നിൽ തെളിയിച്ച് വെച്ചിട്ടുള്ള ഒരു കഥയാണ്. മേൽപ്പത്തൂര് ഒരു ദിവസം കുളിദേവാരങ്ങളൊന്നുമില്ലാണ്ട് രാവിലെ ഒരു 11 മണി സമയത്ത് കിടപ്പറയെന്ന് ഉടുത്ത കോണകം മാത്രം ഉടുത്തുകൊണ്ട്, ഉടുമുണ്ട് പോലും ഇല്ലാതെ, കണ്ണൊക്കെ തിരുമ്മി വീടിൻ്റെ കോലായിലേക്ക് നടന്നുപോയി. അച്യുത പിഷാരടി കബഡി നിരത്തി വെച്ചിട്ട് കുട്ടികളെ ജ്യോതിഷം പഠിപ്പിക്കുകയായിരുന്നു. അതൊന്നും ശ്രദ്ധിച്ചില്ല അദ്ദേഹം.
ഈ രൂപത്തിൽ അദ്ദേഹം കബഡിപ്പലകെ കവച്ച് കാല് വെച്ച് കടന്ന ആൾക്കാരുടെ ഇടയിൽ കൂടെ കുളത്തിലേക്ക് പോയി. ആ സമയത്ത് ഉള്ളിന്ന് പൊട്ടി വന്ന വിഷമം കൊണ്ട് അശോക് പിഷാരടി ശ്ലോകത്തിൽ ചൊല്ലിയെന്നാണ്, ഇത്ര ദിവ്യമായിട്ടുള്ള ഭാഗ്യം ചെയ്തിട്ടുള്ളൊരു ബ്രാഹ്മണ ജന്മം ഗായത്രി കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യം, ഇങ്ങനെ നശിപ്പിച്ച് കളയണമല്ലോ എന്ന് സങ്കടമായിട്ട് പറഞ്ഞു. ഒരുപക്ഷെ ഭട്ടതിരിപ്പാടിനെ അന്നത്തെ ദിവസം മാത്രമായിരിക്കില്ല അശോക് പിഷാരടി ശാസിച്ചിട്ടുണ്ടാവുക, അതിന് മുന്നുള്ള ദിവസങ്ങളിലും ശാസിച്ചിട്ടുണ്ടാവാം. പക്ഷെ മനുഷ്യന് ഏത് ഉപദേശവും കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സമയം വരണം. സമയം വരണത് വരെയും അത് കേൾക്കില്ല, ചെവി കൂടെ കടന്നു പോകും. അത് ഹിറ്റ് ചെയ്യുന്നൊരു സമയമുണ്ട്. എല്ലാറ്റിനും ഓരോ സമയമുണ്ട് എന്ന് നമ്മൾ പറയില്ലേ. അന്നത്തെ ഭട്ടതിരിയുടെ സമയം അന്നായിരുന്നു. ആ സമയം അദ്ദേഹത്തിൻ്റെ മനസ്സുണരുകയും ചെയ്യും. താൻ ഇത്രയും വർഷം ജീവിതത്തിൻ്റെ നശിപ്പിച്ചു കളഞ്ഞു. ഒരു എന്താ പറയുക, വിടനെ പോലെ ഏതു നേരവും ഭാര്യയുടെ കൂടെ മുറിവിട്ട് പുറത്തിറങ്ങാതിരുന്നിട്ടും അസമയങ്ങളിൽ ഉണർന്നിരുന്നിട്ടും അല്ലാത്തപ്പോൾ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ കിടന്നുറങ്ങിയിട്ടും ഒരു പുഴുവിനെ പോലെ ജീവിച്ചു എന്നുള്ളൊരു ചിന്ത കുളത്തിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ പൊട്ടി. ആ കുളത്തിൽ ഒരുപക്ഷെ അദ്ദേഹം മുങ്ങി നിവർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വന്തം പശ്ചാത്താപത്തിൻ്റെ കണ്ണീരിലായിരിക്കും കുളിച്ചു കയറിയത്. ഹൃദയത്തിൽ ആ ശ്ലോകം മുഴങ്ങി അശോക് പിഷാരടി വിലപിച്ചുകൊണ്ട്, മഹാത്മാക്കൾ അങ്ങനെയുള്ള, അവരൊക്കെ സംസ്കൃതത്തിലുള്ള കാലത്ത് വിഷമം പോലും പറയുക, മഗ്നം മഹാമോഹമയേ മഹാബ്ദൗ മന്ദം മഹാത്മൻ മമതാകുലേന കൃപാപയോദേ മനസോദ്ധാരാം കൃത്വാടുകം ജ്ഞാനമയം പ്രപന്നം. കൃപാസമുദ്രമായിട്ടുള്ള മഹാത്മാവേ, അജ്ഞാനത്തിൻ്റെ കടലിൽ മുങ്ങിപ്പോയിട്ടുള്ള ഈ ഭാഗ്യം കെട്ടവനെ മനസ്സുകൊണ്ട് അറിവിൻ്റെ പൊങ്ങുതടി ഉണ്ടാക്കി തന്നിട്ട് എന്നെ പിടിച്ചു കയറ്റണേ, അവിടുന്ന് മാത്രമേ എനിക്ക് ശരണമായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കുകയും ചെയ്തു. മെല്ലെ മെല്ലെ ആ യൗവനത്തിൻ്റെ ചപലതകളൊക്കെ ഭട്ടതിരിയിൽ മാറാൻ തുടങ്ങി. പല കാലങ്ങളായിട്ടുള്ള ശീലങ്ങൾ മനുഷ്യന് മാറ്റാൻ പറ്റില്ല. പഠനത്തിൽ ശ്രദ്ധ കൊടുത്തു. എന്തിനും ആവശ്യം ശ്രദ്ധയാണ്. ശ്രദ്ധയില്ലാത്ത ഭക്തി വിഫലാണ്, ശ്രദ്ധയില്ലാത്ത എന്തും വിഫലാണ്. ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആദ്യം വ്യാകരണം പഠിക്കാൻ തുടങ്ങി. അതെങ്ങനെയാ വെച്ചാൽ വേദാംഗമായിട്ടുള്ള വ്യാകരണം മാത്രമാണ് അതുവരെ പഠിച്ചിട്ടുള്ളത്. പാണിനീയ വ്യാകരണം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പിഷാരടിയുടെ അടുത്ത് നിന്നാണ് പഠിക്കാൻ തുടങ്ങിയത്. പിഷാരടിക്കാണെന്നുണ്ടെങ്കിൽ അന്നേ കാലം വരെ വ്യാകരണം, പാണിനീയ വ്യാകരണം പഠിക്കാൻ മിടുമിടുക്കനായിട്ടുള്ളൊരു ശിഷ്യനെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയാണ്, ഗുരുക്കന്മാർ ഇത് പഠിപ്പിക്കാൻ പറ്റിയ ശിഷ്യനുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരാൾ വന്നാലേ അത് പഠിപ്പിക്കുള്ളൂ, അല്ലാതെ പഠിപ്പിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇപ്പോൾ പണ്ട് കൊടുങ്ങല്ലൂർ കോലത്തൊക്കെ വലിയ കൊച്ചുണ്ണി തമ്പുരാനും ചെറിയ കൊച്ചുണ്ണി തമ്പുരാനും ഒക്കെ അങ്ങനെയായിരുന്നു. പഠിപ്പിക്കാൻ പറ്റിയ ആൾക്കാർ വന്നാൽ ആ പറ്റിയത് അവരെ പഠിപ്പിക്കും. അതായിരുന്നു അന്നത്തെ രീതി. ഇന്നത്തെ മാതിരി ഒരു സിലബസ് പറ്റണവനും പറ്റാത്തവനും വെട്ടി വീഴുക, എന്നിട്ട് എവിടെ എത്താതിരിക്കുക, എന്നിട്ട് ഓൾ പാസ് എന്ന് പറയുക, പത്രസമ്മേളനം നടത്തുക, 100 മേനി വിജയം എന്ന് പറയുക, ഇതൊന്നും ഇല്ല അന്ന്. അവർക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർ ആത്മവഞ്ചന ചെയ്യാത്തവരായിരുന്നു, ധർമ്മത്തിൽ മുറുകെ പിടിച്ച് നിന്നിട്ടുള്ളവരായിരുന്നു. അതുകൊണ്ട് ഭട്ടതിരിയെ പോലൊരു ശിഷ്യനെ കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഒരൊറ്റ ശാസന കൊണ്ട് കാൽക്കലെത്തി അല്ലേ. യഥാർത്ഥ അർഹതയുള്ളവനെ പഠിപ്പിക്കാനേ നോക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ബ്രഹ്മനിഷ്ഠാളായിട്ടുള്ള ശുഗമഹർഷി സ്വന്തം മകനെ തന്നെ ഭാഗവതം പഠിപ്പിക്കുന്നത് എന്തിനത്ര നിർബന്ധം പിടിച്ചത്? വ്യാസമഹർഷി ഓൾറെഡി ബ്രഹ്മത്തിൽ ലയിച്ച് നടക്കണവനാ, അദ്ദേഹത്തിനെ തന്നെ ഭാഗവതം പഠിപ്പിക്കണമെന്ന് എന്തായിരുന്നു ഇത്ര നിർബന്ധം? അത് മകനായതുകൊണ്ടല്ല, അതിന് ഏറ്റവും ഉത്തമ പാത്രം ബ്രഹ്മനിഷ്ഠാളാണെന്നുള്ളത് കൊണ്ടാണ്.
ഇല്ലെങ്കിൽ അത് പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേമാതിരി ഭട്ടതിരി എന്ന് പറയുന്നത് ശിഷ്യൻ അവതരിക്കുന്ന നിമിഷമാണ് ഗുരു ഉണ്ടാവുന്നത്. ശിഷ്യൻ ഉണ്ടായ ദിവസമാണ് ഗുരുപൂർണിമ. ഗുരു ഉണ്ടായ ദിവസമല്ല, ഗുരു അവിടെ തന്നെ ഉണ്ട്. ആ മഹാദേവൻ ഒത്ത 4 പേര് കാൽക്കലിരിക്കാനുണ്ടായ ദിവസം അല്ലേ? അതാണല്ലോ ഗുരുപൂർണിമ. നമ്മളിന്ന് വേദവ്യാസ ജയന്തിയായിട്ട് പറയുന്ന ദിവസം ശരിക്കും എന്താ? ദക്ഷിണാമൂർത്തിയുടെ അവതാരം ഉണ്ടായ ദിവസമാണ്. താൻ പഠിപ്പിക്കുന്നത് പഠിച്ചാൽ മനസ്സിലാകാവുന്ന, കൊണ്ടു നടക്കാവുന്ന, നാളെ പ്രചരിപ്പിക്കാൻ പറ്റുന്ന ശിഷ്യന്മാരുണ്ടായി ഭഗവാന് അന്നത്തെ ദിവസം. അതാണ് ഗുരുപൂർണിമ. അതേമാതിരി അച്യുത പിഷാരടി ഒരു യഥാർത്ഥ ഗുരുനാഥനായത് ഭട്ടതിരിപ്പാട് പഠിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോഴാണ്. അത് സന്തോഷത്തോടെ പഠിപ്പിക്കാൻ തുടങ്ങി. ശ്രീരാമകൃഷ്ണദേവൻ ചോദിക്കാറുണ്ട്, അമ്മേ എൻ്റെ മക്കളെവിടെ, എൻ്റെ മക്കളെവിടെ, എന്താ ആരും വരാത്തത്. അങ്ങനെയാണ് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയത് അല്ലേ? ബ്രഹ്മാനന്ദ സ്വാമി, രാമകൃഷ്ണാനന്ദ സ്വാമി, വിവേകാനന്ദ സ്വാമി, ശാരദാനന്ദനും ഓരോരുത്തരായിട്ട് വന്നത് അങ്ങനെയാണ്. അതേപോലെ അച്യുത പിഷാരടി ആ തൃക്കണ്ടിയൂരപ്പനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, എനിക്കൊരു നല്ല ശിഷ്യനെത്താന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ശരിയല്ല താനും. ഭഗവാനും അർജുനൻ്റെ ഒപ്പം തോളത്ത് കൈയിട്ട് നടന്നു. ഏറ്റവും പറ്റിയ 2 ശിഷ്യന്മാർ ഭഗവാനുള്ളത് അർജുനനും ഉദ്ധവനും തന്നെയായിരുന്നു. തോളത്ത് കൈയിട്ട് നടന്നു. പക്ഷെ പ്രിപ്പയർഡ്, അവർ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകത്തിൽ കാർപ്പണ്യദോഷാപഹൃത സ്വഭാവ എന്നൊക്കെ പറഞ്ഞ് കുത്തി ചോദിച്ചതൊക്കെ. ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് ആദ്യം പഠിപ്പിച്ചത് വ്യാകരണമാണ്. എന്തിനാ വ്യാകരണം? വ്യാകരണം ഒരു ഡ്രൈ സബ്ജക്റ്റ് അല്ല. വ്യാകരണം അറിഞ്ഞാലേ ബ്രഹ്മവിദ്യ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയും പഴയ കാലത്ത്. ഹനുമാൻ സ്വാമി ഏറ്റവും വലിയ ബ്രഹ്മനിഷ്ഠനാണ്. ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും വലിയ അറിവെന്താ? വ്യാകരണം. ആരുടെ എന്നാ പഠിച്ച്? സൂര്യൻ്റെ എന്നാ പഠിച്ച്. തത്വാർത്ഥം നോക്കിയാൽ വാനരൻ മനസ്സ്, ഹനുമാൻ നമ്മുടെയൊക്കെ മനസ്സാണ്. ആ ഭഗവാൻ ആരുടെ എന്നാ വ്യാകരണം പഠിച്ചത്? ദ സയൻസ് ഓഫ് ലൈഫ്. സൂര്യൻ്റെ എന്നാ. സൂര്യൻ ആരാ? നമ്മുടെ ആത്മാവാണ്. മനസ്സ് ആത്മാവിൻ്റെ എന്ന് വേണം പഠിക്കാൻ. അതാണ് പുറകോട്ട് സഞ്ചരിച്ച് പഠിച്ചു എന്ന് പറയുന്നത്. ആ ഭാഷ കേട്ടിട്ടാണ് ശ്രീരാമസ്വാമി പറയുന്നത്. ലക്ഷ്മണൻ പറയും, ചേട്ടാ ഇവൻ ഏതോ രാക്ഷസനാണ്, ഇവൻ നമ്മളെ കൊല്ലാൻ വേണ്ടി ചതിക്കാൻ വന്നിരിക്കുകയാണ്. പറയും, അല്ലല്ല, അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എത്ര മധുരമായിട്ടും മനോഹരമായിട്ടും പദഘടനയോടെയാണ് സംസാരിക്കുന്നത്. ഇവൻ തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനല്ല. ഉത്തമനായിട്ടൊരു ഗുരുനാഥനുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുള്ളൂ. ഭഗവാൻ അത് തിരിച്ചറിയുന്നുണ്ട്. വ്യാകരണത്തിൻ്റെ ശക്തി അതാണ്. അപ്പം വ്യാകരണം എന്ന് പറയുന്നത് ഒരു ഡ്രൈ സബ്ജക്റ്റ് അല്ല. ഗുരുവായൂരപ്പൻ വിഭക്തിയുടെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെയൊക്കെ എഴുതിയല്ല ഇവിടെ നാളെ സ്തംഭേ കെട്ടയതോ ഹിരണ്യകശിപോ എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റുള്ളൂ. അത് കേട്ട് സന്തോഷിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് പറയണ ഓരോ വാക്കും ഗണപതി ഭഗവാൻ മനസ്സിലാക്കിയിട്ടേ എഴുതാൻ പാടുള്ളൂ എന്ന് വ്യാസമഹർഷി നിർബന്ധം വെച്ച്. ഗണപതി ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ എഴുതിയൊക്കെ തരാം, പക്ഷേ നിർത്താൻ പാടില്ല. ഞാൻ പെണ്ണിങ്ങനെ വെച്ചാൽ പിന്നെ കഴിയുമ്പോഴേ എടുക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് എഴുതിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു, അങ്ങനെ ആവട്ടെ, എനിക്കൊരു ചെറിയ കണ്ടീഷൻ ഉണ്ട്. ഞാൻ പറയണ ഓരോ വാക്കും അങ്ങ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എഴുതാൻ പാടുള്ളൂ പറഞ്ഞു. വ്യാസമഹർഷി പറയാൻ തുടങ്ങി, ഗണപതി ഭഗവാൻ എഴുതാനും തുടങ്ങി. വ്യാസമഹർഷി പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് 6 മാസക്കാലം കഴിഞ്ഞു ഗണപതി ഭഗവാൻ എഴുതി കഴിഞ്ഞപ്പോൾ. കാരണം ഈ ചെവി കൊണ്ട് കേട്ടിട്ട് ആലോചിക്കുന്ന അർത്ഥം എന്താ എഴുതി, അത്രയും അർത്ഥമാണ്. അങ്ങനെ എഴുതി അവസാനിപ്പിച്ചാണെന്ന് പറഞ്ഞ പോലെ ഗുരുവായൂരപ്പൻ തനിക്ക് സംഭാഷണം ചെയ്യാൻ പറ്റണ ഒരാൾ വന്നപ്പോഴാണ് രസിച്ച് കേട്ടതാണ് ആ 100 ദിവസം കൊണ്ട്. അതിനുള്ള ഫൗണ്ടേഷനാണ് ഇവിടെ ഇടുന്നത്. ആ ഫൗണ്ടേഷനുണ്ട്. ഏത് മഹാത്മാവിൻ്റെയും ജീവിതത്തെ നമ്മൾ നോക്കി പഠിക്കാണ്ട് ആ മഹാത്മാവിൻ്റെ ഒരു കൃതിയും പഠിച്ച് അഭ്യസിക്കാൻ പോകരുത്. അത് എത്ര ദിവ്യമായിട്ടുള്ള കൃതിയാണെങ്കിൽ പോലും. വ്യാസമഹർഷിയുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങൾ അറിയാതെ ഒരിക്കലും വ്യാസമഹർഷി എഴുതിയിട്ടുള്ള ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ദേവി ഭാഗവതം കഥാകഥനായിട്ട് ഇപ്പോൾ ചൂരക്കോട്ടുകാവിൽ കഴിയുന്ന സമയത്ത് അവസാന ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, വ്യാസൻ്റെ മനസ്സിലെ വേദന പെറ്റ അമ്മ കളഞ്ഞിട്ട് പോയി. അമ്മയെ ഒന്ന് കാണണം, പക്ഷെ അമ്മ വേറൊരു രാജധാനിയിലാണ്. അമ്മ എന്നെ വിളിക്കും, അമ്മേ എന്നെ സ്മരിച്ചാൽ ഞാൻ അപ്പ വരാം എന്ന് 100 തവണ പറഞ്ഞിട്ടാണ് അമ്മയെ പറഞ്ഞയച്ചത്. അമ്മ കല്യാണം കഴിച്ചു പോയി, വേറെ രാജധാനിയിൽ പോയി, അവിടെ സുഖജീവിതമൊക്കെ കഴിഞ്ഞ് പിന്നെ ദുരന്തം വന്നപ്പോഴാണ് മകനെ ഓർത്തത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അമ്മ എന്നെ ഓർക്കണം, എനിക്ക് അമ്മയെ പോയി കാണണം. അമ്മയെ പോയി കണ്ടു. അമ്മയെ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചോ. പറഞ്ഞു, മോനെ നിൻ്റെ അനിയന്മാരുടെ ഭാര്യമാരിൽ മക്കളെ ഉണ്ടാക്കണം,
അദ്ദേഹത്തിൻ്റെ നെഞ്ചിലൊരു കഠാര ഇറങ്ങി എന്നാ പറയുന്നത്. ദേവീഭാഗവത്തിൽ ശരിക്കതിൻ്റെ സൂചനകൾ കാണാം. ആറ്റുനോറ്റിട്ട് മക്കൾ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ അമ്മ എങ്ങനെ പെരുമാറണമെന്നുള്ളത് അവരുടെ മനസ്സിനെ ബാധിക്കുക. പൊന്നുഗുരുവായൂരപ്പൻ എന്തുകൊണ്ടാണ് ഈ അമ്മമാരുടെ പുറകെ നടക്കണത് ഇപ്പോഴും? ഞാൻ ഇന്നാൾ കുറൂരമ്മ പറഞ്ഞു, പെറ്റ അമ്മയുടെ സ്നേഹം കിട്ടാത്ത ആളെ ഗുരുവായൂരപ്പൻ. പോറ്റി അമ്മയുടെ മുഴുവൻ കിട്ടിയതുമില്ല. 9.5 വയസ്സിൽ അച്ഛനെയും അമ്മയും കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് തൻ്റെ അമ്മ വന്ന് തന്നെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും എന്ന് കരുതിയിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ആ അമ്മ വന്നിട്ട് കാൽക്കൽ നമസ്കരിക്കും. എന്നിട്ട് പറയണം, നിന്നെ എനിക്ക് ജനിച്ചപ്പോഴും ഞാൻ ചതുർബാഹുവായിട്ടാണ് കണ്ടത്, ഇപ്പോഴും ഞാൻ നാരായണനായിട്ടാണ് കാണുന്നത്. ഒരിക്കലും മനസ്സിൽ മാതൃഭാവം വന്നില്ല. വർഷങ്ങൾക്ക് ശേഷം എന്താ ആവശ്യപ്പെട്ട്? ബാക്കി മരിച്ചുപോയ മക്കളെ ഒന്ന് കാണിച്ചു തന്നു. എന്നിട്ട് അവർക്കൊക്കെ മുലയും കൊടുത്തു. ഒന്ന് ഗുരുവായൂരപ്പന് മുല കൊടുത്തില്ല, ദേവി ഇന്നും കൊടുത്തിട്ടില്ല. മനുഷ്യജന്മം എടുത്ത ഭഗവാനും നമ്മൾ കടന്നു പോകുന്ന അതേ വേദനകൾ അനുഭവിക്കും. ഇത് ഭഗവാൻ ഭട്ടതിരുടെ അടുത്ത് മാത്രം മനസ്സ് തുറന്നിരിക്കുന്നത്. അത് നാരായണീയ രചനയിൽ ഉടനീളം കാണാം. ഒരാൾ അങ്ങോട്ട് സങ്കടം പറയുമ്പോൾ ഭഗവാൻ, ഞാൻ സങ്കടം കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് കേൾക്കാം, എന്നാലും താൻ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ സങ്കടങ്ങളും ഇടയ്ക്ക് അങ്ങോട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഒരു ഡയലോഗുണ്ട് ഇവർ തമ്മിലുള്ളത്. സൂക്ഷ്മമായിട്ട് നാരായണീയം അഭ്യസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാടിൻ്റെന്ന് മാത്രമല്ല, സാക്ഷാൽ പൂന്താനത്തിനെ മനസ്സിലാക്കാൻ നമ്മളാൽ ആവുന്ന പോലെ ശ്രമിച്ചാൽ നമുക്ക് ജ്ഞാനപാന മനസ്സിലാവും. വ്യാസമഹർഷിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വ്യാസകൃതികളൊക്കെ മനസ്സിലാവും. ആചാര്യസ്വാമികളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആചാര്യകൃതികളൊക്കെ മനസ്സിലാവും. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ഉപരിപ്ലവമായിട്ടുള്ള അഭ്യാസങ്ങൾ മാത്രമായിട്ട് പോകും, അകത്തേക്ക് കിട്ടില്ല. അനുഭവത്തിൽ നിന്ന് വന്നതിനെ അനുഭവത്തിൽ കൊണ്ടേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അല്ലാത്തത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ ധാരാളം ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത്, ആ തൃക്കണ്ടിയൂർ താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു ഫ്രണ്ടിനെ കിട്ടി. കുട്ടഞ്ചേരി എരവിച്ചാക്യാർ എന്ന് പറഞ്ഞു. ആ എരവിച്ചാക്യാർക്ക് വേണ്ടിയിട്ടാണ് പ്രബന്ധങ്ങൾ എഴുതാൻ തുടങ്ങിയത്. രാജസൂയം ഇതൊക്കെയാണ് ആദ്യം. നാരായണീയം ആദ്യമേ വന്ന് എഴുതിയ ഗ്രന്ഥമൊന്നുമല്ല, പഠിക്കണ കാലത്ത് തന്നെ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. ലക്ഷ്മണനെ കൊണ്ട് കണ്ണും ചെവിയും മൂക്കും ഒക്കെ വെട്ടപ്പെട്ടിട്ടുള്ള ആ രാവണൻ്റെ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖ രാവണൻ്റെ അടുക്ക് ചെന്നിട്ട് അനുനാസികാക്ഷരങ്ങൾ, അതായത് മോഹണം സംസാരിക്കുകയാണ് അനുനാസികം. സംഗീതശാസ്ത്രത്തിൽ 64 ദോഷങ്ങൾ പറയും. അതിൽ മൂക്കോണ്ട് പാട്ട് പാടുന്നവരെ സാനുനാസികൻ എന്നാണ് വിളിക്കുക. മൂക്കോണ്ട് പാട്ട് പാടുന്ന ചില ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരാ കൂടുതൽ. മുഴുവൻ ഞങ്ങൾക്കറിയാം, ഓട്ടോ ട്യൂണർ ഇട്ടിട്ടാണ് മാറ്റുക. ആരുടെയൊക്കെ മക്കളായി പോയതുകൊണ്ടാണ് അവരൊക്കെ പാടുന്നത്. അപ്പോൾ ഈ അനുനാസിക അക്ഷരങ്ങൾ കൂടാണ്ട് കരഞ്ഞു എന്ന് എഴുതി വെച്ചു അത്ര ഭട്ടതിരി. മൂക്ക് പോയിട്ടുള്ള ശൂർപ്പണഖയ്ക്ക് മൂക്കിൻ്റെ സഹായം കൊണ്ട് ഉച്ചരിക്കേണ്ട ങ, ഞ, ണ, ന, മ ഈ 5 അക്ഷരങ്ങളും അനുസ്വാരവും ഉച്ചരിക്കാൻ പറ്റില്ല. അപ്പം ചുരുക്കി പറഞ്ഞ പിറ്റേ ദിവസം കൂത്തിന് ഈ അനുനാസിക അക്ഷരങ്ങളില്ലാണ്ട് ശൂർപ്പണഖയുടെ ഒരു പ്രലാപം വേണം. അതിന് വേണ്ടുന്ന പദ്യങ്ങളും ഗദ്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരാൻ പറയുകയാണ് ഫ്രണ്ടിൻ്റെ അടുത്ത്. ഭട്ടതിരിയുടെ കഥകൾ ഇങ്ങനെ രസകരമായിട്ടുള്ള അനവധി സംഭവങ്ങളുണ്ട്. ഇവിടെ അമ്പലപ്പുഴയൊക്കെ ചെന്നതിന് ശേഷമുള്ളതൊക്കെ കുഞ്ചൻ നമ്പ്യാർ തോൽക്കുന്ന വിധത്തിലുള്ള വിദ്യകൾ പുള്ളി പ്രയോഗിച്ചിട്ടുള്ളത് കാണാൻ പറ്റും, ഭാഷ വെച്ചിട്ട്. ചുരുക്കി പറഞ്ഞാൽ പിറ്റേ ദിവസം പുലർന്നപ്പോഴേക്കും ഒരു പ്രബന്ധം തന്നെ എഴുതി. നിരനുനാസിക പ്രബന്ധം. മൂക്കൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളോ ഒന്നുമില്ല അതിൽ. അങ്ങനെ ഒരു ഫുൾ പ്രബന്ധം, കൂത്ത് പറയണതിന് മുഴുവൻ പ്രബന്ധത്തിലും ഈ അക്ഷരങ്ങളില്ലാണ്ട്. ഇപ്പം നമ്മൾ ദേവി മഹാത്മ്യത്തിൽ പറയും, ഒരു മന്ത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 700 മന്ത്രങ്ങളും ഗ്രേറ്റാണ്. പക്ഷേ അതിൽ ഒരു മന്ത്രം ശൂലേനവാഹിനോ എന്ന് പറയുന്ന മന്ത്രം അല്ലേ, ശൂലേനവാഹിനോ ദേവി. എന്താ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ബാക്കി എല്ലാറ്റിലും താ എന്നും രാ എന്നും 2 അക്ഷരമുണ്ട്. ഈ മന്ത്രത്തിൽ അതില്ല. അത് തന്ത്രപ്രകാരം വളരെ വിശേഷമാണ്. ഇങ്ങനെ ഈ അക്ഷരങ്ങൾ ഉണ്ട് ഇല്ല എന്നുള്ളത് വെച്ചിട്ട് നമ്മുടെ പൂർവ്വകാലത്തെ പല കൃതികളിലും പലതും കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ അനുനാസിക അക്ഷരങ്ങൾ ഈ ങ, ഞ, ണ, ന, മ, അതേമാതിരി അനുസ്വാരം,
ഇതും ഇല്ലാണ്ട് അന്നത്തെ കൂത്ത് ഗംഭീരമായിട്ട് പറഞ്ഞു ചാക്യാർ. അത് കേട്ടിട്ട് പണ്ഡിതന്മാർക്കൊക്കെ വലിയ അത്ഭുതം. എങ്ങനെയാ ഇങ്ങനെ പറയാൻ പറ്റുക? ഈ അക്ഷരങ്ങളെ ഇല്ലാണ്ട് മലയാള ഭാഷ കൊണ്ടുപോകാൻ ചില്ലറ പണിയല്ല അല്ല സംസ്കൃതത്തിന്. അപ്പം അങ്ങനെ ആ നിരനുവാസിക പ്രബന്ധത്തിൽ 6 ശ്ലോകങ്ങളും നീണ്ടും ഒരു ഗദ്യവും കാണുന്നുണ്ട്. അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞ അനുനാസികരഹിതാനി വ്യതനോദേതാനി പദ്യഗദ്യാനി നാരായണാഭിധാനോ ദ്വിജബോധോ രവി നടേശ്വരാദേശ എന്നിങ്ങനെ കാണാം. അപ്പം രവി എന്ന് പേരുള്ള ഈ ചാക്യാർക്ക് ഉള്ള പേരാണ് ഈ എന്താ പറയുക, ഈ ഇരവി ചാക്യാർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അത് നാടൻ ഭാഷയിൽ ഇരവി എന്ന് പറഞ്ഞാൽ രവി. രവി എന്ന് പറഞ്ഞ ചാക്യാരുടെ നിർദ്ദേശപ്രകാരം നാരായണൻ എഴുതി ഈ അനുനാസികങ്ങളും അനുസ്വാരങ്ങളും ഇല്ലാത്ത പദ്യത്തിനെ എന്ന് പറഞ്ഞിട്ട് എഴുതി വച്ചിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ചിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ്വിജബോധോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാരായണൻ എന്ന് പേരുള്ള ഉണ്ണി നമ്പൂരി. അപ്പം അത്ര പ്രായമൊന്നുമില്ല തനിക്കെന്ന് അദ്ദേഹം അതിൽ സൂചിപ്പിച്ച് വെച്ചിട്ട് താൻ വളരെ ചെറുപ്പമാണ് ഇത് എഴുതുന്ന കാലത്ത് എന്ന് വെച്ചിരിക്കും. ഇതിന് ശേഷം അദ്ദേഹം അനവധി പ്രബന്ധങ്ങൾ എഴുതി, അനവധി പ്രബന്ധങ്ങൾ. ആ കാലത്ത് ജീവിതത്തിനൊരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായി. രാവും പകലും പഠിക്കുക. കുളി സന്ധ്യാവന്തരം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവൻ വായിക്കുക, പഠിക്കുക, എഴുതുക. ഊണും ഉറക്കും ഇല്ലാണ്ടാവണ വിധത്തിൽ പഠിത്തം തുടങ്ങി. രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുക തന്നെ. ഉച്ചയ്ക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും. പാതിരാ നേരത്തൊന്ന് ഉറങ്ങിയെന്ന് വരുത്തും. പഠിക്കുക എന്നുള്ളത് ഒരു എക്സ്ട്രീമിൽ നിന്ന് വേറൊരു എക്സ്ട്രീമിലേക്ക് പോയി അദ്ദേഹം. അങ്ങനെ അറിവ് സംഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പറഞ്ഞു കേൾക്കണ കഥയാണ്. ഇതിലിപ്പോൾ എത്ര സത്യം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഭട്ടതിരിപ്പാടിന് വേദം നിഷ്കർഷയായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം. അപ്പോൾ പിഷാരടി പറഞ്ഞു അതിനൊരു ഗുരുവിനെ ഉണ്ടാക്കാം, വഴിയുണ്ട് എന്ന് പറഞ്ഞു. പറ്റില്ല, അങ്ങ് തന്നെ എന്നെ വേദം പഠിപ്പിക്കണം. ഞാൻ എങ്ങനെയോടോ വേദം പഠിപ്പിക്കുക? എനിക്ക് വേദാധികാരമില്ലല്ലോ. പിഷാരടിമാർക്ക് വേദാധികാരമില്ല. അവർ ജ്യോതിശാസ്ത്രത്തിലാണ് അവരുടെ പ്രാവീണ്യം പഴയ കാലത്ത്. അപ്പം ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുക ചോദിച്ചോ? അതിന് മാർഗമുണ്ട്. അറിവുള്ള ഒരു പണ്ഡിതനെ കൊണ്ടുവരിക, അദ്ദേഹം ചൊല്ലിത്തരും, അങ്ങത് കേട്ടിട്ട് എന്നോട് പറയുക, എന്നാലും ഞാൻ അങ്ങയുടേന്നേ പഠിക്കുള്ളൂ. അങ്ങനെ ഋഗ്വേദം അഭ്യസിക്കാൻ തുടങ്ങി ഭട്ടതിരി എന്നൊരു കഥയുണ്ട്. ഇതിന് ചരിത്രപരമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. പ്രത്യേകിച്ച് അച്യുത പിഷാരടിയെ പോലെ ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗുരുനാഥൻ ഇങ്ങനെ ഒരു അക്കാലത്ത് അധർമ്മമാണെന്ന് കരുതുന്ന ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല. അത് പിഷാരടി മാഷൊക്കെ, കെ പി നാരായണ പിഷാരടി മാഷൊക്കെ വളരെ വിസ്തരിച്ചിട്ട് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെങ്കിലും കഥ ഇതാണ്. വേദം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അധികാരമില്ലാത്ത ഒരാൾ വേദം പഠിപ്പിക്കാനായിട്ട് ഉദ്യമിച്ചത് കൊണ്ട് അതിൻ്റെ ദോഷം കൊണ്ട് അച്യുത പിഷാരടിക്ക് വാദം വന്നു എന്ന് പറയും. മഹാകവിക്കും ഇതേമാതിരി തന്നെയുള്ള വള്ളത്തോളിലും സംഭവിച്ചത്. ബധിരനാവുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറം പറ്റുക എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇരട്ടക്കുളങ്ങര രാമവാര്യർക്ക് അങ്ങനെയാണ്. കിരാതം ആട്ടക്കഥ എഴുതി പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ അവസാനത്തിൽ അർജുനൻ ഭഗവാനെ ഗാന്ധീവം കൊണ്ട് തലക്കടിച്ചുവല്ലോ എന്ന് വിലപിക്കുന്ന ഒരു എനിക്ക് ഈ ജന്മം ഒടുങ്ങിയാൽ മതി എന്നൊരു പദം എഴുതി വെച്ചിട്ട് പിഷാരടി പുറത്തേക്ക് പോയത്, രാമവാര്യർ പുറത്തേക്ക് പോയതാണ്. ഒരു കാള കൊമ്പ് കുലിക്കുമെന്ന് വയറിൽ കുത്തി കയറി കൊല്ലി. കിരാതം ആട്ടക്കഥയുടെ എഴുത്ത് എപ്പോഴും പറയും അങ്ങനെ വാക്കുകൾ അറം പറ്റി പോവാന്ന് പറയും. ഇവിടെ അച്യുത പിഷാരടിക്ക് അറം പറ്റലല്ല, ഒരു ധർമ്മച്യുതി സംഭവിച്ചു, അതുകൊണ്ട് ഇങ്ങനൊരു അസുഖം വന്നു എന്നൊക്കെ ഒരു കഥ കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും വാതരോഗം ബാധിച്ചു. ചില്ലറ വാദമായിരുന്നില്ല. ശരീരം മുഴുവൻ നീര് വന്ന് വീർത്തു. എവിടെയും തൊടാൻ പറ്റില്ല എന്ന് പറയുന്നൊരവസ്ഥ. ഞാൻ കാലങ്ങൾക്ക് മുമ്പ് നിർമ്മാനന്തേരി സ്വാമിയുടെ അടുത്ത് ഉള്ള കാലത്ത് ഒരു കുട്ടിയെ കൊണ്ടുവന്ന ഓർമ്മയുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്ന് അന്യമതസ്ഥനായിട്ടൊരു കുഞ്ഞാണ്, പാവം. വാഴയിലയിൽ കിടത്തിയാ കൊണ്ടുവന്ന്. ആ കുട്ടിയുടെ കൈ ശരീരത്തിൻ്റെ ഏകദേശം ഈ ഉയരത്തിൽ നമ്മൾ കൈ കൊണ്ടയാൽ തന്നെ അത് അങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങും. അതായത് അറിയാണ്. ഇപ്പം നമ്മളറിയും, നമ്മുടെ തലയുടെ മുകളിലൊക്കെ ഇങ്ങനെ കൈ നീക്കിയാൽ നമുക്ക് അറിയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കണ്ണടച്ചിരുന്നാലും ഇങ്ങനെ ആക്കി അറിയും. അതുപോലെ വെറുതെ ഇരിക്കുന്ന കുട്ടിയുടെ ശരീരത്തിൻ്റെ മുകളിൽ എവിടെയെങ്കിലും രോഗം ശരീരത്തിനെ ഏതവസ്ഥയിലാക്കി മാറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര ഭീകരമായൊരു വാദം പിഷാരടിക്ക് വന്നു. പിഷാരടി സ്വയം നല്ലൊരു വൈദ്യനായിരുന്നു. ആദ്യം കുറെ തന്നെ ചികിത്സിച്ചു. അതിനുശേഷം മറ്റു വൈദ്യന്മാരെയും വിളിച്ചു. പല വിധത്തിലുള്ള ചികിത്സകൾ ചെയ്തു നോക്കി, ഒന്നും ഫലിച്ചില്ല. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? കഷ്ടപ്പെട്ട് ശരീരശുദ്ധി വരുത്തി എങ്ങനെയോ എഴുന്നേറ്റിരുന്നിട്ട് കവടി നിരത്തി നോക്കി. എന്താ പ്രശ്നം? കർമ്മവിഭാഗം എന്താ? ഏത് രോഗത്തിനും
ഒരു കർമ്മം നിദാനം ഉണ്ടാവും, ഒരു കർമ്മം കാണും. അതാണ് കർമ്മവിഭാഗ പ്രായശ്ചിത്തം എന്ന് പറയുക. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് അതിൻ്റെ മഹാഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. സായണാചാര്യൻ എഴുതിയിട്ടുള്ള ഒരു കർമ്മവിഭാഗ പ്രായശ്ചിത്തമുണ്ട്. വീരസിംഹൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവ് എഴുതിയിട്ടുള്ള വീരസിംഹാവലോകനം, അങ്ങനെ അനവധി ജ്യോതിഷ ഗ്രന്ഥങ്ങളുണ്ട്. ഒരു അസുഖം എന്തുകൊണ്ട് വരുന്നു. ഇപ്പം നാളെ ദേവിഭാഗവതം പറഞ്ഞ സമയത്ത് ഞാൻ 7 അസുഖങ്ങൾ അങ്ങനെ പറഞ്ഞു. അതിൽ ഹൃദ്രോഗത്തിൻ്റെ പറഞ്ഞപ്പോൾ ആ ഹൃദ്രോഗം പണ്ട് ഈ കർമ്മവിഭാഗം എന്താണെന്ന് അന്വേഷിച്ച് നടന്നിട്ടുണ്ട് ഞാൻ. പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് നല്ല രസമാണ്. ഗുരുസ്ഥാനത്തുള്ള സ്ത്രീകളെ കാമത്തോടു കൂടിയിട്ട് നോക്കുന്നവന് ഹൃദ്രോഗം. അങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ പിള്ളേർ മുഴുവൻ ഹൃദ്രോഗികളും. സത്യം. അങ്ങനെ ഇങ്ങനത്തെ അനവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കർമ്മവിഭാഗം തനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് കണ്ടപ്പോൾ നമുക്കുള്ള നോൺ ഹിസ്റ്ററിയിൽ പറയുന്നത് എന്താ വെച്ചാൽ തൻ്റെ ജന്മാന്തര ദുരിതമാണ് കാരണം. ഇതിന് തിലഹോമം ചെയ്യണം, വേർപാട് ചെയ്യണം, കർമ്മവിഭാഗമായിട്ടുള്ള ദാനങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ചാന്ദ്രായണം പോലുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കണം. അതായത് തിഥിക്കനുസരിച്ച് 1 ഉരുള, 2 ഉരുള, 3 ഉരുള, അങ്ങനെ 14 ഉരുള വരെ, പിന്നെ കുറച്ച് കൊണ്ടുവരിക. അല്ലെങ്കിൽ 14 ഉരുളയിൽ തുടങ്ങിയിട്ട് 1 ഉരുളയിൽ എത്തിച്ച് അമാവാസിക്കോ പൗർണമിക്കോ പൂർണ്ണോപവാസം ചെയ്യുക. ഇതൊക്കെ ഇപ്പം നമ്മൾ ചെയ്യണില്ല, വേറെ മതക്കാർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണവും കാണുന്നു. നമ്മൾ വ്രതം എന്ന് പറഞ്ഞിട്ട് ഗോതമ്പ് വെട്ടിയടിച്ച് വയറ് നിറച്ച് കയറ്റും. ഞാൻ സ്ഥിരം പറയാറുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ അനവധി അന്നത്തെ കാലത്ത് അവർക്ക് അറിയാവുന്ന എല്ലാ വിദ്യകളും അദ്ദേഹം പ്രായശ്ചിത്തങ്ങൾ ചെയ്തു നോക്കി. അത് മുഴുവൻ ശ്രമിച്ചു, മറ്റൊരു മാർഗവും കാണുന്നില്ല. വേൽപ്പത്തൂർ ഓടി നടന്ന് ജ്യോതിഷന്മാരെ കൊണ്ടുവരും, പരിഹാരം ചെയ്യണവരെ കൊണ്ടുവരും, ഹോമം ചെയ്യണവരെ കൊണ്ടുവരും, അദ്ദേഹം തന്നെ ചെയ്യും. എങ്ങനെയെങ്കിലും ഗുരുനാഥൻ്റെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് പാവം രാവും പകലും പണിയെടുത്തു എന്നാണ് പറയണത്. അങ്ങനെ ഇരിക്കുന്ന സമയം വന്നപ്പോൾ ഒരു ജ്യോതിഷൻ പറഞ്ഞു, കർമ്മവിഭാഗ ദാനം ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും കൊടുത്താൽ പറ്റില്ല. നമ്മളിന്ന് എന്താ ചെയ്യുക? ബ്രാഹ്മണന് കൊടുക്കണം പറഞ്ഞാൽ കാശ് ഒട്ടും ഇല്ലാത്തവനെ വിളിച്ച് അയാളുടെ ഗതികേടിനെ ചൂഷണം ചെയ്ത് അവനൊരു ദാനം കൊടുക്കും. മഹാദ്രോഹ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്, ഗുരുവായൂരപ്പനെ തൊഴാണ്ട പ്രസാദൂട്ടിൻ്റെ ക്യൂ കയറി നിന്നിട്ട് ഭക്ഷണം കഴിക്കരുത്. കാരണം ഈ വഴിപാട് അന്നദാനത്തിന് കൊടുക്കുന്നവനൊക്കെ അവൻ്റെ കർമ്മത്തിനെയാണ് കൊടുക്കുന്നത്. ഭഗവാനെ വന്ദിക്കാണ്ട് ആ ഭക്ഷണം കഴിച്ചാൽ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഈ കർമ്മത്തിനെ അത് ഏത് ക്ഷേത്രത്തിലും അവസ്ഥ അതാണ്. അതുകൊണ്ട് മഹാക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ഭാഗവതം തുടങ്ങിയിട്ടുള്ള സപ്താഹം യജ്ഞങ്ങളൊക്കെ നടക്കണം. അവിടെ കുറച്ചു നേരം വന്നാൽ യജ്ഞത്തിന് ഭാഗമാക്കായിരുന്നു കേട്ടിട്ട് കഴിച്ചാലേ അത് പ്രസാദമാവുള്ളൂ. ഇല്ലെങ്കിൽ അത് റെസീറ്റാക്കി അവൻ്റെ വീട്ടിലത്തത് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം. കാരണം ഇവിടെയൊക്കെ അന്നദാനം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് വീട്ടിൽ വെക്കാനും ഉണ്ണാനും ഉള്ളവനാണ്. അവൻ അന്ന് അടുക്കളയിൽ പോണ്ടാന്നുള്ളതാണ് സന്തോഷം, അല്ലേ? ഓ, ഇന്ന് അടുക്കളയിൽ വേണ്ട, 7 ദിവസം നീ സുഖ, ഇവിടെ വന്നാൽ കഴിക്കാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ കുറച്ച് നേരത്തെ വരിക. ഞാൻ എപ്പോഴും സാധാരണ കഥയൊക്കെ പറഞ്ഞു വരുമ്പോൾ 11:30 കഴിഞ്ഞിട്ടേ ഗംഭീര ഭാഗങ്ങൾ പറയുള്ളൂ. കാരണം നല്ല തിരക്കായിരിക്കും. കഴിയുന്നത് 1 മണിക്ക് മുമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യും ആ ഭാഗങ്ങൾ. കാരണം കാലം അങ്ങനെയാണ്. അപ്പം ഇവിടെ അന്നത്തെ കാലത്ത് അവർക്ക് നല്ല ബോധമുണ്ട് ആർക്കാണ് ദാനം കൊടുക്കേണ്ടത്. ഉത്തമനായിരിക്കണം, ബ്രഹ്മവിത്തായിരിക്കണം, ഇത് സ്വീകരിക്കാൻ സാധിക്കുന്നവരായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ബാക്ക് ഫയർ ചെയ്യും. ഇപ്പോൾ ഈ ലാൽ കിതാബ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിൽ ഒരുപാട് പരിഹാരങ്ങൾ പലരും എടുത്ത് ചെയ്യാറുണ്ട്. തേങ്ങ ഒഴിഞ്ഞിട്ട് രാഹുവിൻ്റെ പരിഹാരത്തിന് വെള്ളത്തിലിടുക തുടങ്ങിയിട്ടുള്ള പണികളുണ്ട്. ഡബിൾ എഡ്ജ് സോഡ, ഇരുതല മൂർച്ചയുള്ള വാളാണ്, ഫലിക്കും. ഇതിൻ്റെ റിവേഴ്സ് ഒരു അടി 2 ദിവസം കഴിയുമ്പോൾ വരും. അത് എങ്ങനത്തെ അടിയായിരിക്കും വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സുഗമമായിരിക്കും. അതുകൊണ്ട് ഈ കർമ്മവിഭാഗ ദാനങ്ങളിലൊക്കെ പശുവിനെ കൊടുത്താലും ഭൂമി കൊടുത്താലും സ്വർണം കൊടുത്താലും പണ്ടത്തെ കാലത്ത് പുരാണങ്ങളിൽ പറയും രാജാക്കന്മാർ ഇത്ര ദാനങ്ങളെ ബ്രാഹ്മണർക്ക് കൊടുത്തു. അത് പാവം ബ്രാഹ്മണർ അതും ആ കർമ്മവും കൊണ്ടാണ് അവർ പോണത്. ഈ രാജാവ് ലക്ഷക്കണക്കിന് ആൾക്കാരെ വെട്ടിക്കൊന്നതിൻ്റെ ദക്ഷിണയാണ് മോർജപം നടത്തിയിട്ടും ദീപം നടത്തിയിട്ടും ഒക്കെ കൊടുക്കുന്ന രാജാക്കന്മാർ. അത് സ്വീകരിക്കുന്നത് ഗായത്രി ജപിച്ചുണ്ടാക്കിയ തപസ് കൊണ്ട് കത്തിച്ചിട്ടാ. അങ്ങനെ ഗായത്രി ജപിച്ചുണ്ടാക്കിയ തപസ് ഇന്നുണ്ടോ? സഹസ്രാവർത്തി ചെയ്യണവരെന്ന് എത്ര പേരുണ്ടാവും? അക്കാലത്ത് ഭട്ടതിരിയെ പോലൊരു ശിഷ്യൻ ഭാഗ്യത്തിന് പിഷാരടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഭാഗ്യം. അപ്പോൾ ഒഴിവ് നോക്കി ഭട്ടതിരി പറഞ്ഞു, ഞാൻ തന്നെ ഉണ്ടല്ലോ, ഞാൻ സ്വീകരിക്കാം. പിഷാരി പറയും, താൻ എന്താ പറയണത്, താൻ അങ്ങനെ ചെയ്യരുത്. ഇല്ല, ഇതാണ് എൻ്റെ ഗുരുദക്ഷിണ, ഞാൻ സ്വീകരിച്ചോളാം, ഒഴിവ് നോക്കൂ പറഞ്ഞു.
അപ്പോഴും നോക്കിയപ്പോൾ വ്യാഴം തെളിഞ്ഞു. എങ്ങനെ തെളിയാണ്ടിരിക്കുക? ഇവിടെ വരുത്തണം, ഇവിടേക്ക് വരുത്തണേ. അപ്പം തെളിഞ്ഞു. കർട്ടനൊക്കെ മാറ്റി നോക്കി, തിരശ്ശീല പിടിച്ചു, കാണിച്ചു. ഞാൻ പ്രസാദിച്ചിരിക്കണമെന്ന് കാണിച്ചു. എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ ബ്രഹ്മതേജസ്സുള്ള ആൾക്കാണ് കർമ്മവിഭാഗ ദാനം വാങ്ങാൻ സാധിക്കുക. പാപങ്ങൾ ദാനം വാങ്ങിയ ആളിലേക്ക് അത് പകരും. അത് ധൈര്യം പോരാണ്ട പാറും. സഹദേവൻ എന്തുകൊണ്ടാണോ രാജസൂയത്തിൽ ഭഗവാനാണ് അഗ്രപൂജയ്ക്ക് അർഹൻ എന്ന് പറയാൻ കാരണം വെച്ചാൽ ഭഗവാന് മാത്രമേ പാണ്ഡവന്മാരുടെ കർമ്മഫലം സ്വീകരിക്കാനുള്ള കഴിവുള്ളൂ. ബാക്കി ആർക്ക് കൊടുത്താലും അവർ കരിഞ്ഞില്ലാണ്ടായി പോകും. ആ ഭഗവാൻ ആ തേരിന്നിറങ്ങിയപ്പോഴാണല്ലോ അർജുനൻ്റെ തേര് പൊട്ടിത്തെറിച്ച് കത്തിപ്പോയത്. ഹനുമാൻ ആ നിമിഷം ആ തേരിന്ന് പോയി. ദുര്യോധന അതുവരെ ചെയ്ത സകല ആഭിചാരങ്ങളും കയറിയിട്ട് ആ തേരിനെ തകർത്ത് കളഞ്ഞു. രണ്ട് ചൈതന്യങ്ങൾ അതിന് വിടുകയാണ്. ഭഗവാൻ ഇറങ്ങിയതുകൊണ്ട് ഹനുമാൻ അവിടുന്ന് പോയി. ഹനുമാൻ പോയതോടെ ആഭിചാരവും അതിനെ ഭസ്മാക്കി എന്ന് പറയും. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു അബ്സോർബറാണ്. ഈ ശ്രീകോവിലിൽ ഇരുന്നിട്ട് എന്താ ചെയ്യണത്? വെണ്ണയും തിന്ന് പട്ട് കൊടുത്ത് നെക്ലസ് ഇട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ കയ്യിലിരിപ്പിനെ അദ്ദേഹം വലിച്ചെടുത്തുകൊണ്ടിരിക്കും. നെയ്യഭിഷേക പ്രിയനെ എന്ന് വിളിക്കണു സ്വാമിയെ. ഈ നെയ്യിൽ നിറച്ച് തലയെ കൊണ്ട കമത്തണം എന്താ? നമ്മുടെ കയ്യിലിരിപ്പാണ്. അതിനെ കത്തിക്കുകയാണ് ആ തപസ്സുകൊണ്ട് മഹാത്മാവ്. അങ്ങനെയുള്ള പിഷാരടിയുടെ ശിഷ്യന്മാരൊക്കെ ആരാര് മുന്നോട്ട് പോയിട്ട് തൻ്റെ ഗുരുനാഥൻ്റെ കർമ്മവിഭാഗ ദാനം സ്വീകരിക്കണം എന്നുള്ള തർക്കിച്ചും ശങ്കിച്ചും നിൽക്കുമ്പോൾ ഭട്ടതിരി ഈ ന്യായം പറഞ്ഞു അത്രേ. ഭഗവാനല്ലേ ഉണ്ടായത്, ഭഗവാൻ ഒന്നും തട്ടിയില്ലല്ലോ, ഭഗവാൻ എന്നെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാ അത്രേ ഈ ദാനം സ്വീകരിക്കണം. അപ്പം ആരുടെ പേര് പറഞ്ഞിട്ടാ അത് സ്വീകരിച്ച ആൾ രക്ഷിക്കാണ്ടിരിക്കുമോ? തീർച്ചയായിട്ടും രക്ഷിക്കും. അതുകൊണ്ട് ഗുരുഭക്തന്മാരിൽ വെച്ചിട്ട് അഗ്രണിയായിട്ടുള്ള ഭട്ടതിരി വാൽക്കണ്ണാടിയിലേക്ക്, മെറ്റല് കൊണ്ടുള്ള, ലോഹം കൊണ്ടുള്ള വാൽക്കണ്ണാടിയിലേക്ക് വിദ്യാവണ്ണം ആവാഹിച്ചെടുത്തു രോഗത്തിനെ. അതിന് മന്ത്രമുണ്ട്, രോഗാവാഹനം നടത്തുന്ന മന്ത്രമുണ്ട്. അത് ചെയ്ത് ആ കണ്ണാടിയെ ദക്ഷിണയോട് കൂടി, അതിന് ചില രീതികളൊക്കെ ഉണ്ട്. അത് സ്വീകരിക്കുമ്പോൾ ഒരു മന്ത്രം ചൊല്ലുക, ഞാൻ ഈ രോഗത്തിന് നിദാനമായ കർമ്മത്തെ സ്വീകരിക്കണമെന്നാണ് മന്ത്രം പറഞ്ഞത്. എത്ര ഭയങ്കരമായിട്ടുള്ള മന്ത്രം എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ശിഷ്യന് മന്ത്രോപദേശം കൊടുക്കുമ്പോൾ ഗുരുനാഥൻ ചെയ്യണത് അതാണ്. വഴി കൂടെ പോണവരെ ഒന്നും ശിഷ്യരാക്കരുത്, വഴി കൂടെ പോണവനെ ഒന്നും ഗുരുവാക്കരുത്. ഇതൊരു ഭയങ്കര ബോണ്ടിങ്ങാണ്. പെറ്റ അച്ഛനും അമ്മയ്ക്കും പോലും മക്കളുടെ കർമ്മം സ്വീകരിക്കാൻ സാധിക്കില്ല, ഗുരു അത് ചെയ്യും. ഇവിടെ ശിഷ്യൻ ഗുരുവിൻ്റെ സ്വീകരിച്ച അത്യപൂർവമായിട്ടുള്ളൊരു കാഴ്ച. ആ ഛായാദാനം സ്വീകരിച്ച നിമിഷം ആ കർമ്മം, ആ പാപപുരുഷൻ ഭട്ടതിരിയെ ബാധിച്ചു എന്നാണ്. ആ നിമിഷം തന്നെ ഭട്ടതിരിക്ക് ശരീരത്തിന് ഒട്ടും സുഖമില്ലാത്തൊരവസ്ഥ സംഭവിച്ചു. ഭട്ടതിരിയുടെ അത്രയും കാലത്തെ ഉപാസനയും തപസ്സും ജപവും ഒക്കെ അങ്ങോട്ട് പോയി. ഇദ്ദേഹത്തിൻ്റെ രോഗരൂപത്തിലുള്ള അപൂർവ ദുരിതം ഇങ്ങോട്ടും വന്നു. ഗുരു കൃതാർത്ഥനായി അനുഗ്രഹിച്ചു. ഏയാദി മകനെ അനുഗ്രഹിച്ച പോലെ അനുഗ്രഹിച്ചു, മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു. ആ നിമിഷം തൊട്ട് തന്നെ പിഷാരരുടെ വാദക്ലേശങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വന്നു എന്നാണ് പറഞ്ഞത്. ഭട്ടതിരിയിൽ ലോകലക്ഷണങ്ങൾ ഓരോന്നായിട്ട് കാണാനും തുടങ്ങി. നടക്കുമ്പോൾ കാലിൽ ഞരമ്പ് വലിയ, നീര് വരിക, ഇരിക്കാൻ പറ്റില്ല, അധികം നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല, ശരീരത്തിൽ എപ്പോഴും ഒരു തിളച്ച അവസ്ഥ, ഉറക്കം കുറഞ്ഞു, കോച്ചിപ്പിടുത്തം, ഇങ്ങനെ പടിയായിട്ട് തുടങ്ങി. പക്ഷേ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഒരു മനക്ലേശവും ഉണ്ടായില്ല. ചികിത്സകളായിട്ടും പ്രായശ്ചിത്തങ്ങളായിട്ടും പലവിധം പരിഹാരങ്ങളൊക്കെ മേൽപ്പത്തൂർ ചെയ്തു. രോഗത്തിന് കുറവൊന്നും വന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എത്ര ധൈര്യം ഉണ്ടെങ്കിലും കിടപ്പിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ധൈര്യം പോവും അല്ലേ? എൻ്റെ അച്ഛൻ 4 വർഷമായി കിടക്കാൻ തുടങ്ങി. ഗുരുവായൂരപ്പനെ തൊഴുതു പോയിട്ട് അങ്ങനെ കിടന്നതാണ്. അച്ഛനിലെ വിൽ പവർ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഭട്ടതിരിയുടെയൊക്കെ വിൽ പവർ എന്തായിരുന്നിരിക്കും. കാരണം പരസഹായത്തോടു കൂടിയിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വേറൊരു ദൈന്യത ഒരാൾക്ക് വരാനില്ല. ഭട്ടതിരിപ്പാടിനെ സംബന്ധിച്ചിടത്തോളം അസുഖം വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിനെ നോക്കാൻ ആകെ വന്നത് അനിയന. ഏട്ടന് വയ്യേ. കൂടപ്പറപ്പുകൾ മറ്റാരും വന്നതായിട്ട് പറയുന്നില്ല.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഭട്ടതിരിയെ കണ്ടു കഴിഞ്ഞാൽ വടിയെടുത്തടിക്കണം, ചാണകവെള്ളം തളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരം മുക്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു സഹോദരൻ വേറെ ഉണ്ടായിരുന്നു ഭട്ടതിരിക്ക്, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ചില മനുഷ്യരുണ്ട്, അവർക്കൊരു പൂർവ്വകാലം മോശമായിരിക്കും, അവർ കഷ്ടപ്പെട്ട് നന്നാവും, എന്നാലും സമൂഹം പറയും പണ്ട് ഇവൻ എന്തായിരുന്നു എന്നേ പറയുള്ളൂ, അവൻ നന്നായോ എന്ന് പറയില്ല, നന്നായി എന്ന് പറയില്ല. അതേ അവസ്ഥയായിരുന്നു ഭട്ടതിരിക്ക്. പണ്ട് കാണിച്ചു കൂട്ടിയ അഹങ്കാരത്തിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ടും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു പോകണ ഒരവസ്ഥ വന്നു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ, അക്കാലത്ത് തന്നെ ഭട്ടതിരിയുടെ കാലഘട്ടത്തിന് മുൻപ് തന്നെ ഗുരുവായൂർ ക്ഷേത്രവും ഗുരുവായൂരപ്പനും വാതരോഗ ചികിത്സയ്ക്ക് വിശേഷമാണെന്നുള്ള പേര് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പ്രമാണങ്ങളുണ്ട്, മറ്റു കവികൾ എഴുതിയിട്ടുണ്ട് അതിന് മുന്നേ. ഗുരുവായൂരപ്പൻ വാതരോഗം മാറ്റണവനാണ്. ഗുരുവായൂരപ്പൻ മാറ്റുന്നത് 2 തരം വാതരോഗ. ഒന്ന് മനസ്സിൻ്റെ മാനസിക പ്രശ്നങ്ങളൊക്കെ മാറ്റും, ശരീരത്തിൻ്റെ രോഗങ്ങളും മാറ്റും. പിന്നെ ആ വിഗ്രഹത്തിൻ്റെ ആദ്യ ധർമ്മം, പണ്ട് ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പറയാനുള്ള ഭാഗ്യം വൈശാഖത്തിൽ തന്നപ്പോൾ അന്ന് ഭഗവാൻ പറയിപ്പിച്ചൊരു വാക്കുണ്ട്. പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈശ്വര ഞാനിപ്പോൾ എന്താ പറഞ്ഞേ, ഞാൻ പുത്രദായകനാണെന്നാണ് പറഞ്ഞത്. മക്കളെ തരുന്നവനാണ്, നല്ല മക്കളെ തരുന്നവനാണ് ഞാൻ. കാരണം കൃഷ്ണിക്കും സുതപസ്സിനും ആ വിഗ്രഹം എന്തിനാണ് കൊടുത്തത്? മക്കളുണ്ടാവാനാണ് കൊടുത്തത്. കശ്യപനും അതിഥിക്ക് ആ വിഗ്രഹം എന്തിനായിരുന്നു ഉപകാരപ്പെട്ടത്? വാമനൻ ജനിക്കാനാണ്. വസുദേവനും ദേവകിക്ക് എന്തിനാണ് ആ വിഗ്രഹം ഉപകാരപ്പെട്ടത്? ഭഗവാൻ ജനിക്കാനാണ്. അപ്പൊ പുത്രദായകനാണ് ഗുരുവായൂരപ്പൻ. സ്വാമിയും പുത്രദായകനാണ്. അയ്യപ്പൻ രേവന്തൻ എന്ന് പറയാം ആ ഭാവത്തിന്. ഇവർ കേരളത്തിൻ്റെ 2 മഹാദേവന്മാരാണ് അവർ. അമ്മമാർ നമുക്ക് അനവധിയുണ്ട്. ആ മഹാദേവനായിട്ടുള്ള ഭഗവാന്മാർ 2 പേരും പുത്രദായകന്മാരാണ്. അപ്പം ഇവിടെ ഭഗവാന്റെ അത് സംഭവിക്കുക എല്ലാവിടെയും വാതരോഗ. അപ്പം അതതിൻ്റെ ഭാഗമാണ്. അത് ഒരു കുഴപ്പമില്ല. അവിടെയൊക്കെ അത് അമ്മമാർക്ക് അത് ഓഫ് ചെയ്യാൻ കിട്ടുന്നില്ല, അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പം മേൽപ്പത്തൂരിൻ്റെ സമകാലികനായിട്ടുള്ള ഒരു വാസുദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവി ഭ്രമര സന്ദേശം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഗുരുവായൂരപ്പനെ പറ്റി പറയുക. യസ്മിൻ ദേവ സ്വയമപി മഹാപാവനപ്പാവനാനാം ആതങ്കാന ഉപശമയിത ഭാസതേ വാസുദേവ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാവനങ്ങളായിട്ടുള്ള ആതങ്കങ്ങൾ ശമിപ്പിക്കണ വാസുദേവൻ ഗുരുവായൂരിൽ ശോഭിക്കുന്നു എന്ന് അക്കാലത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പാവനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്ന പാവനം ശുദ്ധം പരിപാവന അതല്ല. വായുവിനാൽ ജന്യമായിട്ടുള്ള രോഗങ്ങൾ ശമിപ്പിക്കുന്ന പവനാൽ ഉണ്ടാക്കുന്ന ആതങ്കങ്ങൾ, അസുഖങ്ങൾ ശമിപ്പിക്കുന്ന വാസുദേവൻ ഗുരുവായൂർ ശ്രീലകത്ത് ശോഭിക്കണമെന്ന് അക്കാലത്ത് എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. സോ ഭഗവാന്റെ പ്രശസ്തി അന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം അന്ന് ഒരു വലിയ സെൻ്ററൊന്നുമല്ല വർഷിപ്പിൻ്റെ. അന്നത്തെ ഏറ്റവും വലിയ വർഷിപ്പ് സെൻ്റർ ഏതാ? തിരുനാവായാണ്, നാവാമുകുന്ദനാണ്. പക്ഷെ ഭട്ടതിരിപ്പാടാണെങ്കിലും അല്ലെങ്കിൽ പൂന്താനാണെങ്കിലും എന്തിനാണ് അവരുടെ അടുത്തുള്ള തിരുനാവായ വിട്ടിട്ട് ഗുരുവായൂർക്ക് വന്നത്? 2 കാരണങ്ങളാണ്. ഒന്ന്, ഭട്ടതിരിയെ സംബന്ധിച്ചിടത്തോളം അസുഖം മാറുക എന്നുള്ളത്. പൂന്താനം സമാധാനം ആഗ്രഹിച്ചിട്ട് വന്നത്. അവിടെ എന്നും യുദ്ധം, പൊളിറ്റിക്കൽ ടെർമോയിലിൻ്റെ സ്ഥലമായിരുന്നു തിരുനാവായ. ഗുരുവായൂർ സാമൂതിരിപ്പാടിൻ്റെ നേരിട്ട് കീഴിലായിരുന്നുകൊണ്ടും ഇവിടെ ചാവേറുകൾ വരില്ല എന്നുള്ളത് കൊണ്ടും ശാന്തമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അത് പ്രത്യേകിച്ച് മാനവേദൻ്റെ കാലത്തേക്കൊക്കെ, ഇവരുടെ കാലത്തിന് ശേഷമാണ് മാനവേദൻ്റെ കാലം വരുന്നത്. മാനവേദൻ മാത്രമാണ് ഒരുപക്ഷെ സാമൂതിരി തലമുറകളിൽ ഗുരുവായൂരെ വിട്ടുപോകാതെ ഇവിടെ തന്നെ ഇരുന്ന് ഭരിച്ച ആൾ. അദ്ദേഹം ഒന്നാന്തരം യോദ്ധാവായിരുന്നു. അദ്ദേഹം കൊച്ചി രാജാവിനെ വെട്ടിയ സ്ഥലമാണ്. അവിടെ കൊച്ചി രാജാവ് എൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞിട്ട് അലറി വിളിച്ച് ഓടി രക്ഷപ്പെട്ട സ്ഥലം മാപ്രാണം. പ്രാണൻ എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ട അത്ര. അത് മാനവേദന വെട്ടിയത്. അപ്പം ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഭജിക്കാൻ ഏറ്റവും നല്ല സ്ഥലം. സമാധാനമായിട്ട് ഭഗവാനെ ഭജിക്കുക. ഭഗവാന്റെ എന്താ പറയുക, കാശിതമ്പുരാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂർക്ക് വരണ്ട. അത് നിങ്ങൾ അകത്താണ് കിട്ടേണ്ടത്. വീട്ടിലിരുന്നിട്ടാണെങ്കിലും ഉള്ളിലാണ് കിട്ടേണ്ടത്. ഇവിടെ വരണം. എന്തിനു വരണം? ഇവിടെ താലഭാരങ്ങൾ കാണാൻ, ഭാഗവതം കേൾക്കാൻ, ഉത്സവങ്ങൾ കാണാൻ, ഭഗവാന്റെ ആ രാജകീയത കാണാൻ, അതിൻ്റെ കൂടെ കളിക്കാൻ, അതിൻ്റെ അത് തരണ ഭക്ഷണം കഴിക്കാൻ. ഇതിനൊക്കെയാണ് നിങ്ങൾ ഗുരുവായൂർക്ക് വരേണ്ടത്. അല്ലാണ്ട് ഗുരുവായൂരപ്പനെ കാണാൻ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. എത്ര അർത്ഥവത്താന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പം അതിന് എല്ലാ ഭക്തർക്കും വന്ന് കൂടാവുന്ന ഒരു സെൻറ്ററായി മാറി ഇവരുടെയൊക്കെ ഓരോരുത്തരുടെ വരവ് കൊണ്ട്. ഭട്ടതിരിപ്പാട് വരണ കാലത്ത് ഈ വലിപ്പമൊന്നും ഗുരുവായൂർ ക്ഷേത്രത്തിനും ഇല്ല, ഈ തിരക്കുമില്ല. പൂന്താനം വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഭട്ടതിരി വരുന്നത് കുറച്ചുകൂടെ വൈകിട്ടാണ്. അങ്ങനെ ഗുരുവായൂർ താമസിച്ച് ഭജിക്കാനുള്ള ആ ഐഡിയ അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടിയെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഇനി അവിടെ പോയി ഭജിക്കണം എന്ന് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഉള്ളൂ. എങ്ങനെ ഭജിക്കണം എന്നറിയില്ല. ഓഫീസോളൂ, സമാധാനമായിട്ട് മതി, ഒരു വിഷമം വിചാരിക്കണം, ഒക്കെ കർമ്മഫല നമ്മുടെ. അപ്പോൾ പ്രഹ്ലാദപ്രിയ മരുൽപുരവതേ, ബാക്കി നിങ്ങൾ ചൊല്ലിക്കോളൂ, സർവാമയാത്. അപ്പോൾ ആ ഭട്ടതിരി ഗുരുവായൂർക്ക് വരാൻ തീരുമാനിച്ചു. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിയിട്ട് തന്നെയാണെന്നാണ് പറഞ്ഞത്. അത് ഗുരുവായൂർ പോയി ഭജിക്കണം എന്ന് എഴുത്തച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. അത് സ്വയമേവ ഉള്ളിലാണ് തോന്നിയത്. ഗുരുവായൂർ പോയാൽ രക്ഷ കിട്ടുന്നു. പക്ഷെ പോയാൽ എങ്ങനെ? ഈ വയ്യാത്ത ഞാൻ, എന്നെ എടുത്തോണ്ട് പോകണം, എന്നെ കൊണ്ടുപോകാൻ പോലും ആരുമില്ല, ഞാൻ എങ്ങനെ ഭജിക്കും? അതറിയില്ല. എപ്പോഴും നമുക്കൊക്കെ ഗുരുവായൂർ പോകണം, തൊഴണം. എങ്ങനെ തൊഴണമെന്ന് നമ്മളാരും പഠിച്ചിട്ടില്ല. അതിൻ്റെ കുഴപ്പം നമുക്കുണ്ട്. ഗുരുവായൂരപ്പനെ തൊഴേണ്ട പോലെ തൊഴുതാൽ ഒരു തവണ നിങ്ങൾക്ക് ഗുരുവായൂർ വരേണ്ട ആവശ്യം വരുള്ളൂ. രമണ മഹർഷി ഒറ്റത്തവണയാണ് അരുണാചലേശ്വരനെ കണ്ടത്. അപ്പനേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്ന് ഇറങ്ങിപ്പോയി 13 വയസ്സിൽ. പിന്നെ തൊഴാൻ അകത്ത് കയറിയില്ല. ഒരു വെളിപ്പാട് അകലെയാണ് ജീവിതാവസാനം വരെ ജീവിച്ചത്. 2 ശിവന്മാരായിട്ടാണ് ജീവിച്ചത്. പിന്നെ അല്ലേ, അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു തവണ കണ്ടാൽ മതി. എപ്പോഴും വരണമെന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടേ ഇല്ല. ആ ഒരു തവണ കാണാനാണെങ്കിലും എങ്ങനെ തൊഴണം, എങ്ങനെ ഭജിക്കണം എന്നറിയാനുള്ളത് നമ്മുടെ ഉള്ളിൽ. നമ്മൾ ഭട്ടതിരിയുടെ നിന്ന് പഠിക്കാനുള്ള കുറച്ച് കാര്യമുണ്ട്. അത് 3-ാം ദിവസം ഞാൻ പറയാം. ഈ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യമുണ്ട്. അത് ഈ കുറേ നാരായണീയ ശ്ലോകം കാണാപ്പാടം പഠിക്കലൊന്നും അല്ല. അത് ഗുരുവായൂരപ്പൻ അതൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിലും കൊല്ലവർഷം 760 അടുത്ത് ഭട്ടതിരിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി, രോഗം മൂർച്ഛിച്ച് ഒരു വഴിയില്ല. തന്നെ നോക്കാൻ തൻ്റെ ഗുരുനാഥനെ നോക്കിയ എല്ലാ വൈദ്യന്മാരും വന്ന് ചികിത്സിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. അവസാനം ഭട്ടതിരി വിഷാരരുടെ അടുത്ത് തന്നെ ഒഴിവ് നോക്കി തരാൻ പറഞ്ഞു. ഗുരുവായൂർ പോയാൽ അസുഖം മാറുന്നു, വ്യാഴം തെളിഞ്ഞു. പക്ഷെ എങ്ങനെ? അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കേട്ടുകേഴ്വിയുണ്ട്. മഹാ ഉപാസകൻ ചിറ്റൂർ ഗ്രാമത്തിൽ പാലക്കാട് അടുത്ത് താമസിക്കുന്നുണ്ട് എഴുത്തച്ഛൻ. രാമായണം എഴുതി മലയാളത്തിന് അക്ഷരമാല തന്ന ആൾ. ഭട്ടതിരിപ്പാടിന് ഭാഷാകവികളോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എഴുത്തച്ഛനിലുള്ള ഉപാസകനെ പൂർണ്ണ വിശ്വാസമാണ്. അതുകൊണ്ട് ബന്ധത്തിലുള്ള ഒരു നമ്പൂതിരിപ്പാടിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് പോയിട്ട് ചിറ്റൂർ പോയിട്ട് എഴുത്തച്ഛനെ ഒന്ന് കണ്ടിട്ടൊന്ന് ചോദിച്ചിട്ട് വരാം. കൂട്ടനെ അപ്പാ എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്തയെ പറഞ്ഞു. ആ മ്ലേച്ഛനെയോ, അവൻ സന്ധ്യ കഴിഞ്ഞാൽ ശാക്തേയം ചെയ്ത് മദ്യം നേദിച്ച് അതും കുടിച്ചിട്ടിരിക്കണവനാണ്. അവൻ മീനും കഴിക്കും. അവനെ ഞാൻ പോയിട്ട് കാണാൻ എനിക്ക് സൗകര്യമില്ല അവർ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, എനിക്കൊന്ന് കണ്ടാൽ മതി, എനിക്കിതൊന്ന് ഒരു കാര്യം അറിയാനാണ്, അത് മാത്രം ചോദിച്ചാൽ മതി, എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹം യുക്തമായത് പറയും, പോകാനുള്ള മുഴുവൻ ചെലവും തരാം എന്നൊക്കെ പറഞ്ഞ് ആവശ്യത്തിന് പൈസയൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. അങ്ങനെ അവിടെ ചിറ്റൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ സന്ധ്യയായി. എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്ക് 4 വരി പാത 6 വരി പാതയുണ്ട്. ഇപ്പം പോയാലും സന്ധ്യയാവും. കാരണം ഈ തൃശ്ശൂരോട്ടുള്ള ബ്ലോക്ക് മുഴുവൻ കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും ഒരു സമയവും ആ ഭാഗത്തേക്ക് എത്താൻ. പണ്ടത്തെ കാലത്ത് ദിവസക്കണക്കിന് നടന്നിട്ടാണ്. സന്ധ്യ കഴിഞ്ഞിട്ടാണ് എത്തിയത്. എത്തിക്കഴിഞ്ഞപ്പോൾ ശാക്തേയം കഴിഞ്ഞിട്ട് മൂപ്പര് നല്ല ലഹരിയിലിരിക്കുകയാണ്. അമ്മയ്ക്ക് നേദിച്ച മദ്യപ്രസാദം മുഴുവൻ കുടത്തുനിന്ന് കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കണ സമയമാണ് എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ മദ്യത്തിൻ്റെ ഗന്ധം വന്നതുകൊണ്ടേ ഭർഷിക്കാൻ തുടങ്ങിയെന്നാണ് ഇദ്ദേഹം. ആ മഹാത്മാവ് ആരാന്ന് ഇവർക്കറിയില്ലല്ലോ. ശാക്തേയം ചെയ്യണവൻ എത്ര ഉയർന്നവനാണെന്ന് ശാക്തേയത്തിൻ്റെ അകത്തേക്ക് കയറിയവന് മാത്രമേ അറിയുള്ളൂ. ഏതാണ് അധമത്തിലെ പൂജ എന്ന് വിളിച്ച് നമ്മളിന്ന് അപമാനിക്കണമെന്ന് 64 ഉപചാരമുള്ള ശാക്തേയം മനസ്സിലാക്കിയാലേ മനസ്സിലാവുള്ളൂ. ബാക്കി ഒന്നിൽ 64 ഉപചാരമില്ല. അപ്പോൾ ഏതാണ് അധമം ഏതാ ഉത്തമെന്ന് അതിൻ്റെ ഉള്ളിൽ അറിയണം. അതുണ്ടായിരുന്ന അമ്പലമാണ് ഈ എടത്തിരിയത്താവല ഭഗവതി. അതുണ്ടായിരുന്ന ക്ഷേത്രമാണ് ഈ എടത്തിരിയത്താവല ഭഗവതി, ഈ നാരായണകുളങ്ങര ഭഗവതി, ഇവിടെയുള്ള സകല ഭഗവതിമാരും. അപ്പോൾ എഴുത്തച്ഛൻ ഇദ്ദേഹത്തിനെ കണ്ടു, എഴുന്നേറ്റ് ഒന്ന് ഉപചരിച്ചു, ഇരുത്തി. അപ്പം മദ്യത്തിൻ്റെ കഥയെ താൻ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല.
വന്ന കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഭട്ടതിരി ഇങ്ങനെ പറഞ്ഞയച്ചാണ്, എന്താ ചെയ്യേണ്ടത്, ഗുരുവായൂർക്ക് പോകണമെന്നുണ്ട് എന്ന് പറഞ്ഞു. കൂടുതൽ ആലോചിച്ചൊന്നുമില്ല. ഉടനെ പറഞ്ഞത് നമുക്കൊക്കെ അറിയണ പ്രസിദ്ധമായിട്ടുള്ള വരിയാണ്, അദ്ദേഹത്തിനോട് മീൻ തൊട്ട് കൂട്ടിക്കോളാൻ പറയൂ. ഇത് കേട്ടതോട് കൂടിയിട്ട് മദ്യവും കഴിച്ച് മീനും കഴിച്ചിട്ട് ഇരിക്കണവൻ മീൻ തൊട്ട് കൂട്ടിക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ ശാപവചനങ്ങൾ കൊണ്ട് എഴുത്തച്ഛനെ എന്നോട് മൂടിയെന്നാണ്. മഹാഭാവി ഒരു ശുദ്ധ ബ്രാഹ്മണൻ വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് പറയേണ്ട വാക്കാണോ? അയാളുടെ വയ്യായ്മയിൽ ചോദിച്ചിട്ട് എന്നെ പറഞ്ഞാണ്, അവൻ്റെ വാക്ക് കേട്ട് നിന്നെ കാണാമെന്ന് എന്നെ പറഞ്ഞാൽ മതി, നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശപിച്ച് ഇറങ്ങിപ്പോയി. എഴുത്തച്ഛനെ ഇതൊന്നും ബാധിക്കുന്നില്ല. സ്വന്തം പ്രാണനെ ത്രാസിലിട്ട് കളിച്ചവനാണ് എഴുത്തച്ഛൻ. ഇന്നും എഴുത്തച്ഛൻ്റെ കഥ പറയാനുള്ള ധൈര്യമായിട്ടില്ല. കണ്ണിന്ന് ചോര വരുമെന്ന് പറയും എഴുത്തച്ഛൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ. എഴുത്തച്ഛനോളം ദുരിതമനുഭവിച്ചിട്ടുള്ള ഒരാളും ഇല്ല കേരളത്തിൻ്റെ ചരിത്രത്തിലെ മഹാത്മാക്കളിൽ. അപ്പോൾ ആ എഴുത്തച്ഛൻ അതിനെ ഒട്ടും കാര്യമാക്കിയില്ല. ഇദ്ദേഹം തിരിച്ചിവിടെ വന്ന് ഭട്ടതിരിയെ വേണ്ടെന്ന് പറഞ്ഞു. നീ വെറും പാപിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, നിനക്ക് അസുഖം വന്നപ്പോൾ. നീ ശരിക്കും മഹാഭാവിയാണ്. കാരണം നീ ഒരു ഉപായം ചോദിച്ചയച്ചിട്ട് അവൻ പറഞ്ഞു തന്നത് പോലും അസൽ അധർമ്മമാണ്. അപ്പം പറയും, എന്താ പറഞ്ഞത് പറയൂ. അവൻ കേൾക്കാൻ കൊള്ളാത്തത് പറഞ്ഞു. അപ്പോൾ വീണ്ടും എന്താ പറഞ്ഞത്? ഇന്നസെൻ്റ് ഏട്ടൻ പറ്റ മുഖത്ത് തുടച്ചിട്ട് കണ്ടിട്ടില്ലേ? അതുപോലെ പറയേണ്ടത് പറയില്ല. ഈ ബഹളം. ഭട്ടതിരി പറയും, വയ്യാതെയാണ്, എനിക്ക് സംസാരിക്കാൻ വയ്യ. അദ്ദേഹം പറഞ്ഞ മാത്രം വരി പറയൂ, വാക്ക് പറയൂ. അവസാനം പറഞ്ഞു, തന്നോട് മീൻ തൊട്ട് കൂട്ടിക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഭട്ടതിരിയുടെ ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. മനസ്സിൽ തോന്നിയത് ഗുരുവാക്യം പോലെ പറയുന്നു. പക്ഷെ അതിനും ഇവിടുന്ന് പോകണം, കൂടെ കൊണ്ടുപോകാൻ ആരുമില്ല. ആ സമയത്താണ് സ്വന്തം സഹോദരൻ മാതൃദത്തൻ, ചേട്ടാ ഞാൻ കൊണ്ടുപോകാം. ഭട്ടതിരി എങ്ങനെയാണ് ചന്ദനക്കാവുന്ന ഗുരുവായൂർ എത്തിയതെന്ന് ഇന്നും രേഖകളില്ല. പല്ലക്കി കൊണ്ടുവരാൻ മാത്രം സമ്പത്തൊന്നും ഭട്ടതിരിക്ക് ഉണ്ടായിരുന്നില്ല. വഴിയോരങ്ങളിൽ വിശ്രമിച്ചിട്ടും അനിയൻ്റെ തോളത്ത് തൂങ്ങിയിട്ടും എഴഞ്ഞും വലിഞ്ഞും ഒക്കെ ആയിരിക്കും എത്തിയത്. എങ്ങനെയും 3 മാസത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് ഈ തിരൂരിൻ്റെ അടുത്തുനിന്ന് ഗുരുവായൂരെത്താൻ. ഇവിടെ വരുമ്പോഴേക്കും തന്നെ ഭട്ടതിരിക്ക് രോഗം മൂർച്ഛിച്ചിട്ടൊരവസ്ഥയായിരുന്നത് കൊണ്ട് വായ കോടുകയും വായയുടെ സൈഡിൽ കൂടെ ഉമിനീര് ഒലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അശുദ്ധമാവരുത് എന്നുള്ളത് കൊണ്ട് ബലിക്കല്ലിൻ്റെ അപ്പുറത്തെ ചുട്ട മണലിലാണ് തുണി വിരിച്ചിട്ട് ഇരുത്തിയത്. അന്ന് ഈ നടപ്പന്തലൊന്നുമില്ല. ഒരോലക്കൊടയും വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ താഴെയാണ് ഇരുന്നിരിക്കുന്നത്. ആദ്യത്തെ 10 ദശകം എഴുതുമ്പോഴും ഇതാണ് അവസ്ഥ. പിന്നെയാണ് നമ്മൾ ഇന്ന് ഇരുന്നു എന്ന് കരുതുന്ന ഭാഗത്തേക്ക്, അതിപ്പോഴും വിളക്ക് വെച്ചിട്ടുള്ള സ്ഥലത്തൊന്നും അല്ല ശരിക്കും ഇരുന്നിരിക്കണം, അതിൻ്റെ അപ്പുറത്തുള്ള തൂണ് ചാരിയിട്ടാണ് ഇരുന്നിരിക്കണം. അത് ഭഗവാൻ 70 ദേവപ്രശ്നത്തിൽ ആ തൂണ് ഇളക്കരുത് എന്ന് പറഞ്ഞത് കാണാം. ഇന്നവിടെ പുരോഹിതന്മാർക്ക് നമസ്കരിക്കേണ്ട ഉള്ളത് കൊണ്ട് വാതിൽ കടന്നവിടേക്ക് വെച്ചിരിക്കണമെന്ന് മാത്രം. അല്ലാണ്ട് നമ്മളിരിക്കുന്ന മാതിരി വാതിലിൻ്റെ മറവിൽ ഇരുന്നിട്ടല്ല ഭട്ടതിരി എഴുതിയിരിക്കുന്നത്. മാത്രമല്ല അന്നത്തെ ഘടനയും ഇതല്ല. അന്ന് ശ്രീകോവിലിൽ ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഭട്ടതിരിയുടെ കാലശേഷം ഞാൻ പറഞ്ഞില്ലേ, മാനവേദന ഏകദേശം 24-25 വയസ്സുള്ളപ്പോഴാണ് ഇന്നത്തെ ശ്രീകോവിൽ പുതുക്കി പണിതിട്ടുള്ളത്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഈ രുദ്രതീർത്ഥത്തിൽ ഇന്നും അതിനെന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, അതിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം വന്നിട്ടുണ്ടെങ്കിലും, അതിൽ വിരലൊന്ന് തൊട്ടാൽ തന്നെ വഴുക്കി ആൾക്കാർ പോകുന്ന പോലെ പായലുണ്ടെങ്കിലും ഉടൻ മോക്ഷം എന്ന് പറഞ്ഞ മാതിരിയാണ് പുളപ്പടവേണ്ട അവസ്ഥ. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും രുദ്രതീർത്ഥം ഇന്നും രുദ്രതീർത്ഥം തന്നെയാണ്. എല്ലാ രോഗബാധകളും ഊതിബാധകളും ആഭിചാരബാധകളും മാറാൻ ഗുരുവായൂരപ്പൻ്റെ രുദ്രതീർത്ഥ സ്നാനം പോലെ തുല്യമായിട്ട് കേരളത്തിൽ തന്നെ അധികം തീർത്ഥങ്ങളില്ല എന്ന് ഈ വ്യാസപീഠത്തിൽ ഇരുന്നിട്ട് പറയാം. ഭഗവാന്റെ ഏറ്റവും വലിയ ഔഷധം, ഗുരുവായൂരപ്പൻ തരുന്ന ഔഷധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രുദ്രതീർത്ഥത്തിലെ ജലമാണ്. അതിൽ പ്യൂരിഫൈഡ് ആണോ അല്ലയോ എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ ഗുരുവായൂരപ്പൻ്റെ ജലം, ഗുരുവായൂരപ്പൻ്റെ ഔഷധം എന്ന് സങ്കല്പിച്ച് സ്നാനം ചെയ്യും, സേവിക്കുകയും ചെയ്യണമെന്ന് സർവ്വരോഗമുക്തി ഉറപ്പാണ്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഭട്ടതിരിയും അനിയൻ്റെ സഹായത്തോടു കൂടി പാവം, കാരണം അന്നത്തെ കാലത്തൊന്നും കുളിക്കാണ്ടിരിക്കൽ, വാദത്തിനൊക്കെ കുളിക്കലൊക്കെ നിഷിദ്ധമാണ്, നടക്കില്ല. എന്നാൽ പോലും ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെങ്കിൽ
അതിൻ്റെ ചിട്ട പാലിച്ചേ പറ്റൂ. എത്ര സമയമെടുത്തിട്ടായിരിക്കും വന്നൊന്ന് കുളിച്ച് അവിടെ കൊണ്ടേ ഇരുത്തിയിട്ടുണ്ടാവുക. ഇന്നത്തെ പോലെയൊക്കെ തന്നെ അന്നും വെയിലും കാറ്റും മഴയും ഒക്കെ ഉണ്ടാവാം. ഒരു ചിങ്ങമാസത്തിലാണ് അവിടെ വരുന്നത്. 761 ചിങ്ങമാസം 19-ാം തീയതി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടാണ് അത്ര മേൽപ്പത്തൂർ ഭട്ടതിരി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഒരു രേഖ പ്രകാരം. പക്ഷെ ശരിക്കും അത്രയും പെട്ടെന്ന് എത്തിച്ചേരാനുള്ള സാധ്യതകൾ കുറവായിരുന്നുകൊണ്ട് പുറപ്പെട്ടതായിരിക്കില്ല. ഗുരുവായൂർ എത്തിച്ചേർന്ന ദിവസം അന്നായിരുന്നിരിക്കാം എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. എന്താണെങ്കിലും ചിങ്ങത്തിലാണ് ഇവിടെ വന്നത്. എല്ലാവരെയും അനുഗ്രഹം മേടിച്ച് ദക്ഷിണയൊക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹം വന്നത്. വെട്ടത്ത് നാട്ടിൽ നിന്ന് അക്കാലത്ത് രാമായണം, ഭാഗവതം, ഭാരതം ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ട് അനവധി പഠനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നടന്നിരുന്നു. ആ കാലത്തെ രാജാവായിരുന്ന വെട്ടത്തെ രാജാവ് രാജരാജവർമ്മ തമ്പുരാനും അദ്ദേഹത്തിൻ്റെ അനിയൻ രവിവർമ്മ തമ്പുരാൻ, അവരൊക്കെ തന്നെ സ്വയം മഹാപണ്ഡിതന്മാരും ഭാഗവതം, ഭാരതം, രാമായണത്തിനെ കുറിച്ചൊക്കെ അനവധി കൃതികൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഈ അനിയൻ രവിവർമ്മ തമ്പുരാൻ ഈ ഭാഗവതത്തിനോട് വലിയ പ്രതിപത്തിയുള്ള ഒരാളായിരുന്നു. അദ്ദേഹം അക്കാലത്ത് വേറെയും ചില പണ്ഡിതന്മാരുടെ സഹായത്തോട് കൂടിയിട്ട് ഭാഗവത ടീകാ സമുച്ചയം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗവത പാരമ്പര്യം ഓൾറെഡി ഭട്ടതിരിപ്പാടിന് അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, അദ്ദേഹം ഈ എന്താ പറയുക, ഈ രവിവർമ്മ തമ്പുരാൻ അവിടെ ഭാഗവത ചർച്ചകളൊക്കെ നടത്തിയിരുന്നു കൊട്ടാരത്തിൽ. ഇതിലൊക്കെ ഭട്ടതിരിയും ചിലപ്പോൾ പങ്കെടുത്തുണ്ടാവാം. അതുകൊണ്ട് ഭട്ടതിരിക്ക് ഭാഗവതത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് സാമാന്യം നല്ലൊരു ബോധം ഒരു പണ്ഡിതൻ എന്നുള്ള നിലയ്ക്ക് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് നാരായണീയം വായിക്കണം. എന്താ ഇപ്പം പണ്ഡിറ്റ് പി ഗോപാലൻ നായർ ആ മഹാത്മാവിൻ്റെ 8 വോളിയം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ പണ്ഡിറ്റ് പി ഗോപാലൻ നായർ കണ്ടറിഞ്ഞ ഭാഗവതമാണ് നമ്മൾ പഠിക്കുന്നത്. ഞാനോ അമ്മമാരോ നിങ്ങൾ ഓരോരുത്തരോ അറിയണ ഭാഗവതമല്ല. അതിന് നമ്മൾ മൂലം വായിച്ച് നമ്മുടെ രീതിക്ക് മനസ്സിലാക്കണം, അല്ലേ? ഏത് വ്യാഖ്യാനം പഠിക്കുമ്പോഴും ആ ആചാര്യൻ പറഞ്ഞ വ്യാഖ്യാനമാണ് നമ്മൾ പഠിക്കുന്നത്. ഭട്ടതിരി കണ്ട ഭാഗവതമാണ് നാരായണീയം. ഭട്ടതിരി കണ്ട ഭാഗവതമാണ് നാരായണീയം എന്ന് മനസ്സിലാക്കുന്നവിടെയാണ് നാരായണീയ പഠനത്തിൻ്റെ ആദ്യത്തെ ചുവട്. പലവരും ഭാഗവതത്തിനെ ഭട്ടതിരി കണ്ടതാണെന്നുള്ള രീതിയിലേ അല്ല നാരായണീയത്തിനെ കണ്ടു തുടങ്ങുക. അവിടെയാണ് കുഴപ്പം പറ്റുന്നത്. ഭഗവാനുമായിട്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്നുണ്ട്. കടകോല് കൊണ്ട് തൈരുക്കലം തല്ലി ഉടച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഭട്ടതിരി എന്ന് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ കരിങ്കല്ല് കൊണ്ടുള്ളൊരു കളിപ്പാട്ടാണ് അപ്പം കിട്ടിയത്, എന്നാലും സാരല്ല, എഴുതിയത് അങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ പറയണ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഭട്ടതിരിയുടെ വ്യാഖ്യാനമാണ് ഭാഗവത വ്യാഖ്യാനം, മേൽപ്പത്തൂരിൻ്റെ വ്യാഖ്യാനമാണ് നാരായണി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണ ദിവസം എന്താ പറയുക, അവിടുന്ന് ഇവിടെ എത്തിച്ചേർന്നു എന്ന് ഒരു വിഭാഗം പറയണു, വേറൊരു വിഭാഗം പറഞ്ഞു അല്ല അന്നാ പുറപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്താണെങ്കിലും തിരൂര് പൊന്നാനിപ്പുഴ വഴി വഞ്ചിയിലാണ് അത്ര ആദ്യം കുറേ ദൂരം സഞ്ചരിച്ച് പിറ്റേ ദിവസം പുലരുമ്പഴയ്ക്കും ഭട്ടതിരി വഞ്ചി മാർഗത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് ലാൻഡ് വഴിയല്ലാത്ത വേറൊരു റൂട്ടും പറയുന്നുണ്ട്. ഇതൊന്നും ഇന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഗുരുവായൂരപ്പന് മാത്രമേ അറിയുണ്ടാവുള്ളൂ എങ്ങനെയാണ് ഭട്ടതിരിപ്പാട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവുക. വന്നതിൻ്റെ പിറ്റേ ദിവസം ഭജനം തുടങ്ങിയിട്ടുണ്ട്. ചിങ്ങമാസം 21-ാം തീയതി ഭജനം ആരംഭിച്ചിട്ടുണ്ട്. ഒരു ദിവസം 10 ശ്ലോകം നിർമ്മിച്ചിട്ട് ഗുരുവായൂരപ്പനെ സ്തുതിക്കാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. 10 ശ്ലോകം നിർമ്മിച്ച് ഗുരുവായൂരപ്പനെ സ്തുതിക്കുക. 100 ദിവസം കൊണ്ട് ഭാഗവതത്തിൻ്റെ ഒരു സംഗ്രഹം അവസാനിപ്പിക്കാമെന്ന് ഏതോ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹവും നിശ്ചയവും കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരാപ്പം ഇങ്ങനെ ഒരു ഘടന വയ്ക്കുക, 30 ശ്ലോകങ്ങളിൽ ചുരുക്കാമെന്ന് തോന്നാമായിരുന്നു. 1000 ശ്ലോകം കൊണ്ടോട്ടെ അമ്മയെ വർണ്ണിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ശ്രീപാദ സപ്തതി തുടങ്ങണത്. 70 ശ്ലോകമാകുമ്പോഴേക്കും ശരീരം വെടിഞ്ഞു. ഇപ്പം ചില കണക്കുകൾ വെച്ചിട്ടാണ് എപ്പോഴും എന്ത് എഴുതുമ്പോഴും എന്ത് അർച്ചന ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സങ്കല്പം വെക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. ഇതൊരു സങ്കല്പം വെച്ചതാണ്, ഇങ്ങനെ ചെയ്യണം, ഭഗവാനല്ലേ ഓക്കെ എനിക്ക് തോന്നണ മാതിരി, അങ്ങനെയല്ല. എന്തിനും ഒരു കണക്കും ചിട്ടയും വേണം. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ 10 ശ്ലോകം നിർമ്മിക്കും, 100 ദിവസം കൊണ്ട് 1000 ശ്ലോകം എന്ന് സംഗ്രഹിച്ച് ഭാഗവതത്തിൻ്റെ അർത്ഥത്തെ മുഴുവൻ സംഗ്രഹിക്കും എന്ന് കരുതി. ഭട്ടതിരിക്കാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ സ്വർഗാരോഹണം ചെയ്തിട്ടില്ല, വൈകുണ്ഠത്തിൽ പോയിട്ടില്ല. അതിൽ ആ ഭാവമൊക്കെ വിട്ടുകളഞ്ഞല്ലോ. ചിലതൊക്കെ അദ്ദേഹം വിട്ടുകളഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകളഞ്ഞിട്ടുണ്ട്. ശങ്കരൻ്റെ പാരമ്പര്യത്തിലാണ് വരണമെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ മധ്വൻ്റെ ആളാണോ എന്ന് നമുക്ക് തോന്നിപ്പോണ വിധത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് തന്നെ.
വേദാന്തത്തിനെ മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് നാരായണീയത്തിൽ. എന്നാൽ ചില സമയത്ത് നമുക്ക് നോക്കുമ്പോൾ ദ്വൈതം കാണാം, ചില സ്ഥലത്ത് ദ്വൈതാദ്വൈതം കാണാം. അക്കാലത്തെ എല്ലാ കോംപ്രിഹെൻസീവായിട്ടുള്ള തോട്ട്സും ചിന്താ പദ്ധതികളും ഭട്ടതിരി നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടറിയും. കൃഷ്ണ എന്ന് ആദ്യ ഭാഗങ്ങളിലൊന്നും വിളിക്കുന്നില്ല. കുറേ കഴിയുമ്പോഴേ കൃഷ്ണ വിളി തുടങ്ങണം. അത് പൂന്താനത്തിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. അതുവരെയും വിഷ്ണു വിഷ്ണു എന്നുള്ള സങ്കല്പത്തിലാണ് ഗുരുവായൂരപ്പനെ കാണുന്നത്. കാരണം അന്നത് വിഷ്ണു ക്ഷേത്രമാണ്. പഴയ രേഖകളിൽ, ബ്രിട്ടീഷ് രേഖകളിൽ, ഈവൻ 19-ാം നൂറ്റാണ്ടിലും ഗുരുവായൂർ വിഷ്ണു ക്ഷേത്രം എന്നേ കാണുള്ളൂ. ലോകന്റെ മലബാർ മാനുവലിൽ പോലും കൃഷ്ണക്ഷേത്രം എന്ന് കാണുന്നില്ല. പൂന്താനം, ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഒരു ഭക്തൻ വിചാരിച്ചാൽ ഭഗവാന്റെ ആധാർ കാർഡ് മാറ്റിവിടാൻ പറ്റും. പൂജ മുഴുവൻ വിഷ്ണുവിനാണ്, പക്ഷെ കൃഷ്ണ എന്ന് വിളിച്ചാൽ വിളിക്കുന്ന അവസ്ഥയിൽ ആക്കിച്ചു. ഉണ്ണി എന്നുള്ള ഭാവം വരുന്നത് പൂന്താനത്തിന്റെ കാലശേഷമാണ്. ഭട്ടതിരിയിൽ പോലും ആ ഉണ്ണിയായിട്ടാണ് 100-ാമത്തെ ദശകത്തിൽ വരുന്നത്. ഉണ്ണിയിലേക്ക് എത്തിച്ചു. ശരിക്കും ആ കാലഘട്ടത്തിൽ അനവധി പേരുടെ കോൺട്രിബ്യൂഷൻസ് ഭട്ടതിരിപ്പാടിൽ കാണാൻ പറ്റും. ഭട്ടതിരിയുടെ കോൺട്രിബ്യൂഷൻസ് മാനവേദനിൽ കാണാൻ പറ്റും. കൃഷ്ണഗീതിയിൽ അനവധി ശ്ലോകങ്ങൾക്ക് നാരായണീയ ശ്ലോകങ്ങളുമായിട്ട് സിമിലാരിറ്റി കാണാം. കടം കൊണ്ടിട്ടുള്ളത് നമുക്ക് ശരിക്കറിയാൻ പറ്റും. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നാരായണീയം പോലെ അതൊരു പാരായണ ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കാത്ത, അത് നമ്മുടെ കുഴപ്പമാണ്. കൃഷ്ണഗീതി പാരായണ ഗ്രന്ഥമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും നാരായണീയം പോലെ തന്നെ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു കൃതിയുണ്ട്. പല ശ്ലോകങ്ങൾക്കും നാരായണീയമായിട്ട് വളരെ സിമിലാരിറ്റീസ് കാണാം. അതേപോലെ ഭട്ടതിരി വേദത്തിനെ എടുത്തിട്ട് ശരിക്കും പലയിടങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഉപനിഷത്തുക്കളുടെ മന്ത്രങ്ങളുടെ സ്വഭാവങ്ങൾ നമുക്ക് കാണാം. 99-ാമത്തെ ദശകം എന്താ? വിഷ്ണു സൂക്തമാണ്. അങ്ങനെ വിഷ്ണോരുകം വീര്യാണി എന്നുള്ളത് മുഴുവൻ വിഷ്ണു സൂക്തമാണ്. എന്താണോ ഋക്ക് അത് അങ്ങനെ ലൗകിക സംസ്കൃതത്തിൽ മാറ്റിയിരിക്കുന്നു. മാത്രമല്ല, ഇത്രയും വയ്യാണ്ടിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ഭഗവാന്റെ ഓരോ ലീലയെയും അക്ഷരങ്ങളിൽ കണ്ടെഴുതി എന്നുള്ളതാണ്. ആ എഴുതി എന്നൊക്കെ പറയുമ്പോഴും അകത്തുനിന്ന് ഭഗവാൻ സംസാരിച്ചു, അതൊക്കെ നാളെ നമുക്ക് വിശദമായിട്ട് പറയാം. പക്ഷേ ഇന്ന് നമ്മൾ നിർത്തുന്ന കോണ്ടെക്സ്റ്റ് ഇതാണ്. ഒരു വിരൽ പോലും മര്യാദയ്ക്ക് ചലിപ്പിക്കാൻ പറ്റാതെ നീരുകെട്ടി വീർത്ത ശരീരമായിട്ട് നമ്മൾ ചുവന്നിട്ട് ഇങ്ങനെ നീരുകെട്ടുക എന്ന് പറയില്ലേ, ആ അവസ്ഥയിൽ പൊരിമണലിൽ തുണി വിരിച്ചിരുന്നിട്ട് ഒരു ഓലക്കുടയും വെച്ചിട്ട് കുളിച്ച് വന്നാലും വായയുടെ ഈ വശത്ത് കൂടെ ഉമിനീരൊലിക്കണോണ്ട് ഉള്ളിൽ കയറാൻ പറ്റാതെയുള്ള ഭട്ടതിരിയുടെ ആദ്യത്തെ 10 ദിവസം ആലോചിച്ച് നോക്കൂ. ആ അവസ്ഥയിൽ ഇരുന്നിട്ട് എഴുതിയതാണ് ഈ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഇത് ഇപ്പം തിയറിയാണ്. ഭഗവാനെ എനിക്കിത് നാളെ അനുഭവത്തിലാക്കി തരണേ എന്നാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അനുഭവത്തിലാക്കി തരണേ. എന്നിട്ടോ ഏത് കാര്യം ചെയ്യുമ്പോഴും അവനവന് വേണ്ടിയിട്ട് എന്ന് പറയരുത്. ഭഗവാൻ ദ്രൗപദിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്നോട് ചെയ്തത് ലോകത്തിൽ ആരോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് കൃഷ്ണൻ. പക്ഷെ നീ ഈ വംശം നശിക്കാൻ ആഗ്രഹിക്കണം. എന്തിനു വേണ്ടി? നിനക്ക് പ്രതികാരത്തിനല്ല, ലോക നന്മയ്ക്ക് വേണ്ടി ദുര്യോധനാദികൾ നശിക്കണം എന്ന് നീ പ്രാർത്ഥിക്ക്, ഞാനത് നടത്തിത്തരാന്നാണ്. അതാണ് ഗുരുവായൂരപ്പൻ. അത് ഭട്ടതിരിക്ക് ശരിക്കറിയാം. അതുകൊണ്ടാണ് ഇതിൽ വിശ്വപീഡാവഹത്യൈ എന്ന് പറയാൻ കാരണം. വിശ്വപീഡകളെ മുഴുവൻ ലോകത്തിൻ്റെ മനോരോഗത്തിനെയും വാതരോഗത്തിനെയും സമസ്ത രോഗത്തിനെയും മാറ്റിത്തരണേന്ന് ഈ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് എന്താ? കർമ്മനാശം സംഭവിക്കണം സകലർക്കും, കർമ്മനാശം വരുത്തേണമീ വണ്ണം. അപ്പുറത്ത് ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട് അതേ കാലത്ത്, അല്ലേ? മറ്റൊന്നുകൊണ്ടും സാധിക്കില്ല നിർണയം, അല്ലേ? അതും പറഞ്ഞിട്ടുണ്ട്. ഒരേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആശയധാരകളതൊക്കെ. അങ്ങനെ രാവിലെ കുളിച്ച് സന്ധ്യാവന്ദനാദികളൊക്കെ കഴിഞ്ഞ് ആ ക്ഷേത്രത്തിൽ തൊഴുത് മാനസപൂജ ചെയ്ത് മണ്ഡപത്തിൽ കയറി ആ വേദത്തിലെ വിഷ്ണോരുകം വീര്യാണി പ്രവോചം എന്നുള്ള വിഷ്ണു സൂക്തം ചെല്ലുമായിരുന്നു. അത്ര അകത്ത് കയറാൻ പറ്റിയ സമയം തൊട്ടിട്ട് തെക്കേ വാതിൽമാടത്തിൽ കിഴക്കേ അറ്റത്ത് ഗുരുവായൂരപ്പന് അഭിമുഖമായിട്ടിരുന്നിട്ട് 10 സ്തോത്രങ്ങൾ, ആ പദ്യങ്ങൾ ഉണ്ടാക്കും. അത് അനിയനെ എഴുതിയെടുക്കും, അത് നോക്കും, അക്ഷരത്തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. ഇതിൻ്റെ ഇടയിലാണ് മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനായിട്ടുള്ള സംഭാഷണങ്ങൾ നടക്കുന്നത്. 2 പേരാണ്, അവിടുന്നും കറക്ഷൻ ഇവിടുന്നും കറക്ഷൻ. ഇങ്ങനെ കുറ തീർത്ത് ഉണ്ടാക്കിയെടുക്കുക. ഗുരുവായൂരപ്പനെ നേദിച്ചിട്ടുള്ള നേദ്യം തന്നെ ഭക്ഷിക്കുക. ഒരു ദശകം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ബാക്കി സമയം ഭാഗവതം വായിക്കുക, നാമം ജപിക്കുക. പിന്നെ മെല്ലെ മെല്ലെ നടക്കാറായപ്പോൾ
ഒരു 50 ദിവസത്തിൻ്റെ ഒക്കെ എത്തുമ്പോഴേ അത്ര നടന്നു തുടങ്ങണം. പ്രദക്ഷിണം വെച്ചു, ബാക്കി സമയം വീണ്ടും ഭാഗവതം വായിച്ചു, തൃപ്പുക വരെ വിട്ടിരിക്കുക, വീണ്ടും താമസ സ്ഥലത്ത് പോവുക. ഇങ്ങനെ അന്നത്തെ കാലത്ത് താമസിക്കാനൊന്നും വലിയ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇങ്ങനെ ഭജനത്തിൻ്റെ ക്രമം, പകൽ മുഴുവൻ അമ്പലത്തിൽ, രാത്രി അത്താഴ പൂജ കഴിഞ്ഞാൽ സൗകര്യമുള്ളൊരു സ്ഥലത്ത് എവിടെയും പോയി കിടക്കും. അനിയൻ ഊണും ഉറക്കം ഉപേക്ഷിച്ചിട്ട് ശ്രീരാമനെ ലക്ഷ്മണൻ ശുശ്രൂഷിക്കുന്ന പോലെ ശുശ്രൂഷിക്കും. ഒപ്പം ഉണ്ടാവും, ശ്ലോകങ്ങൾ ഉണ്ടാവണത് അപ്പം എഴുതിയെടുക്കും. 2 ദിവസം ഭജനം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം 2 ദിവസം വളരെ ഭംഗിയായി. 3-ാമത്തെ ദിവസം ഗുരുവായൂരപ്പൻ്റെ സ്വഭാവമുണ്ടോ, 2 ദിവസം ഒന്ന് താഴ്ത്തി തരും, 3-ാമത്തെ ദിവസം ഒന്ന് അലക്കും. 3-ാമത്തെ ദിവസം വാദം കോപിച്ചു, അതിഭയങ്കരമായിട്ടുള്ള കോപം. മേൽപ്പത്തൂരിൻ്റെ മനസ്സിന് ഇളക്കം തട്ടും. നമുക്കും അങ്ങനെയാണ്. ഭഗവാനെ എല്ലാം നേരായി എന്ന് വിചാരിച്ചു, ഇവിടെ എത്തിക്കിട്ടി, ഭജനയും തുടങ്ങി. പക്ഷെ അനങ്ങാൻ വയ്യ. രാവിലെ കണ്ണു തുറക്കുമ്പോൾ കിടന്നിടത്തുനിന്ന് എണീക്കാൻ പോലും പറ്റുന്നില്ല. ആ അവസ്ഥ സംഭവിച്ചു. ഭജനം തുടരാൻ സാധിക്കില്ല. എന്നാലും അനിയനോട് പറഞ്ഞു, എന്നെ വലിച്ചഴിച്ചെങ്കിലും കൊണ്ടുപോകും. എങ്ങനെയൊക്കെയോ കുളത്തിലെത്തി, എങ്ങനെയൊക്കെയോ കുളിച്ചു എന്ന് വരുത്തി, എങ്ങനെയൊക്കെയോ വന്നിരുന്നു. വേദനയുടെ ശക്തി പൂർവാധികം വർദ്ധിച്ചു. ഭക്തന്മാരൊക്കെ ജാമം ജപിക്കുന്നുണ്ട്, ചിലർ ഭഗവാന്റെ സ്വരൂപം ധ്യാനിക്കുന്നുണ്ട്, ചിലർ കഥ പറയുന്നുണ്ട്, ചിലർ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. എല്ലാവരും കണ്ണീരോട് കൂടിയിട്ട് നോക്കി. ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ. നമ്മളും ഇങ്ങനെ അവിടെ വർത്താനവും പറഞ്ഞിട്ട് നടക്കുമ്പോൾ വയ്യാത്ത അമ്മമാരൊക്കെ ഓരോ സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യുന്ന കാലത്ത് ഞാൻ എൻ്റെ ക്യാമറമാനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ശ്രീശനോട് പറയും, എടാ നോക്ക്, നമ്മളൊക്കെ കയ്യും വീശി നടക്കണു, പൊളിറ്റിക്സ് കളിക്കണു, ഓരോരുത്തരെ കുറ്റം പറയണു, ഇന്ന് ആരെ പറ്റിച്ച് കാശുണ്ടാക്കാമെന്ന് ആലോചിക്കണം. അവിടെ ഓരോരുത്തർ ഇരിക്കണം കണ്ടോ, അവർക്കൊന്നും ഇവിടെ എത്തിയിട്ട് പോലും അകത്ത് പോകാൻ പറ്റാണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആരുടെയൊക്കെയോ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രം ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കേണ്ട അവസ്ഥയിലെത്തുന്നു. ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഈ തമാശ പറയരുത്, സാറ് ചിരിക്കണം, എന്നാലും ഞാൻ പറയും. ഉദയാസ്തമന പൂജയുടെ വിഷയത്തിൽ ഞാൻ വളരെ കടുത്തൊരു നിലപാടാണ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് ഇന്ന് വന്നപ്പോഴേ ഞാൻ അറിയണേ, എന്നെ അകത്ത് കടത്തില്ല. എന്നെ ഗുരുവായൂരപ്പൻ്റെ നാലമ്പലത്തിലേക്ക് ഇന്ന് കടത്തിയിട്ടില്ല. ലൈവല്ലേ, എല്ലാവരും കേൾക്കട്ടെ. അതെ, ഞാൻ ഈ 3 ദിവസവും ഞാൻ പുറത്തുനിന്ന് തൊഴുതിട്ടാണ് പോകാൻ പോകണം. എന്നെ അകത്ത് കടത്തുന്ന സമയത്ത് ഞാൻ അകത്തു. കാരണം ഒന്നും പ്രതീക്ഷിക്കാണ്ട് വന്നിട്ടുള്ള ആളാണ്. എവിടെയോ കിടന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യിപ്പിച്ച്. ഇപ്പം ഭട്ടതിരിയമാരി ഒന്നിങ്ങനെ വാഴയുടെ ഇവിടുന്ന് ഒലിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണെന്ന് ഞാൻ വിചാരിക്കും. 10 ദിവസം മാക്സിമം പുറത്ത് നിർത്താൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറം ഗുരുവായൂരപ്പന് ശരത്തേരദാസനെ പുറത്ത് നിർത്താൻ പറ്റില്ല, സാധിക്കില്ല. വ്യാസപീഠത്തിൽ ഇരുന്നിട്ടാണ് പറയും. അപ്പോൾ രോഗക്ലേശങ്ങൾ കൊണ്ട് സങ്കടപ്പെടുന്ന മനസ്സിന് ഗുരുവായൂരപ്പ നിന്നെ ഭജിക്കാനുള്ള അവസരം പോലും നീ നിഷേധിച്ചല്ലോ എന്ന് പറഞ്ഞ് കരയും. അതനുഭവിക്കാൻ ഉള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഇല്ലാണ്ടാക്കാനാണോ നീ എന്നെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ച് എൻ്റെ മനസ്സിനെ മാറ്റിപ്പിക്കുന്നത്? യഥാർത്ഥ സത്യാന്വേഷിക്ക് മാത്രം അത് തോന്നുക ഉള്ളിൽ. അല്ലാത്തവൻ പറയും, ഓ എന്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യം, 2 ദിവസം പറഞ്ഞു, 3-ാമത്തെ ദിവസം വീണ്ടും വയ്യായ കൂടി പൊണ്ടി വന്നു എന്ന് പറയും. പൂന്താനത്തിൻ്റെ ഭാര്യയെ പോലെ കുഞ്ഞ് മരിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ദൈവല്യ കല്ലാണ്. അതേ പൂന്താനം, ആ കുഞ്ഞിൻ്റെ അതേ മരണത്തിന് പൂന്താനത്തിൻ്റെ റെസ്പോൺസ് എന്താ? എൻ്റെ കർമ്മം അത്രയും കഴിഞ്ഞു, നീ എൻ്റെ മനസ്സിൽ കളിക്കും, എനിക്ക് വേറെ മക്കൾ വേണോ? ഇതാണ് ജീവിതത്തിലെ അനുഭവങ്ങൾ. ഒന്നായിരിക്കാം, എങ്ങനെ നമ്മളതിനെ കാണുന്നു എന്നുള്ളതാണ് ഭഗവാൻ നോക്കുന്നത്. ഇവിടെ ഭട്ടതിരി എനിക്ക് സാധിക്കുന്നില്ല, എൻ്റെ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ പോലും എനിക്ക് സാധിക്കാത്ത വണ്ണം എൻ്റെ മനസ്സിനെ നീ മാറ്റുകയാണോ എന്ന് ചോദിക്കണം. ഞാനിനി ഇവിടുന്ന് പോട്ടെ, നിനക്കെൻ്റെ മുഖം കാണണമെന്നില്ലേ? ഞാൻ വിജനത്ത് പോയിരിക്കണോ? ഇനി അവിടുന്ന് ഒന്ന് കനിയുകയാണെങ്കിൽ എന്താ കിട്ടാതിരിക്കുക? കാരണം ഭഗവാന്റെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചത് എന്താ? മായയ്ക്ക് അതീതനായിട്ടുള്ള ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് ആദ്യത്തെ 2 ദിവസം പ്രാർത്ഥിച്ചത്. ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്വേഷിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്വേഷിക്കണമെങ്കിൽ ആ മായാരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് അന്വേഷിക്കേണ്ടത്. അത് ഭട്ടതിരിക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ളൊരു സമയം കൊടുത്തതാണ്. എനിക്ക് ഭക്തി വർദ്ധിപ്പിച്ചു തരണം എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് 1ഉം 2ഉം ദശകങ്ങളിൽ ഭട്ടതിരി തൻ്റെ രോഗത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. 3-ാം ദശകം മുഴുവൻ തൻ്റെ രോഗത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഭട്ടതിരി
നാരായണീയത്തിൻ്റെ ആ വിശാലമായിട്ടുള്ള ഭൂമികയിലേക്ക് പ്രവേശിക്കണം. നാളെ നാരായണീയത്തിൻ്റെ ദശകങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഭട്ടതിരിപ്പാടിൻ്റെ മനസ്സിനെ ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് മാറ്റിമറിച്ച് കൊണ്ടുപോകുന്നത് എന്ന് ചെറിയൊരു ആവുന്ന പോലെ ഒരു രീതിയിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മളൊന്നും ആരുമല്ല ഇതൊന്നും പറയാൻ. എന്തോ ഒരു പൂർവ്വ യോഗം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരുന്നത് പറയാൻ സാധിക്കുന്നത്. ഭട്ടതിരിപ്പാടിൻ്റെ കഥ ഇപ്പോഴും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളൊരു തോന്നലൊന്നും എനിക്കില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മൾ ഈ കഴിഞ്ഞ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഗുരുവായൂരപ്പനെ ആലോചിച്ചിരുന്നിട്ടുണ്ട്, ഭട്ടതിരിപ്പാടിനെ ആലോചിച്ചിരുന്നുണ്ട്. ആ ധ്യാനമാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം. അതല്ലാണ്ട് വേറൊന്നും നമുക്ക് കൊണ്ടുപോകാനില്ല. അതുകൊണ്ട് നാളെ 5:30 മണിക്ക് നാരായണീയ രചനയുടെ ഭട്ടതിരിപ്പാടിൻ്റെ ആ മനസ്സിൻ്റെ ഒപ്പമുള്ള യാത്ര നമുക്ക് തുടരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 1-ാം ദിവസത്തെ പ്രഭാഷണത്തിന് ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ശാസ്താവിനെയും സിംഹനാഥ ഭഗവതിയും സാക്ഷിയാക്കി സമർപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര സന്തോഷിക്കണേ ഭഗവാനെ.